Okay, I hope someone is joining, right? Just type your name in the chat box. Naja, okay, Naja. Okay, what should we do, Naja? Should we start or wait for someone? Wait for more? Alright, yeah. Okay, Naja ഇന്നലെ കണ്ടില്ലല്ലോ. Yeah, okay, Lahal's here. Okay, nice. Good. Just had my last board exam yesterday. Ah, okay, alright. So, നമ്മൾ yesterday എന്താ ചെയ്തത് വെച്ചാൽ we just start on with a living world and when we completed the chapter biology classification. Okay, so and അതൊക്കെയാണ് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. And we just start about plant kingdom too. Okay, നമ്മൾ ഇത്ര പേസിൽ പോകുന്നത് എന്താ വെച്ചാൽ just we have to make sure like the portions are over and then after that we'll be starting with some questions. Okay, question answering. നമുക്ക് കുറച്ച് actually should we do it right now or later on? Actually I have the questions here. ഞാൻ അതിൽ ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു like the questions for you to practice. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആൻഡ് അതിൽ തന്നെ ലൈക്ക് ക്വസ്റ്റ്യൻ ആരും നോക്കിയിട്ടുണ്ടായിരുന്നോ ലൈക്ക് ലഹാൽ നോക്കിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ എനിവേ ലൈക്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഓക്കെ പിന്നെ PDF ഫോമാറ്റ് ഞാൻ ബയോളജി ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട് ആൻഡ് പ്ലാന്റ് കിങ്ഡം ആൻഡ് ആനിമൽ കിങ്ഡം ഇത് മൂന്നും ലൈക്ക് മോർണിംഗ് ആണ് കിട്ടിയത് ക്വസ്റ്റ്യൻസ്. ഓക്കെ ഓൾ റൈറ്റ് സാറല്ല ടൈം പോലെ ചെയ്താൽ മതി. ഓക്കെ ലൈക്ക് എത്ര ഓർമ്മ ഉണ്ടെന്ന് അറിയാലോ. ഇന്നലെ വായിച്ചിട്ടുണ്ടായിരുന്നോ ലഹാൽ? എങ്ങനെ എന്തായിരുന്നു അവസ്ഥ? ബാക്കിയുള്ളത് എന്തായിരുന്നു? നോക്കാൻ പറ്റില്ല, കുഴപ്പമില്ല. പിന്നെ ബയോളജിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വി ഡോണ്ട് വാണ്ട് ഇൻവെസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം ഓൺ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്താലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ലൈക്ക് വി ഹാവ് ടു നോ വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ബീങ് ആസ്ഡ്, ഹൗ ആർ ദ ക്വസ്റ്റ്യൻ ബീങ് ആസ്ഡ്. ഓക്കെ, അതിനെല്ലാം വേണ്ടി ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഈ ഫിസിക്സും കെമിസ്ട്രിയും ഈ ഒരു അപ്രോച്ചിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നമ്മൾ കൂടുതലും ഈ ലൈക്ക് വി ഹാവ് ടു ഫോക്കസ് മോർ ഓൺ ഡൂയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ബട്ട് ഇൻ കേസ് ഓഫ് ബയോളജി വി ഷുഡ് മോർ ഫോക്കസ് ഓൺ ഡൂയിങ് ലൈക്ക് യു റീഡ് ദ NCERT നമ്മൾ ഓരോ തവണ വായിക്കുമ്പോഴും വി ജസ്റ്റ് ഗെറ്റ് ന്യൂ കൺസെപ്റ്റ്സ്. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞ ലൈക്ക് ഇന്നലെ ഓക്കെ നിജ
ഇന്നലെ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗ യു ഷുഡ് റീഡ് NCERT ബുക്സ്. NCERT ബുക്സ് വായിക്കുമ്പോൾ ഓരോ സെൻറ്റൻസും ഞാൻ ഇന്നലെ പറഞ്ഞു ബയോളജി ക്ലാസിഫിക്കേഷൻ ഓരോ ക്ലാസ് പറയുമ്പോഴും ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ് ഇതെല്ലാം പറയുമ്പോഴും എവറി സിംഗിൾ സെൻറ്റൻസ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എല്ലാ സെൻറ്റൻസും ഓരോ പോയിൻ്റ് ആയിട്ടുണ്ടായിരിക്കുക. സോ ഒരു സെൻറ്റൻസ് നമ്മൾ വായിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സെൻറ്റൻസ് നമുക്ക് കിട്ടി, അതിൽ നിന്ന് പറ്റാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ഫ്രെയിം ചെയ്ത് നോക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇന്നലെ പറഞ്ഞ സംഭവം ഹിയർ, certain marine brown and red algae produce large amounts of hydrochlorides, example algin and carrageen, which are used commercially. So ഇവിടെ നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് വേണേൽ ഉണ്ടാക്കാം അല്ലേ. വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് certain marine brown and red algae, അപ്പോൾ വാട്ട് ടൈപ്പ് ഓഫ് ആൽഗെ, അങ്ങനെ വരെ ക്വസ്റ്റ്യൻ വരാം. വാട്ട് ടൈപ്പ് ഓഫ് ആൽഗെ പ്രൊഡ്യൂസേഴ്സ് ഹൈഡ്രോക്ലോറൈഡ്സ്, മറൈൻ ആൽഗെ ഒരു ക്വസ്റ്റ്യൻ ആയി വരാം. ഓക്കെ, ദീസ് ആർ ഓൾ വെരി മൈന്യൂട്ട് പോയിന്റ്സ്. ഒരു മറൈൻ എന്നൊരൊറ്റ വാക്കാണ് അവിടെ ആൻസർ ആയി വരുന്നത്. ഓക്കെ, മറൈൻ എന്നൊരൊറ്റ വാക്ക്, എന്നിട്ട് അതിന് നമ്മൾ ക്വസ്റ്റ്യനായി ഫ്രെയിം ചെയ്തു. അങ്ങനെ ക്വസ്റ്റ്യനാക്കി ഫ്രെയിം ചെയ്താൽ വി വോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ, ബട്ട് സപ്പോസ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു, ഓപ്ഷൻസ് ഇത് തെറ്റിക്കാൻ വേണ്ടിയാണ് ഓപ്ഷൻസ് ഉണ്ടാവുക മിക്കവാറും. നീറ്റ് എക്സാം എന്തിനാ വെച്ചാൽ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റണം എന്ന് അവർക്ക് ഒരു നിർബന്ധമില്ല. ദ മാക്സിമം തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു സെഗ്രിഗേറ്റ് ദം. എല്ലാവർക്കും മാർക്ക് കിട്ടിക്കോട്ടെ എന്നല്ല, മാക്സിമം തെറ്റിക്കാൻ ശ്രമിച്ചിട്ട് എല്ലാവരെയും കുറക്കാനാണ് നോക്കുക. നമ്മൾ ബയോളജി ഒരുപാട് ഇപ്പോൾ ഞാൻ ഇന്നലെ തന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതിൽ അൺഫോർച്ചുനേറ്റ്ലി ദർ ആർ ലോട്ട് ഓഫ് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് അതേ. ഓക്കെ, നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ബട്ട് ഇൻ ഓൾഡൻ ഡേയ്സ് പണ്ടൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഓൾഡ് ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് ആ മെറ്റീരിയൽസ് ഉള്ളത്. അതിൻ്റെ ഒരു റിഫൈൻഡ് മോഷൻ ഞാൻ തരാം, ബട്ട് ഹിയർ ഫോർ യുവർ പ്രാക്ടീസ് ഹാവ് ഗിവൻ ദിസ് ഓൾഡ് ക്വസ്റ്റ്യൻ. അതിൽ ഓൾമോസ്റ്റ് ഒരു 120-100+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ദേ ആർ ഔട്ട് ഓഫ് NCERT. ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇഫ് യു ഫീൽ ഇഫ് ഇറ്റ്സ് ഔട്ട് ഓഫ് NCERT ജസ്റ്റ് ലീവ് ദം. ഓക്കെ, ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻസ് വരുന്നത് മാക്സിമം നമുക്കറിയാം ഒരു 90 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ ബയോളജിക്ക്. അതിൽ അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് സിലബസ് ദ ലാസ്റ്റ് ട്രെൻഡ്സ് അബൌട്ട് ദ 2022 നീറ്റ്, 2021 നീറ്റ്, 2020 നീറ്റ്സ്, ഈ നീറ്റ് എല്ലാം നോക്കുമ്പോൾ ഇറ്റ് വാസ് പക്ക NCERT മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ആൻഡ് ജസ്റ്റ് 1 or 2 റിലേറ്റഡ് കൺസെപ്റ്റ്സ് വെച്ചിട്ടാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള ആകെ 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് ലീവ് ദം, വി ഡോണ്ട് വാണ്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ സംടൈംസ് വി വുഡ് ജസ്റ്റ് ഒബ്റ്റെയിൻ നെഗറ്റീവ് മാർക്കിങ്സ് ഫോർ ദാറ്റ്. അറിയാത്തതാണെങ്കിൽ ജസ്റ്റ് ലീവ് ദാറ്റ്. അറിയാത്ത ഇൻ ദ കേസ് ഇഫ് ഇറ്റ്സ് ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻ. ഓക്കെ, NCERT ഞാൻ പറയട്ടെ, ഇൻ 2019 വെറും 90 ക്വസ്റ്റ്യൻസിൽ വെറും 2 ക്വസ്റ്റ്യൻസ് were being asked. 2 ക്വസ്റ്റ്യൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. 2020 just 1, 2021 1, 2022 I guess it's all 1 or 2 questions അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. 20 also that's the scenario here. ഔട്ട് ഓഫ് NCERT പഠിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. സോ ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ തന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയലിൽ ജസ്റ്റ് ചെക്ക് ഔട്ട്. ഓക്കെ, പ്രീവിയസ് ഇയർ ആണെങ്കിൽ പോലും ദോസ് ആർ ഓൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ബട്ട് ദ പ്രീവിയസ് ഇയർ ആണെങ്കിൽ പോലും അത് NCERTക്ക് പുറത്തല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, ഇത് എന്തിനാ തന്നത് എന്ന് വെച്ചാൽ യു ഹാവ് ടു നോ വാട്ട് ഇസ് ദ പാറ്റേൺ ബീങ് ആസ്ഡ്. ഓക്കെ, ആൻഡ് പഠിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു മറൈൻ ബ്രൗൺ റെഡ് ആൽഗെ. സോ വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ആൽഗേസ് ഫ്രം വിച്ച് യു ക്യാൻ ഗെറ്റ് കോമ്പിനേഷൻ ഉണ്ടാക്കാം. ഗ്രീൻ ആൻഡ് റെഡ് ആൽഗെ, ബ്രൗൺ ആൻഡ് ഗ്രീൻ ആൽഗെ, റെഡ് ആൻഡ് ബ്രൗൺ ആൻഡ് റെഡ് ആൽഗെ. ഈ ഒരു കോമ്പിനേഷൻ തന്നാൽ ഏത് ചൂസ് ചെയ്യണം? വി ഷുഡ് ചൂസ് വാട്ട്? ബ്രൗൺ ആൻഡ് റെഡ് ആൽഗെ. ഓക്കെ, അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും. വാട്ട് ആർ ഹൈഡ്രോക്ലോയിഡ്സ്? ഹൈഡ്രോക്ലോയിഡ്സ് എന്നാൽ എന്താണ്? വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ്. സം അതർ ഓപ്ഷൻസ് വുഡ് ഓൾസോ ബി ദർ. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. ആൻഡ് വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ബ്രൗൺ ആൽഗെ ആൻഡ് റെഡ് ആൽഗെ വിച്ച് പ്രൊഡ്യൂസസ് ദീസ് ഹൈഡ്രോക്ലോയിഡ്സ്? എന്ത് പറയാൻ പറ്റും? വി ക്യാൻ സേ ഇറ്റ് ആസ് ആൽജിൻ ആൻഡ് കാരാജിൻ. ഓക്കെ, ആൽജിൻ ഇസ് പ്രൊഡ്യൂസ് ഫ്രം ദ ബ്രൗൺ ആൽഗെ, കാരാജിൻ പ്രൊഡ്യൂസ് ഫ്രം ദ റെഡ് ആൽഗെ. സോ ഒരൊറ്റ സെൻറ്റൻസിൽ നമ്മൾ വി ജസ്റ്റ് മെയ്ഡ് ഓൾമോസ്റ്റ് 4 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വി വുഡ് ബി സോ തറോ അബൌട്ട് ദ കൺസെപ്റ്റ്. നിങ്ങൾക്ക് അറിയാലോ ആക്ച്വലി നമ്മൾ എന്തുകൊണ്ടാണ് ഈ മാസ്റ്റർമാർക്ക് കൂടുതൽ അറിവുണ്ടെന്ന് പറയുന്നത്? they have the they are assigned to make out ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് ഏറ്റവും പണി. ഓക്കെ, ആക്ച്വലി ഒന്ന് ആലോചിച്ചൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പണിയൊന്നുമില്ല, ബട്ട് ഫോർ മേക്കിംഗ് എ ക്വസ്റ്റ്യൻ ഇസ് ദ ബെസ്റ്റ് തിങ്. ഓക്കെ, ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം, ആ ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ ഓപ്ഷൻ കൊടുത്തു, എന്നിട്ട് റിലേറ്റഡ് ആയിട്ട് തെറ്റിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് വേറെ 3 ഓപ്ഷൻ കൊടുക്കണം. സോ ഇറ്റ്സ് എ ഹെക്റ്റിക് ടാസ്ക്, റൈറ്റ്? സോ അതാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ടാണ് അങ്ങനെ പഠിക്കുക. ഓക്കെ, ഇൻ ദാറ്റ് കേസ് you would never forget what the concept is being read here and what are the concept reading between the sentence എന്ന് പറയാറില്ലേ, അത് ഇങ്ങനത്തെ ഒരു കേസാണ്. അതായത് സെൻറ്റൻസ് ഉണ്ടാക്കുക, പെട്ടെന്ന് പെട്ടെന്ന് വായിക്കുക. ഓക്കെ, ആൻഡ് യു ഷുഡ് നോട്ട് ലാഗ് അപ്പോൺ എനിത്തിങ്. ഓക്കെ,
ആൻഡ് പെട്ടെന്ന് വായിക്കാൻ ശ്രമിക്കണം, ബിക്കോസ് വി ആർ ഇൻ ദാറ്റ് സ്റ്റേറ്റ്. നമ്മൾ ക്രാഷ് കോഴ്സാണ്. സോ അതിൽ തന്നെ ബയോളജി നമ്മൾ കൂടുതൽ പ്രൈം ഫോക്കസ് കൊടുത്ത് പഠിക്കുന്നതാണ്. സോ വി ഹാവ് ടു ലൈക്ക് സ്പീഡ് അപ്പ് ആ ലേണിംഗ്. ഓക്കെ, ആൻഡ് ഫോർ ദാറ്റ് വാട്ട് യു ഹാവ് ടു ഡു, നമ്മളെന്താ വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞു, ലൈക്ക് ഒരു മാസം നിങ്ങളൊന്ന് കഷ്ടപ്പെടും. ഒരു മാസം മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഒരു മാസം നിങ്ങളൊന്ന് കഷ്ടപ്പെടും. ഒരു ലൈക്ക് ഇന്നലെ എത്ര നേരം പഠിച്ചിട്ടുണ്ടായിരുന്നു? ലഹാൽ പറയൂ. ഇപ്പം എത്ര നേരം? ഓൾമോസ്റ്റ് പറയാൻ വിഷമമുണ്ടേ പറയാൻ വേണ്ട. ലൈക്ക് ലഹാൽ പഠിച്ചിട്ടുണ്ടായിരുന്നോ അതറിഞ്ഞാൽ മതി. എത്ര നേരം പഠിച്ചൊന്നും വേണ്ട. പഠിച്ചല്ലെങ്കിലും ലൈക്ക് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ലൈക്ക് ലഹാൽ, നജ ആൻഡ് ഒരാൾ കൂടി ഉണ്ടല്ലോ, അതാരാ മൂന്നാമത്തെ ഒരാൾ? പഠിച്ചിരുന്നല്ലേ എടുത്ത പോർഷൻസ്? വെരി ഗുഡ്, വെരി ഗുഡ്. അത് മതി, അത് കേട്ടാൽ തന്നെ മതി. ഇന്നലെ എടുത്ത പോർഷൻസ് ഇന്നലെ തന്നെ പഠിച്ച ഐ ടോൾ ദാറ്റ് റേഷ്യോ റൈറ്റ്. ഓക്കെ നജ, ഇന്നലെ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ 100% ഒരു സംഭവം പഠിച്ചു. നമ്മൾ പഠിക്കുമ്പോൾ ലൈക്ക് വി ആർ ജസ്റ്റ് ലേണിംഗ് ബൈ വാട്ട്? വിഷ്വൽ ലേണിംഗ് ഉണ്ട്. ഞാൻ കാണിക്കുന്ന ഈ PDF ആ സാധനങ്ങളെല്ലാം കണ്ടിട്ട് വിഷ്വൽ ലേണിംഗ് ഉണ്ടായിരിക്കും. ആൻഡ് ഞാൻ പറയുന്ന കേട്ടിട്ട് ലൈക്ക് ഓഡിറ്ററി ലേണിംഗ് ഉണ്ട്. നൗ ദ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് നമ്മൾ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഒന്ന് കാണാപാഠം പറഞ്ഞു നോക്കുക. ദാറ്റ്സ് ദ പെർഫെക്റ്റ് തിങ്. അങ്ങനെ ആവുമ്പോൾ മാത്രമേ ഇത് 100% എഫക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, 100% എഫക്റ്റീവായി. നൗ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് അണ്ടർഗോസ് സോർട്ട് ഓഫ് അട്രീഷ്യ വുഡ് അണ്ടർഗോ. അതായത് നമ്മൾ പഠിച്ചെല്ലാം മറന്നു പോയിക്കൊണ്ടിരിക്കും. ഇറ്റ്സ് എ ഹൈലി വോളറ്റൈൽ സബ്ജക്റ്റ് ബയോളജി അല്ലേ? നമുക്കറിയാം, +1 +2 എല്ലാം നമ്മൾ പഠിച്ചതാണ്. സോ അതിനെല്ലാം നമ്മൾ അന്ന് പഠിച്ചതാണ് ഇപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവുമോ? നോ, നെവർ. കാരണം എന്താ? ഇറ്റ്സ് വെരി വോളറ്റൈൽ. ഫിസിക്സ് നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നതാണ്. കൈകൾ ചലിക്കുന്ന സംഭവമാണ് അല്ലേ? കൈകൾ ചലിക്കുന്ന സംഭവം വിൽ ജസ്റ്റ് ഗെറ്റ് ദാറ്റ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ കൈ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ബട്ട് ബയോളജി നമ്മൾ ഇത്രയും കാലം എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നത്? വി വർ ജസ്റ്റ് ലൈക്ക് റീഡിങ് ബ്രൗൺ ആൽഗെ, ആൽജിൻ, റെഡ് ആൽഗെ, കാരാജിൻ, ഇങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് എത്രത്തോളം നിൽക്കുന്ന വെച്ചാൽ ഇറ്റ് വിൽ ബി സോ എഫക്റ്റീവ് ഫോർ സ്കൂൾ എക്സാംസ്. കാരണം നമ്മൾ തലേന്ന് 2 ദിവസം മുമ്പൊക്കെ ആയിരിക്കും നല്ല അടിപൊളിയായിട്ട് നോക്കുന്നുണ്ടാവുക. അത് നമുക്ക് അതുപോലെ ലൈക്ക് പകർത്തി എഴുതാൻ പറ്റും. ബട്ട് ഫോർ ലോങ് ടേം ഒരു ലൈക്ക് അവിടെ ഓപ്ഷൻസ് വരുന്നില്ല. നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി യു ഷുഡ് ഹാവ് എ ഷ്യൂർ ക്ലിയർ കട്ട് ഐഡിയ ആൻഡ് കൺസെപ്റ്റ് അബൌട്ട് ദാറ്റ് ടോപ്പിക് ആൻഡ് ക്വസ്റ്റ്യൻ. അതാണ് ഇതിൻ്റെ മെയിൻ പ്രൈമറി എന്ന് വെച്ചാൽ. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് യു ഹാവ് ടു ബി സോ മച്ച് തറോ ആൻഡ് കോൺഫിഡൻറ്റ് അബൌട്ട് ദ ആൻസർ. കോൺഫിഡൻസ് ഇസ് ദ മെയിൻ കീ. അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രാക്ടീസ്. ഇത് ആൻസർ ഇത് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റണം. ദാറ്റ്സ് ദ മെയിൻ മെത്തേഡ്. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കാം. നമുക്ക് ഷുവറായിട്ട് എത്താം. ഓക്കെ, ഓൾ റൈറ്റ്. നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ yesterday what we just told about, we just completed about the algae, right? ആൽഗയുടെ ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ നമ്മൾ തന്നു. ആദ്യം നമ്മൾ പ്ലാങ്ക് കിങ്ഡത്തെ പറഞ്ഞു. പ്ലാങ്ക് കിങ്ഡത്തിൽ നമ്മൾ ആർച്ച് വിട്ടാക്കുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. എന്നിട്ട് ലൈക്ക് സം സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ലൈക്ക് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ബൈ കാരോലസ് ലിന്നിയസ്, റൈറ്റ്? കാരോലസ് ലിന്നിയസിൻ്റെ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇട്ട് പറഞ്ഞു. അത് ഡ്രോബാക്സ് നമ്മൾ പറഞ്ഞു അല്ലേ? അതിനെന്തായിരുന്നു ഇപ്പോഴേതുണ്ടായിരുന്നത്? ഇറ്റ് വാസ് ജസ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആൻഡ് ദ ആൻഡ്രീഷ്യം സ്ട്രക്ചർ. ഈ 2 ഫാക്ടേഴ്സ് വെച്ച് മാത്രമാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ബട്ട് അങ്ങനെ ആയപ്പോൾ എന്ത് സംഭവിച്ചു? ലൈക്ക് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് വർ kept in different genus. Okay, closely related species were kept in different genus, അല്ലെങ്കിൽ different were segregated from each other. അടുത്തുള്ള സ്പീഷീസിനെ മാറ്റി വെച്ചു. ഓക്കെ, അവരെ മാറ്റി വേറെ സ്ഥലത്തേക്ക് വെച്ചു. സോ ഇറ്റ്സ് നോട്ട് റൈറ്റ്. സോ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വാസ് എ ഫെയിലിയർ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കംപ്രൈസസ് it just did not just look upon the artificial structure or the external structure മാത്രമല്ല, but also the internal structure. Like what? Like the ultrastructure, then the embryology, anatomy, phytochemistry. ഇതെല്ലാം കമ്പൈൽ ചെയ്തിട്ടാണ് എന്ത് സംഭവിച്ചത്? നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ചെയ്തത്. ഈ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് ഒരു എക്സാമ്പിളായി പറഞ്ഞത് എന്തായിരുന്നു? ബെന്തം ആൻഡ് ഹുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ അതിൻ്റെ ക്ലാസിഫിക്കേഷനായി ബെന്തം ആൻഡ് ഹുക്ക്, ജോർജ് ബെന്തം ആൻഡ് ഡാൾട്ടൺ ഹുക്ക്, ജോസഫ് ഡാൾട്ടൺ ഹുക്ക്, ഇവർ രണ്ടും തമ്മിൽ ഇവർ ഒരു they created a system of classification known as natural system of classification. Okay, after that we talked about the numerical taxonomy.
Okay, we just assign number to every single tags are there. അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിച്ചു? We can consider every single character with equal importance, and at the same time we can consider a lot of characters. Okay, ഇതാണ് like numerical taxonomy. Next, what we told about the cytochemistry. Cyto, something related to cell. സെൽ റിലേറ്റഡ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലൈക്ക് ദ ക്രോമോസോം നമ്പർ പറയാം, ക്രോമോസോം സ്ട്രക്ചർ പറയാം. ഇതിനെല്ലാം ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സൈറ്റോ ടാക്സോണമി എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, കീമോ ടാക്സോണമി, ബേസ്ഡ് ഓൺ ദ കെമിക്കൽ കോൺസ്റ്റൻസ് ഓഫ് ദ സെൽ. ഓക്കെ, അത് ബന്ധപ്പെടുത്തിയിട്ട് വി ജസ്റ്റ് ഡിഡ് ദ കീമോ ടാക്സോണമി. സോ ദീസ് വർ ദ ടാക്സോണമീസ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ടോക്ക്ഡ് അബൌട്ട് ദ ആൽഗെ. ആൽഗെ നമ്മൾ എന്ത് വെച്ച് തുടങ്ങി? ഫസ്റ്റ് ദ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ഹിയർ യു ക്യാൻ സീ ദ സ്ലൈഡ്, റൈറ്റ്? കാണുന്നില്ലേ? I guess you can see the slide, right? Okay. So, ആദ്യം എന്ത് പറഞ്ഞു? ലൈക്ക് ദ സിമ്പിൾ ഡെഫിനിഷൻ, ക്ലോറോഫിൽ ബെയറിംഗ് ആണ്, സിമ്പിൾ ആണ്, താലോയിഡ് ആണ്, ഓട്ടോട്രോഫിക് ആണ്, ആൻഡ് അക്വാറ്റിക്, ബോത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ ഓർഗാനിസം. ദി ഓക്കർ എ വെറൈറ്റി ഓഫ് അതർ ഹാബിറ്റാറ്റ്സ് ലൈക്ക് മോയ്സ്റ്റ് സ്റ്റോൺ, സോയിൽസ്, വുഡ്, ഇവിടെ എല്ലാം ഒക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ സൈഡിൽ നമ്മൾ എഴുതി ലൈക്ക് ദ നെക്സ്റ്റ് അറേഞ്ച്മെൻറ്റ്, വോൾവോക്സ് ആർ അറേഞ്ച്ഡ് ഇൻ കോളനി ഫോംസിലാണ് വോൾവോക്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഉലോത്രിക്സ് ആൻഡ് സ്പൈറോഗേറ, ദേ അറേഞ്ച്ഡ് ഇൻ ഫിലമെൻറ്റസ് ഫോം. ഓക്കെ, ഫിലമെൻറ്റസ് ഫോമിലുള്ള ഉലോത്രിക്സ് ആൻഡ് സ്പൈറോഗേറ. നെക്സ്റ്റ് കോളനി ഫോമിലുള്ള നമ്മൾ ആദ്യം പറഞ്ഞു വോൾവോക്സ്. ദെൻ മാസീവ് പ്ലാന്റ് ബോഡി ലൈക്ക് എക്സിബിറ്റ് ചെയ്യുന്ന വാട്ട് ടൈപ്പ് ഓഫ് ആൽഗെ യു നോ? ക്വസ്റ്റ്യൻ വരാം, നിങ്ങൾ എന്ത് പറയും? പറയണം അങ്ങോട്ട്, കെൽപ്സ് എന്ന്. ഓക്കെ, സോ കെൽപ്സ് അതെ, ഉലോത്രിക്സ് ആൻഡ് സ്പൈറോഗേറ ആൻഡ് വോൾവോക്സ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഒരുപാട് ആൽഗയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ ആൽഗെ എല്ലാം വീണ്ടും നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ക്ലോറോഫൈസിയെ, ദെൻ ഫയോഫൈസിയെ, റൊഡോഫൈസിയെ, ഇതെല്ലാം പറയുന്ന സ്ഥലത്ത് വീണ്ടും ഈ സെയിം ആൽഗെ വരുന്നുണ്ട്. സോ ഇറ്റ്സ് ഗോണ ബി ഈസി ലേണിംഗ് for if you just concentrate on here. ഇവിടെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ലൈക്ക് ദ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഒരുപാട് ആൽഗയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ആൽഗെ ഒന്ന് ശ്രദ്ധിച്ചാൽ ലൈക്ക് വി ക്യാൻ ഈസിലി bring out these concepts in those classification, and it would be an easy learning and easy to understand too. So give your full concentration. I'm just inviting all of you to concentrate in here. Okay, so now what? ഇനി എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ദ ആൽഗെ റീപ്രൊഡക്ഷൻ, വാട്ട് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻസ് അത് നമ്മളത് ഫംഗസിനായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്ത് പഠിച്ചു. എങ്ങനെ? ലൈക്ക് ദർ ആർ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, ദെൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻസ് മെത്തേഡ്സ് ആർ ഓൾ ദർ. സോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഹൗ? ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. വെറുതെ ഇരിക്കുന്ന ആൽഗെ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യുന്നു, ഫ്രാഗ്മെൻ്റ് ആയി മാറുന്നു. ഈ ഓരോ ഫ്രാഗ്മെൻറ്റ്സും ഒരു ന്യൂ ഇൻഡിവിജ്വലായി മാറുന്നു. ദാറ്റ്സ് വാട്ട് വി കോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ. നെക്സ്റ്റ് വൺ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മോസ്റ്റ്ലി ബൈ zoospores. Okay, they are flagellated, and on germination they give rise to new plants. അതിൽ തന്നെ നമ്മൾ ഒരു ചെറിയൊരു ക്ലാസിഫിക്കേഷൻ പോലെ തരണം. ലൈക്ക് ബോത്ത് ദ zoospores, they might be of the same size and are flagellated and motile. If that is the case, it is Ulothryx. Next one, like same size ആണ്, but they are non-motile, without any flagella. They are called Spirogera. ഈ Ulothryx and Spirogera നമ്മൾ എവിടെ കണ്ടു? തൊട്ട് മുകളിലുള്ള ഫിലമെൻറ്റസ് ഗ്രീൻ ആൽഗിയിൽ നമ്മൾ കണ്ടു ഉലോത്രിക്സ് ആൻഡ് സ്പൈറോഗേറ. സോ വി ജസ്റ്റ് ടേക്ക് ദോസ് എക്സാമ്പിൾ റൈറ്റ് ഹിയർ. സോ നമുക്ക് സ്പൈറോഗേറെ കുറിച്ച് എക്സാമ്പിൾ എഴുതാൻ പറയുമ്പോൾ വി ക്യാൻ സേ ലൈക്ക് ദേ ആർ ഫിലമെൻറ്റസ്, ഒരു പോയിന്റ് കിട്ടി. എന്നിട്ട് മറ്റൊരു പോയിന്റ് പറയുമ്പോൾ ലൈക്ക് zoospores, they have no flagella and they are non-motile, but they are of the same size, isogamous. Okay, so that's the thing. അതായത് നമുക്ക് കണക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ദാറ്റ്സ് വൈ I just start the whole in the ഒരു ഓർഡർലി മാനറിൽ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണ്. ലൈക്ക് ഓൾ ദി ചാപ്റ്റേഴ്സ് ആർ റിലേറ്റഡ്. ഫസ്റ്റ് വൺ ലിവിങ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം ആൻഡ് ആനിമൽ കിങ്ഡം. ഇതൊരു യൂണിറ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, ഈ യൂണിറ്റിൽ നിന്നും ഇറ്റ് വുഡ് ബി ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്. കാരണം ഒരുപാട് എക്സാമ്പിൾസ് വരുന്ന ഒരു യൂണിറ്റാണിത്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു. ദീസ് ആർ വെരി ബിഗ് ചാപ്റ്റേഴ്സ്, ബിഗ് പ്ലാന്റ് കിങ്ഡം ആൻഡ് ആനിമൽ കിങ്ഡം ടു. സോ ഇതിനെല്ലാം പ്രൈം ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തിട്ട് നമ്മളൊരു ഫ്ലോയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ഒറ്റയടിക്ക് എടുക്കുന്നത്. ഓക്കെ, സോ ആൻഡ് നമ്മൾ ഇത് പറഞ്ഞു, ഇതെല്ലാം ഇന്നലെ പറഞ്ഞതാണ്. ലൈക്ക് യൂഡോറിന ഡിഫറെൻറ്റ് സൈസ് ആയിരിക്കും. ലൈക്ക് സ്മോൾ ആൻഡ് ലാർജ് ഗാമറ്റ് വുഡ് ബി ദർ. ദെൻ വി ഷുഡ് ലൈക്ക് ഊഗാമസ് വാസ് ഫൗണ്ട് ഇൻ ലൈക്ക് വോൾവോക്സ് ആൻഡ് ഫ്യൂക്കസ്. ഓക്കെ, വോൾവോക്സ് ആൻഡ് ഫ്യൂക്കസിൽ നമ്മൾ ഊഗാമസ് കണ്ടു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ജസ്റ്റ് ടോൾഡ് അബൌട്ട് ദ ഹിയർ ആൽഗെ ആർ യൂസ്ഫുൾ ഇൻ മാൻ ഇൻ വെറൈറ്റി ഓഫ് വേസ്. എങ്ങനെയൊക്കെയാണ് ഇത് ആവശ്യം വരുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിച്ചു. Like they are of paramount importance. Their carbon dioxide fixation on earth is carried by algae, almost like 50% നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ലൈക്ക് പോർഫൈറിയ നമ്മൾ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ലൈക്ക് പോർഫൈറിയ, ലാമിനേറിയ ആൻഡ് സർഗാസം, ഇതെല്ലാം ദേ പ്രൊഡ്യൂസ് ലൈക്ക് ദേ ആർ അമംഗ് ദ 70 ആൽഗെ വിച്ച് ആർ യൂസ്ഡ് ആസ് ഫുഡ് സപ്ലിമെൻറ്റ്സ്. ഓക്കെ നജ, നമ്മൾ ഇന്നലെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇങ്ങനത്തെ പോയിന്റ്സ് എല്ലാം വരുമ്പോൾ ജസ്റ്റ്
റൈറ്റ് ഇറ്റ് ഇൻ ദ സൈഡ് ഓഫ് NCERT. ഓക്കെ, ലൈക്ക് ഇങ്ങനത്തെ മറന്നു പോകാൻ ഇടയുള്ള ലൈക്ക് ചാൻസ് ഉള്ള പോയിന്റ്സ് വരികയാണെങ്കിൽ ജസ്റ്റ് റൈറ്റ് ഇൻ ദ സൈഡ് ഓഫ് NCERT. നമുക്ക് സ്പേസ് തന്നിട്ടുണ്ട്. സ്പേസ് എന്തിനാ? ഇതുപോലെ എഴുതാൻ തന്നെയാണ്. അതിനാണ് കാലാകാലങ്ങളായിട്ട് NCERT ലൈക്ക് ദേ ലീവ് ഔട്ട് എ ലോട്ട് ഓഫ് ബ്ലാങ്ക് സ്പേസ് ഇൻ ബോത്ത് ഓഫ് ദി സൈഡ്സ്. NCERT നമ്മൾ ടെക്സ്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ലൈക്ക് ഇറ്റ് ഓൾവേസ് കൺസിസ്റ്റ് ടു വൺ സൈഡ്. മറ്റു സൈഡിൽ ഇറ്റ് വുഡ് ബി എ ബ്ലാങ്ക് സ്പേസ് ജസ്റ്റ് ഫോർ റൈറ്റിംഗ് ദീസ് പോയിന്റ്സ്. This is the main NCERT of main aim of NCERT too. Okay, so and now about the hydrocolloids. Hydrocolloids എന്തൊക്കെയായിരുന്നു? Brown algae produces algin and red algae produce carrageen. Okay, so brown algae, algin, carrageen. And agar is another commercial product obtained from Gelidium and Gracilaria. What is agar used for? Agar എന്ന് പറഞ്ഞാൽ almost like a jelly ആണ്. Okay, this jelly is used for what? For growing microbes. നമ്മൾ മൈക്രോബയോളജി ലാബൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദർ ആർ ലോട്ട് ഓഫ് അഗാർസ് പ്രൊഡ്യൂസ് ദർ. നമുക്കറിയാം ലൈക്ക് ദർ ആർ അഗാർ. ഓക്കെ, ഞാൻ ഒരു MBBS ലെവൽ പറയാം. ലൈക്ക് ബ്ലഡ് അഗാർ ഉണ്ട്, ദെൻ ചോക്ലേറ്റ് അഗാർ ഉണ്ട്. ഇതെല്ലാം ലൈക്ക് ദേ ആർ ജസ്റ്റ് അഗാർ. ദീസ് അഗാർ ഒബ്റ്റെയിൻ ഫ്രം Gelidium and Gracilaria. They are used to grow microbes. And next one is it is used in jelly type അല്ലേ. So it is used in manufacture of ice creams and jellies. So ഇതാണ് അഗാറിൻ്റെ ഫംഗ്ഷൻ. ദിസ് അഗാർ ഒബ്റ്റെയിൻ ഫ്രം Gelidium and Gracilaria. ഈ Gelidium and Gracilaria വീണ്ടും വരുന്നുണ്ട്. So that would be an easy piece of cake. Next, then chlorella are unicellular algae rich in proteins. These are all important one words. Okay, chlorella is used as a food supplement even by space travelers. So space travelers use ചെയ്യുന്ന food supplement provide ചെയ്യുന്ന algae ഏതാ? It is chlorella. And next one, the algae divided into main classes. Chlorophyceae, that means green algae. നമ്മൾ അറിയാം chlorophyll, so chlorophyceae, green algae. Next one, Phaeophyceae, brown algae. അത് പ്രത്യേകിച്ച് കോഡ് നമുക്ക് പറയാനില്ല. പിന്നെ Rhodophyceae, red algae. അത് നമുക്ക് പറയാം. And so on to നമ്മൾ പുതിയ ഫ്രഷ് ആയിട്ട് എടുക്കുന്നു. So Chlorophyceae, the members of Chlorophyceae are commonly called as green algae. Okay, here, green algae. The plant body may be unicellular, colonial or filamentous. Okay, unicellular, colonial and filamentous. So നമുക്ക് ഓൾമോസ്റ്റ് വേണ്ട, ഞാൻ എത്തിക്കാം അതിലേക്ക്. They are usually grass green കളറാണ് due to dominance of pigments chlorophyll A and chlorophyll B. These are very important. Okay, എല്ലാം ഓരോ സിംഗിൾ പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. They are usually grass green കളറാണ് and they have pigments such as chlorophyll A and chlorophyll B. The pigments are localized in definite chloroplast. They have definite chloroplast. ഈ ക്ലോറോപ്ലാസ്റ്റിനകത്താണ് chlorophyll A and chlorophyll B ഉള്ളത്. Okay, so chlorophyll A and chlorophyll B are present in definite chloroplast. The chloroplast may be, ഇതിനെ നോക്കിക്കോളൂ, എനിക്കൊരു കോഡ് ഉണ്ടായിരുന്നു ഇതിന്, ലൈക്ക് discoid plate like reticulate cup shaped spiral and ribbon shaped. Okay, Dr. CSRP, അതായത് എൻ്റെ കോഡ് Dr. CSRP. ഇതിൽ CS and RP എൻ്റെ രണ്ട് സാർമാരുടെ കോഡായിരുന്നു. So it was so easy to learn. So Dr. CSRP. So daughter, D, discoid, R എന്ന് വെച്ചാൽ reticulate, C, cup shaped, S, spiral, R, then ribbon shaped, then P plate like. Okay, so this was my code. And ഇങ്ങനെ കോഡ് ഉണ്ടാക്കിയ ലൈക്ക്, സോ നജയ്ക്ക് വേണ്ടി ഇന്നലെ പറയാം, മാക്സിമം നമ്മൾ കോഡ് ഉണ്ടാക്കിയും ശ്രമിക്കുക. ഓക്കെ, ദീസ് ആർ കോഡ് സജസ്റ്റഡ് ബൈ മൈ ട്യൂട്ടേഴ്സ്, അല്ലെങ്കിൽ ലൈക്ക് സം ഓഫ് ദം ഐ ജസ്റ്റ് മെയ്ഡ് ദം ഓഫ് മൈ ഓൺ. അതുകൊണ്ടാണ് ഇത്രയും ഓർമ്മ നിൽക്കുന്നത്. ഓക്കെ, Dr. CSRP. ഇത് നമ്മൾ പറയുമ്പോൾ ലൈക്ക് ക്ലോറോപ്ലാസ്റ്റ് മേ ബി നമുക്കറിയാം, ഇത് ലൈക്ക് എന്തെങ്കിലും ഷേപ്പ് എഴുതിയാൽ മതി. നമുക്ക് +2 എക്സാമിന് അങ്ങനെയായിരുന്നു. ബട്ട് ഹിയർ എവറിത്തിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ഇത് ഓർത്തെക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോഡ് ഉണ്ടാക്കി. Dr. CSRP. Discoid shape, reticulate shape, then C for cup shape, S spiral, then R pinnalle, R ribbon like and plate like. Okay, these are the shapes of Chlorophyceae. Next, most of the members have one or more storage bodies called pyrenoids. So pyrenoids are what? Pyrenoids are special storage bodies located in chloroplast. Pyrenoids contain proteins besides starch. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വാട്ട് ഡസ് പൈറനോയിഡ് കണ്ടെയ്ൻസ്? പൈറനോയിഡ് കണ്ടെയ്ൻസ് സ്റ്റാർച്ച് ബിസൈഡ് പ്രോട്ടീൻസ് ആണോ, പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച് ആണോ? നമുക്കറിയാം, ഇറ്റ് ഈസ് പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച്. മറക്കരുത്. ഓക്കെ,
ഇതെല്ലാം കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്തായാലും ഒന്ന് പതറിപ്പോവും അല്ലേ. NCERT സെയിം സെൻറ്റൻസ് അവർക്ക് വേണം ഓപ്ഷനായിട്ട്. സോ ദർ വിൽ ബി ലൈക്ക് പൈറനോട്സ് കണ്ടെയ്ൻ സ്റ്റാർച്ച് ബിസൈഡ് പ്രോട്ടീൻ ആണോ, പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച് ആണോ? സോ ഇറ്റ് ഈസ് പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച്. പി ബിസൈഡ് സ്റ്റാർച്ച് ഇങ്ങനെ ഓർത്താൽ മതി. PBS, protein besides starch. Pyrenoids contain protein besides starch. So some algae may store food in the form of oil droplets and storage here. Not everyone has pyrenoids. Some store in the form of oil droplets. Green algae usually have a rigid cell wall made up of an inner layer of cellulose and outer layer of pectose. Same as the act of the plants. High level plants in there cellulose and pectose ഉണ്ടാക്കുക. Cellulose and pectin actually. So pectose also is a relative of pectin. So cellulose and pectose, inner layer of cellulose, outer layer of pectose. ഇതാണ് എന്ത്, like the cell wall of green algae. And the vegetative reproduction usually takes place by fragmentation or by formation of different type of spores. Same type, like vegetative reproduction എന്തായിരുന്നു, fragmentation. Now spores, asexual reproduction is by flagellated zoospores produced in zoosporangia. Okay, the sexual reproduction shows considerable variation in the type and formation of sex cells, and it may be isogamous, anisogamous and oogamous. സം കോമൺലി ഫോൺ ഗ്രീൻ എക്സാമ്പിൾസ് നമ്മൾ പറയുന്നുണ്ട്. സോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയും ഇവിടെ, സോ അബൌട്ട് ഗ്രീൻ ആൽഗി വാട്ട് വി ആർ സെയിങ് ഇസ് ദാറ്റ് ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, ഗ്രീൻ ആൽഗി ഉണ്ട്. ഇനി അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ലൈക്ക് പ്ലാൻ ബോഡി, വാട്ട് ടൈപ്പ് ഓഫ് പ്ലാൻ ബോഡീസ് മേ ബി ദേ മേ ബി യൂണിസെല്ലുലാർ ആവാം, അല്ലെങ്കിൽ കൊളോണിയൽ ആവാം, അല്ലെങ്കിൽ ഫിലമെൻറ്റ്സ് ആവാം. ഓക്കെ, ഫിലമെൻറ്റ്സ് ആവാം, കൊളോണിയൽ ആവാം, യൂണിസെല്ലുലാർ ആവാം. നെക്സ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, അതിൽ കാണുന്ന പിഗ്മെൻറ്റ്സ്, വാട്ട് ആർ ദ പിഗ്മെൻറ്റ്സ് ഫൗണ്ട് ഇൻ ദ ഗ്രീൻ ആൽഗി? ദേ ആർ ക്ലോറോഫിൽ A and chlorophyll B. Okay, chlorophyll A and chlorophyll B are the pigments found in what? Pigments found in chlorophyll. Next, these are located in definite chloroplast. The chloroplast may be discoid, like Dr. CSRP, discoid, reticulate, then CSRP, so C cup-shaped, then S spiral, next RP, R ribbon-like, and P plate-like. ഓക്കെ, ഇതാണ് ഷേപ്പ്. ഓക്കെ, ഇത് നമുക്ക് ഒറ്റടി കിട്ടും. ഇനി എവിടെ ചോദിച്ചാലും നിങ്ങൾ ചോദിക്കണം, ലൈക്ക് റാൻഡം ചോദിക്കണം. സോ ലൈക്ക് ഇതിന് മെയിൻ കേസ് എന്താ വെച്ചാൽ ഇങ്ങനെ വരും, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്. ഇതിൽ എല്ലാം ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ലൈക്ക് ഈ ഡോക്ടർ CSRP പെടാത്ത വേറെ എന്തെങ്കിലും ഒരു ഷേപ്പ് തരും. സപ്പോസ് ലൈക്ക് റൗണ്ട് തന്നു, നമ്മൾ അറിയും ഡിസ്കോയിഡും റൗണ്ടും ഓൾമോസ്റ്റ് ലൈക്ക് സെയിം അല്ലേ. ബട്ട് നോ, യു ഹാവ് ടു ഫോളോ NCERT. ഡിസ്കോയിഡ് എന്നുണ്ടെങ്കിൽ ഡിസ്കോയിഡ് തന്നെ എടുക്കണം. ഡിസ്കോയിഡും റൗണ്ടും ഓൾമോസ്റ്റ് സെയിം അല്ലേ, ഡിസ്കോയിഡ് ആൻഡ് എലിപ്റ്റിക്കൽ ആർ സെയിം അല്ലേ എന്ന് ആലോചിക്കുമ്പോൾ നോ, ഇറ്റ്സ് നോട്ട് ദ കറക്റ്റ് വേ. നമ്മൾ NCERT കറക്റ്റ് ഫോളോ ചെയ്യണം. സോ ഡോക്ടർ CSRPക്ക് പുറമെ ഏത് ഷേപ്പ് ചോദിച്ചാലും ഇറ്റ് ഈസ് ദ റോങ് തിങ്. ഓക്കെ, ഫോളോ ദ NCERT തെറ്റ് പഠിപ്പിച്ചാൽ ആ തെറ്റ് തന്നെ പഠിക്കണം. ഓക്കെ, അതാണ് ജനറൽ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇപ്പോൾ അത് ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ട്. അമെൻമെൻറ്റ്സ് ആൻഡ് വന്നിട്ട് അത് ഒരുപാട് കേസ് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷം അത് ഒഴിവാക്കി. ബട്ട് കാണുന്നില്ലേ, ഞാൻ കാണുന്നില്ല, ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ് പറയട്ടോ കാണുന്നില്ലെങ്കിൽ. ഐ ഡോണ്ട് നോ, ബ്ലാക്ക് സ്ക്രീൻസ് അഗെയിൻ. ഇന്ന് രാവിലെ ഒരു വലിയ കുഴപ്പമില്ലായിരുന്നു, ബട്ട് പിന്നെയും ഈ ബ്ലാക്ക് സ്ക്രീൻ ബാക്കിൽ വന്നിട്ടുണ്ട്. എന്തെങ്കിലും മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, കാണുന്നുണ്ട്. ഓക്കെ, ഓൾ റൈറ്റ്. സോ ആൻഡ് അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ ഇത് എല്ലാം പറഞ്ഞു. ലൈക്ക് ദ ഷേപ്പ് ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് നമ്മളെല്ലാം പറഞ്ഞു. ഷേപ്പ് ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് ആണ്, അല്ലാതെ ഇതിൻ്റെ ഷേപ്പ് അല്ല, ആൽഗയുടെ ഷേപ്പ് അല്ല. The shape of the chloroplast. Next one is that most members have one or more storage bodies called pyrenoids. Pyrenoids contain what? PBS. PBS means proteins beside starch. Okay, proteins beside starch. ഇത് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുക, പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച്. ഇറ്റ്സ് ലൈക്ക് ഉടനെ പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്ന ഏരിയ ആണ് ഇതൊക്കെ. ലൈക്ക് സ്റ്റാർച്ച് ബിസൈഡ് പ്രോട്ടീൻ ആണോ, അത് പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച് ആണോ? ഇറ്റ് ഇസ് PBS, പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, സം ആൽഗെ മേ സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ്. പൈറനോട്സ് മാത്രമല്ല, ഓയിൽ ഡ്രോപ്സ് ആയിട്ടും ഉണ്ടാവാറുണ്ട്. പിന്നെ ഗ്രീൻ ആൽഗെ ഹാസ് എ റിജിഡ് സെൽ വാൾ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇന്നർ ലെയർ ഓഫ് സെല്ലുലോസ് ആൻഡ് ഔട്ടർ ലെയർ ഓഫ് പെക്ടോസ്. ഓക്കെ, ഇനി അടുത്ത കേസ് നമ്മൾ റോഡോഫൈസൊക്കെ പറയുമ്പോൾ വി ജസ്റ്റ് കമ്പയർ എവറിത്തിങ്. നമ്മളൊരു ബേസിക് ഫ്രെയിം വർക്ക്, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചു. നെക്സ്റ്റ് ഗ്രീൻ ആൽഗെ, ലൈക്ക് ഇത് ഗ്രീൻ ആൽഗെ. നെക്സ്റ്റ് ബ്രൗൺ ആൽഗെ ആൻഡ് റെഡ് ആൽഗെ, വി ആർ ജസ്റ്റ് കമ്പയറിംഗ് വിത്ത് ദ ഗ്രീൻ ആൽഗെ. ഓക്കെ, ദാറ്റ്സ് ദ മെയിൻ തിങ്. സോ ആഫ്റ്റർ ദാറ്റ് വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ നമുക്ക് ലൈക്ക് സൈഡിലൊക്കെ ഒന്ന് എഴുതി വെക്കാം. സോ ഇറ്റ് വിൽ ബി ഈസി. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഹൗ? ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. നിങ്ങൾ സൈഡിലേക്ക് എഴുതി വെക്കുന്ന ലൈക്ക് ഇറ്റ് വുഡ് ബി സോ മച്ച് നോട്ടീസബിൾ. അതുകൊണ്ട് നിങ്ങൾ പിന്നെ മിസ് ഔട്ട് ആയി പോയില്ല. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. പിന്നെ നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. ഈ സെല്ലുലോസ് എല്ലാം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക, സെല്ലുലോസ് ആൻഡ് പെക്ടോസ്.
ഇതിന് അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, ചേഞ്ച് സംഭവിക്കുന്നു, സെല്ലോസ് ആൻഡ് പെക്ടോസ് മാറുന്നു, ആൻഡ് സം അതർ തിങ്സ് ആർ ബീങ് കം ഇൻ ദ ബ്രൗൺ ആൽഗെ ആൻഡ് റെഡ് ആൽഗെ. ഓക്കെ, സോ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വാട്ട്, വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ കഴിഞ്ഞു, ദെൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. Asexual reproduction by production of zoosporangia. Zoospores. Zoospores ഇരിക്കുന്നത് എവിടെ? ഇതാണ് zoospores എങ്കിൽ this is called zoosporangia. Zoosporangia, and these are flagellated. Okay, flagella spore ആണ് വലുതായി പോയ സംശയം. Okay, anyway, don't worry. Flagellated zoospores. Next one, sexual forms by formation of gametes. Gametes may be isogamous, anisogamous or oogamous. Okay, നമ്മൾ പറഞ്ഞോ ഈ ഒരു ഒറ്റ പാരഗ്രാഫ് നമ്മൾ ഈ 3 പോയിന്റിലേക്കാക്കി ചുരുക്കി എഴുതി. ഇതാണ് ഇതിൻ്റെ കീ പോയിന്റ്സ്. ഓക്കെ, നമ്മൾ സൈഡിലേക്ക് എഴുതി, ഇത് മാത്രം വായിച്ചാൽ മതി. വി ജസ്റ്റ് ഗോട്ട് ദ കൺസെപ്റ്റ്. പിന്നെ നമുക്ക് ബാക്കി ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ like vegetative reproduction by fragmentation, then asexual reproduction by zoospores, then sexual reproduction by formation of gametes which may be isogamous, anisogamous and oogamous. Okay, so and now the example പഠിക്കണം. Chlamydomonas, Spirogyra, Ulothrix, Volvox and Cara. Okay, ഇതിനൊരു കോഡ് എന്ന് വെച്ചാൽ CCSUV. SUV അറിയാലോ, cards are there. So here, look at this. CCSUV. See, first one is Chlamydomonas. Then second one, Cara. Chlamydomonas, Cara. S വെച്ചാൽ Spirogyra, U Ulothrix and V Volvox. ഇനി ഞാനൊരു ചെറിയ ട്വിസ്റ്റ് പറയട്ടെ. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹിയർ ലുക്ക് അറ്റ് ദിസ്, കൊളോണിയൽ ആൽഗെ. കൊളോണിയലിൽ കണ്ട ആൽഗെ ഏതായിരുന്നു? ഇറ്റ് വാസ് വോൾവോക്സ്, റൈറ്റ്? ഇറ്റ് വാസ് വോൾവോക്സ്. സോ വോൾവോക്സ് ഇസ് ഹിയർ. വോൾവോക്സ് സെയിം സംഭവം ഇവിടെ വന്നു. സോ നമുക്ക് സപ്പോസ് ഇപ്പോൾ പെട്ടെന്ന് ഐഡിയ വന്നില്ല, CCSUV പറഞ്ഞു, പക്ഷേ അതിൽ V എന്താ നമുക്ക് എത്ര സംശയം കിട്ടുന്നില്ല. അതെന്തായിരിക്കും? അപ്പോൾ നമ്മൾ പറയണം, ഇതിൽ കൊളോണിയൽ ഫോം ഇല്ലേ? കൊളോണിയൽ ഫോം ഉണ്ടായതുകൊണ്ട് കൊളോണിയൽ ഫോം കാണുന്ന ആൽഗെ ഏതാ? ഇറ്റ് ഇസ് വോൾവോക്സ്. സോ വോൾവോക്സ് ബിലോങ്സ് ടു ദ ഗ്രീൻ ആൽഗെ. സോ CCSUVയിൽ V എന്ന് പറയുന്നത് വോൾവോക്സ് ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞു ലൈക്ക് ഫിലമെൻറ്റസ് ആൽഗെ, ഉലോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ. സെയിം SUVയുടെ എസ്സും U ആണ്, സ്പൈറോഗൈറയും ഉലോത്രിക്സും. സോ നമുക്ക് സ്പൈറോഗൈറ, ഉലോത്രിക്സ് ആൻഡ് വോൾവോക്സ് ഇത് മൂന്ന് നമുക്ക് പറയാൻ പറ്റി. സോ CCSUV. C എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലാമിഡോമോണാസ്, സെക്കൻഡ് C is Cara. സോ ദാറ്റ്സ് അബൌട്ട് ദ ഗ്രീൻ ആൽഗെ. ഓക്കെ, ആൻഡ് ബാക്കിയെല്ലാം ഞാൻ ഒന്ന് റിവൈസ് ചെയ്തു. സോ ഇത് എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. CCSUV, ക്ലാമിഡോമോണാസ്, Cara. S എന്ന് വെച്ചാൽ സ്പൈറോഗൈറ, ഉലോത്രിക്സ് ആൻഡ് വോൾവോക്സ്. ഓക്കെ, നമുക്കൊരു ഫ്രെയിം വർക്ക് കിട്ടി എങ്ങനെയാണ് ആൽഗെ ഒന്ന് ക്ലാസിഫൈ ചെയ്തതെന്ന്. ഇനി ജസ്റ്റ് കമ്പയർ ദാറ്റ് ടു ദ ബ്രൗൺ ആൽഗെ. സോ ബ്രൗൺ ആൽഗെ 505C. സെക്കൻഡ് വൺ, brown algae. So what can we say about the brown algae? Brown algae, the members of 505C or brown algae are found primarily in marine habitats. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. It was found everywhere. But here 505C, brown algae are seen mainly in marine habitats. Marine വെച്ചാൽ like ഉൾക്കടൽ, mostly in like salt water, അതിലൊക്കെയാണ് marine habitats ഉണ്ടാവുക. And they show great variation in size and form. They range from simple branched filamentous form called ectocarpus, പേര് പഠിച്ചു, ectocarpus, to profusely branched form are represented by kelps. നമ്മൾ നേരത്തെ പറഞ്ഞു kelps, massive body പറഞ്ഞ kelps അല്ലേ? ആ kelps ഉള്ളത് എവിടാ? That kelps are present in the brown algae. So it may be from simple branched filaments like ectocarpus to profusely branched forms such as kelps, which may reach a height of 100 meters. അത് മതി. Now they possess chlorophyll A. Here, look at the pigments. മറ്റൊരുത്ത് എന്തായിരുന്നു? It was chlorophyll A and chlorophyll B. But here it is, just look at the question. Here, chlorophyll A ഉണ്ട്, chlorophyll C ഉണ്ട്, carotenoids ഉണ്ട്, xanthophylls ഉണ്ട്. ഇത്രയധികം പിഗ്മെൻറ്റ്സ് ഉണ്ട്. chlorophyll A, chlorophyll C, carotenoids and xanthophylls. Okay, 4 പിഗ്മെൻറ്റ്സ്. മറ്റൊരിടത്ത് 2 പിഗ്മെൻറ്റ്, chlorophyll A and chlorophyll B. But here there are 4 pigments. chlorophyll A, chlorophyll C, then carotenoids, not carotenoids, like carotenoids and xanthophylls. 4 ഉണ്ട്. Okay, chlorophyll A, chlorophyll C, carotenoids and xanthophylls. ഇങ്ങനെ 4 പിഗ്മെൻറ്റ്സ് ആണ് എന്തിനകത്തുള്ളത്? ബ്രൗൺ ആൽഗെ ഓർ 505C നമുക്ക് കാണാൻ സാധിക്കുന്നത്. Okay, don't forget that. These are very important. chlorophyll A, chlorophyll C, carotenoids and xanthophylls. They vary in color from olive green to various shades of brown depending upon the amount of xanthophyll pigment. Olive greenil നിന്നും like various shades of brown.
ബ്രൗൺ ആൽഗി ആണല്ലോ, അപ്പോൾ വേരിയസ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ ആയിരിക്കും. ആൻഡ് ഡ്യൂ ടു എമൗണ്ട് ഓഫ് സാന്തോഫിൽ, amount of xanthophyll മാറുന്നതനുസരിച്ചായിരിക്കും ഇതിൻ്റെ ലൈക്ക് ദ ബ്രൗൺ കളർ പിഗ്മെൻറ്റ് മാറുന്നത്. ഓക്കെ, സോ ദ ബ്രൗൺ കളർ പിഗ്മെൻറ്റ് ഗിവിംഗ് സബ്സ്റ്റൻസ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് ദ സാന്തോഫിൽ. പിന്നെ അതിന് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് കരോട്ടിനോയിഡ്സ് ഉണ്ട്, ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ സി ഉണ്ട്. ബട്ട് സാന്തോഫിൽ ഇസ് ഗിവിംഗ് ദ ബ്രൗൺ കളർ. ഈ സാന്തോഫിലിൻ്റെ എമൗണ്ട് വേരി ചെയ്യുന്നതനുസരിച്ച് ദ ബ്രൗൺ കളർ വുഡ് വേരി ഇൻ ഈച്ച് ഓഫ് ദ ഓർഗാനിസം. So xanthophyll pigment. Now fucoxanthin. So not only the xanthophyll pigment but also the fucoxanthin. So ഇവിടെ രണ്ട് പിഗ്മെന്റ് ഏതാ നമ്മൾ പറഞ്ഞത്? സാന്തോഫിൽ ആൻഡ് ഫ്യൂക്കോസാന്തിൻ. ആൻഡ് ദ 4 പിഗ്മെന്റ്സ് ഏതൊക്കെയാ? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ സി, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ്. ഈ നാലുമാണ് എന്ത് നമ്മുടെ പിഗ്മെന്റ്സ്, പ്രസന്റ് ആയിട്ടുള്ള പിഗ്മെന്റ്സ്. Now, food is stored as complex carbohydrates which may be in the form of laminarin or mannitol. നമ്മൾ അവിടെ പറഞ്ഞു എന്താ, chloroplast contain food storage bodies such as pyrenoids and some of them are stored in form of oil droplets. But here in this case ഇവിടെ നോക്കൂ, stored as complex carbohydrates which may be in the form of laminarin or mannitol. Mannitol and laminarin are the food storage mechanisms here. അങ്ങനെ mannitol and laminarin ആയിട്ടാണ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. Now, the vegetative cells have a cellulosic wall usually covered on the outside by gelatinous coating of algin. Algin വന്നു നമ്മുടെ സ്വന്തം algin. Algin എന്തായിരുന്നു? It was a hydrochloride substance, right? It was a water holding substance, algin. So ആ algin കാണുന്നത് എവിടെ? ബ്രൗൺ ആൽഗെ. ബ്രൗൺ ആൽഗയിൽ എവിടെ? സെല്ലുലോസിക് സെൽ വാളിന് പുറത്ത് ഒരു ജലാറ്റിനസ് ഷീറ്റായിട്ട് ആൽജിൻ നമുക്ക് കാണാൻ പറ്റും. So the protoplast contain addition to plastids a centrally located vacuolar nucleus. Here ചിലത് കാര്യങ്ങൾ നമുക്ക് ഓർത്തെക്കാൻ നമ്മൾ കുറച്ച് ഫിഗേഴ്സ് ആയിരിക്കും ബെസ്റ്റ് ഉണ്ടാവുക. ആദ്യം ഒരു സെൽ വാൾ വരച്ചു. ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസിക് സെൽ വാൾ. ചുറ്റും എന്ത് വരച്ചു നമ്മൾ? ഹിയർ ബ്രൗൺ കളറിൽ ശരിക്കും വരക്കേണ്ടത്. ഓക്കെ, ആൽജിൻ. ദിസ് ഇസ് വാട്ട്? ആൽജിൻ. ഏറ്റവും പുറമേ ഉള്ളത് ആൽജിൻ. ജലാറ്റിനസ് കോട്ട്. ഓക്കെ, ഇറ്റ് ഇസ് ജലാറ്റിനസ് കോട്ട്. ആൻഡ് നൗ the protoplast contain addition to plastic central located vacuole and nucleus. Here there will be a nucleus here and a centrally located vacuole. Okay, in addition to protoplasm. Protoplasm പറഞ്ഞാൽ what? Nucleus plus cytoplasm. അതാണ് protoplasm. Now the plant body is usually attached to the substratum by a holdfast. Okay, ഇങ്ങനെയാണ് ഒരു സെല്ലുള്ളത്. സോ നമുക്ക് എക്സാമ്പിൾ പറയാം. ഹിയർ ഇതെടുത്തു. ഓക്കെ, ദിസ് ചെടി. ഇതേത് ചെടി? ദിസ് ഈസ് ലാമിനാരിയ. നമ്മളീ പറഞ്ഞു മാനിറ്റോൾ ലാമിനാരി എന്ന് പറഞ്ഞില്ലേ. ആൻഡ് ദിസ് ലാമിനാരി ഒബ്റ്റെയിൻ ഫ്രം ലാമിനാരി. സോ ഇവിടെ നിന്ന് കാണാം ഫ്രോണ്ട് കാണാം. ഫ്രോണ്ട് മീൻസ് ദ ബോഡി. ദെൻ സ്റ്റൈപ്പ് ആൻഡ് ഹോൾഡ് ഫാസ്റ്റ്. നമ്മൾ സാധാരണ പ്ലാന്റ്സിൽ എന്ത് പറയാറുണ്ട്? ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീവ്സ് അതുപോലെ പറയാറുണ്ട്. അതുപോലെ ഇവിടെ റൂട്ട്സ് എന്താ? ഹോൾഡ് ഫാസ്റ്റ്. നല്ല ഫേമായി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, ഹോൾഡ് ഫാസ്റ്റ്. നെക്സ്റ്റ് അതിൻ്റെ ലൈക്ക് നമ്മൾ എന്താ പറയുക, സ്റ്റെം പറയും. സ്റ്റെം ഇറ്റ് ഈസ് ഹിയർ വാട്ട്? സ്റ്റൈപ്പ്. ഹോൾഡ് ഫാസ്റ്റ്, സ്റ്റൈപ്പ് ആൻഡ് ഫ്രോണ്ട്. These terms are very important. ഇത് നമ്മൾ വീണ്ടും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഹോൾഡ് ഫാസ്റ്റ്, സ്റ്റൈപ്പ് ആൻഡ് ഫ്രോണ്ട്. നെക്സ്റ്റ് വൺ. സോ ഇത് മൂന്നാണ് എന്തുള്ളത്? ലൈക്ക് ദ പാർട്സ് ഓഫ് ദ ബ്രൗൺ ആൽഗെ എന്ന് പറയാനുള്ളത്. Plant which attached to the substratum by hold fast has a stalk, stipe and leaf-like photosynthetic organ, frond. Okay, and now the vegetative reproduction takes place by fragmentation. നമുക്ക് അത് എഴുതാം ഇവിടെ. Vegetative reproduction by fragmentation, same as the green algae. Now asexual reproduction. Most brown algae by biflagellate zoospores that are pear-shaped and have two unequally lateral attached flagella. ഇനി ഫ്ലജലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സൂ സ്പോർട്സിൽ ഒരുപാട് ഫ്ലജൽ ഉണ്ട്. ന്യൂമറസ് ഫ്ലജല്ല. ഓക്കെ, ന്യൂമറസ് ഫ്ലജൽസ് അതെ. ബട്ട് ഇൻ ദിസ് കേസ് ഹിയർ ദേ ആർ ബൈഫ്ലജലേറ്റ് സൂ സ്പോർട്സ്. സൂ സ്പോർ തന്നെയാണ്, ബട്ട് ദേ ഹാവ് ജസ്റ്റ് 2 ഫ്ലജലെ ആൻഡ് ദേ ഹാവ് പിയർ ഷേപ്ഡ്. ഓക്കെ, ഒരു പിയർ ഷേപ്പിൽ വരക്കാം. പിയർ ഷേപ്പ് സ്പോർസ്. ഒരു പിയർ ഷേപ്പ് സ്പോർ. ഹിയോ ഒരു പിയർ ഷേപ്പ് സ്പോർ. ആൻഡ് അതിൽ തന്നെ എന്ത്? ലൈക്ക് 2 അൺഈക്വൽ ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലജല്ല. ഒരു ഫ്ലജല്ല ഇങ്ങനെയാണെങ്കിൽ മറ്റു ഫ്ലജല്ല ലൈക്ക് ഇറ്റ് വുഡ് ബി ലോങ്. 2 unequally attached flagella. These are what? Zoospore. That too biflagellate zoospores. This is the asexual reproduction. Next one, sexual reproduction. Sexual reproduction may be isogamous, anisogamous or oogamous. ഈ 3 മെത്തേഡും ഏത് വേണമെങ്കിലും ആവാം. Isogamous, anisogamous or oogamous. Union of gametes may take place in water or within the oogonium. ഓക്കെ, അപ്പോൾ വാട്ടറിൽ എങ്ങനെ സംഭവിക്കും?
അതായത് ലൈക്ക് എന്ത് സംഭവിച്ചു, ലൈക്ക് ഹിയർ ഇസ് എ വാട്ട്, ഒരു ഓർഗാനിസം ഉണ്ട്, ഒരു ബ്രൗൺ ആൽഗി, ആൻഡ് ഇവിടെ അനദർ ഓർഗാനിസം. ഇവിടെ ഇരിക്കുന്നത് എവിടെ, കടലല്ലേ, ഇറ്റ് ഈസ് ഇൻ മറൈൻ എൻവയോൺമെൻറ്റ്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, ഗ്യാമറ്റ്സ് റിലീസ് ചെയ്യുന്നു. ഓക്കെ, അതെന്ത് ഗ്യാമറ്റ്സാ, ബൈ ഫ്ലജലേറ്റ് സൂസ്പോഴ്സാ അല്ലേ, സൂസ്പോഴ്സ്. ഇതിങ്ങനെ ഫ്ലജല്ല കാരണം നീന്തി ഇവിടെ എത്തിയിട്ട് അടുത്ത ഓർഗൻസ് ഉണ്ടാവും, റിസെപ്റ്റീവ് ഓർഗൻസ് ഉണ്ടാവും. ഈ റിസെപ്റ്റീവ് ഓർഗൻസിലെത്തിയിട്ട് ദേ ജസ്റ്റ് പ്രൊഡ്യൂസ് സൈഗോട്ട്, ആൻഡ് ദാറ്റ് ഇമ്മീഡിയറ്റ് ഡിവൈഡ്സ് ഇൻറ്റു ഒരു ഹാപ്ലോണ്ടിക് ഡിവൈസ് ആയിട്ടിട്ട്, ആൻഡ് ദെൻ ഇറ്റ് ഫോംസ് മോർ പ്രോജനീസ്. That's how sexual reproduction occurs. Sexual reproduction occurs by production of like isogamous, anisogamous or oogamous. മൂന്ന് ടൈപ്പ് ഉണ്ടാവും. Union of gametes take place in water or within the oogonium. ഇതിനകത്തൊരു oogonia ഉണ്ടാവും. Okay, oogonia. The gametes are pyriform, pear shaped. Gametes എന്തായിരിക്കും, pyriform shape ആയിരിക്കും. So spores are also pyriform shape, gametes are also pyriform shape and bear two laterally attached flagella. നമ്മൾ അതുപോലെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുണ്ട്, ഗാമേറ്റ്സിനും ഉണ്ട് ഇതുപോലെ ഫ്ലജല്ല. സർ കാണുന്നില്ല, ഓ ഐം സോറി. പറയുന്നുണ്ടോ, ഞാനൊക്കെ ഈ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കാതല്ലേ. സോ ആസ് ഓൾ സേവിങ്സ് ദാറ്റ് നമ്മളിവിടെ പറഞ്ഞു, ലൈക്ക് ഒരു ബ്രൗൺ ആൽഗി വരച്ചു, മറ്റൊരു ബ്രൗൺ ആൽഗി, ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ, സപ്പോസ് മെയിൽ ആൻഡ് ഫീമെയിൽ. അതിൽ എന്ത് ചെയ്യുന്നു, മെയിൽസിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഗ്യാമറ്റ്സ് റിലീസ് ചെയ്യുന്നു ഇൻ ടു ദ വാട്ടർ. ദിസ് ഇസ് വാട്ടർ. ഓക്കെ, ദ ബ്ലൂ ലൈൻ ഐ ഹാവ് ഡ്രോൺ ഇസ് ദ വാട്ടർ. വാട്ടറിലൂടെ എന്ത് ചെയ്യുന്നു, ദിസ് സൂസ്പോഴ്സ് ദേ ജസ്റ്റ് ട്രാവൽ ടുവേർഡ്സ് ദ ഊഗോണിയം, ആൻഡ് ഊഗോണിയത്തിനകത്ത് എത്തിയിട്ട് ദേ ജസ്റ്റ് ഫെർട്ടിലൈസ് വിത്ത് ദ ഫീമെയിൽ ഗ്യാമറ്റ് പ്രസൻറ്റ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു, ദേ ഫോം വാട്ട്, സ്പോർസ് സംഭവിച്ച് അവിടെ ഗ്യാമറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദീസ് ഗ്യാമറ്റ്സ് ആർ ഓൾസോ ലൈക്ക് ദ സെയിം ഷേപ്പ് ആസ് ദാറ്റ് ഓഫ് ദ സ്പോർ. സൂസ്പോർസ് എന്തായിരുന്നു, പൈറിഫോം ഷേപ്പ് ആയിരുന്നു, പിയർ ഷേപ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് ലൈക്ക് ഗാമറ്റ്സ് ആർ ഓൾസോ പിയർ ഷേപ്പ്. ദേ ഓൾസോ ഹാവ് ടു ഫ്ലജലെ, ബൈ ഡയറക്ഷണൽ ഫ്ലജലെ. ഓക്കെ, സോ ആൻഡ് ഗാമറ്റ്സ് ആർ പൈറിഫോം, പിയർ ഷേപ്പ് ആൻഡ് ബിയർ ടു ലാറ്ററലി അറേഞ്ച്ഡ് ഫ്ലജലെ. ദ കോമൺ ഫോംസ് ആർ എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനാരിയ, സർഗാസം ആൻഡ് ഫ്യൂക്കസ്. ഇത് ലൈക്ക് എനിക്ക് ഇപ്പോഴും ആ ഒരു ഫ്ലോ വരുന്നുണ്ട്. ഡിക്റ്റിയോട്ട, ലാമിനാരിയ, എക്ടോകാർപ്പസ്, സർഗാസം, കെൽപ്സ്, ഫ്യൂക്കസ്, ഇങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? അതിനൊരു കോഡ് ലൈക്ക് എന്തു പറയാം, ഡിക്റ്റിയോട്ട, ലാമിനാരിയ, എക്ടോകാർപ്പസ്, സർഗാസം, കെൽപ്സ്, ഫ്യൂക്കസ്. പ്രത്യേകിച്ചൊരു കോഡൊന്നും കാണുന്നില്ല. ഓക്കെ, ബട്ട് വേണൊരു കോഡ് ഉണ്ടാക്കാം. ഹിയർ ഡെസ്ക് FL അല്ലെങ്കിൽ LF. അവസാനം കോഡ് പഠിക്കാൻ വേറെ കോഡ് ഉണ്ടാക്കേണ്ട ആവശ്യം വരുമോ? ഐ ഡോണ്ട് നോ. ഇത് ഞാൻ എനിക്ക് വെറുതെ ഒരു കോഡ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, യു ക്യാൻ ചൂസ് എനി കോഡ് ഓഫ് യോഴ്സ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എല്ലാം പുറത്ത് വരട്ടെ. എല്ലാവരും, ലഹാൽ, നജ, എല്ലാവരും ക്രിയേറ്റിവിറ്റി പുറത്ത് വരട്ടെ. ഡെസ്ക് LF. D is ഡിക്റ്റിയോട്ട, എക്ടോകാർപ്പസ്, സർഗാസം, കെൽപ്സ്, ദെൻ ലാമിനാരിയ ആൻഡ് ഫ്യൂക്കസ്. ഓക്കെ, ഡിക്റ്റിയോട്ട, ലാമിനാരിയ എന്ന് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഡിക്റ്റിയോട്ട, എക്ടോകാർപ്പസ്, സർഗാസം, കാണുന്നില്ലേ, ഡിക്റ്റിയോട്ട, എക്ടോകാർപ്പസ്, സർഗാസം, കെൽപ്സ്, ലാമിനാരിയ ആൻഡ് ഫ്യൂക്കസ്. ഓക്കെ, സോ റിമെമ്പർ ദാറ്റ്. അതും പഠിച്ചിരിക്കുക. ഓക്കെ, എക്സാമ്പിൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഏത് വേണമെങ്കിലും ഇൻ്റർചേഞ്ച് ചെയ്ത് ചോദിക്കാം. സോ ഡിക്റ്റിയോട്ട, എക്ടോകാർപ്പസ്, സർഗാസം, കെൽപ്സ്, ലാമിനാരിയ ആൻഡ് ഫ്യൂക്കസ്. നെക്സ്റ്റ് വൺ. സോ ദിസ് ഇസ് വാട്ട് വി ടോക്ക് അബൌട്ട് ദ ബ്രൗൺ ആൽഗെ. ബ്രൗൺ ആൽഗെ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. സോ ബ്രൗൺ ആൽഗെ എന്ത് പറഞ്ഞു, ലൈക്ക് മെമ്പേഴ്സ് ഓഫ് ബ്രൗൺ ആൽഗെ ആർ ഫൗണ്ട് ഇൻ പ്രൈമർലി ഇൻ മറൈൻ ഹാബിറ്ററ്റ്സ്. മറൈൻ ഹാബിറ്ററ്റ്സിലാണ് നമ്മൾ കൂടുതലായിട്ട് ബ്രൗൺ ആൽഗെ കണ്ടിട്ടുള്ളത്. ദേ ഷോ ഗ്രേറ്റ് വേരിയേഷൻ ഇൻ സൈസ് ആൻഡ് ഫോം. ദേ റേഞ്ച് ഫ്രം സിമ്പിൾ ബ്രാഞ്ചഡ് ഓർ ഫിലമെൻറ്റസ് ഫോം, എക്ടോകാർപ്പസ്, to profusely branched form such as represented by the kelps. So single branched forms ഏതാ, എക്ടോകാർപ്പസ്. like huge profusely branched സംഭവം ഏതാ, profusely branched എന്നല്ല, like the profusely branched forms are represented by the kelps which may reach a height of 100 meters. Okay, ഈ values എല്ലാം important ആണ്, 100 meters. Next, they possess chlorophyll A, chlorophyll C, carotenoids and xanthophyll. ഇങ്ങനെ നാലെണ്ണം, ഇത് നാലും വേണം, നിർബന്ധമാണ്. And what? And the brown color, the color varies from olive green to different shades of brown. Olive green, different shades of brown, depending upon the amount of xanthophyll pigment, fucus and the present in them. Next, food is stored as complex carbohydrates which may be in the form of laminarin or mannitol.
The vegetative cell have a cellulosic wall usually covered on the outside by a gelatinous coating of algin. സോ നമുക്ക് പറഞ്ഞു ലൈക്ക് ദ ഫുഡ് സ്റ്റോറീസ് എന്തൊക്കെയായിരുന്നു മനിറ്റോൾ ആൻഡ് ലാമിനാറിൻ. എന്നിട്ട് ഔട്ട്സൈഡ് കോട്ട് ഇവിടെ ഞാൻ ഫിഗർ വെച്ചിട്ടുണ്ട് ഹിയർ സെല്ലുലോസ് ആൽജിൻ. സെല്ലുലോസ് ആൽജിൻ. ഓക്കെ, ആൽജിൻ ആയിരിക്കും ഏറ്റവും പുറത്തുണ്ടാവുക. ആൽജിൻ വിൽ ബി എ ജെലാറ്റിനസ് കവറിംഗ് ഓഫ് ദ ബ്രൗൺ ആൽഗി. എന്നിട്ട് എന്ത് ചെയ്തു ലൈക്ക് ദ പ്ലാൻ ബോഡി പറയാൻ വേണ്ടി ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുകളിലോട്ട് പോയി. ഹിയർ ഹോൾഡ് ഫാസ്റ്റ് ദ റൂട്ട്, സ്റ്റൈപ്പ് വുഡ് ബി ദ സ്റ്റെം ആൻഡ് ഫ്രോണ്ട് വുഡ് ബി ദ ബോഡി. ഹോൾഡ് ഫാസ്റ്റ് സ്റ്റൈപ്പ് ആൻഡ് ഫ്രോണ്ട്. And after that what happens? After that, the vegetative reproduction takes place by fragmentation. Asexual reproduction in most brown algae is by biflagellate zoospores that are pear-shaped and have two unequal laterally attached flagella. രണ്ട് unequal laterally attached flagella വഴിയാണ് ഇത് ജോയിൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, സെക്ഷൽ reproduction may be how much? How? Isogamous, anisogamous or oogamous. യൂണിയൻ ഓഫ് ഗാമറ്റ്സ് ടേക്ക് പ്ലേസ് ഇൻ വാട്ടർ. ഞാൻ പറഞ്ഞ ഫിഗർ ഓർമ്മയുണ്ടല്ലോ, ആ ഫിഗർ അതുപോലെ തന്നെ ഓർത്ത് വയ്ക്കുക. ലൈക്ക് വാട്ടർ വെച്ച് ഫ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഊഗോണിയത്തിനകത്ത് എന്ത് ഫ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻസ് ആ വാട്ടർ ആൻഡ് ഊഗോണിയം. ഈ രണ്ട് ഭാഗത്തു നിന്നും എന്താ ഫ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ്, ദ കോമൺ ഫോംസ് ആർ എക്ടോകാർപ്പസ്, ലൈക്ക് ഡിക്റ്റിയോട്ട, എക്ടോകാർപ്പസ്, സർഗാസം, കെൽപ്സ്, ദെൻ LF, ദാറ്റ് മീൻസ് ലാമിനറി ആൻഡ് ഫ്യൂക്കസ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ക്ലിയർ അബൌട്ട് ദ ബ്രൗൺ ആൽഗെ. ഇനി ഡൗട്ട്സ് ഉണ്ടോ ഇതിനകത്ത് എന്തെങ്കിലും? ഇല്ലെങ്കിൽ മൂവ് ഓൺ വിത്ത് ദ റെഡ് ആൽഗെ. Okay, all right. So next one, Rhodophyceae. ഇനി Rhodophyceae പറ്റി പറയാം. Rhodophyceae. The members of Rhodophyceae are commonly called red algae because of the predominance of the red pigment. What is the red pigment? Members of Rhodophyceae are commonly called red algae. Here, look at this. Here, red algae. Because of predominance of the red pigment. അതുകൊണ്ട് തന്നെ what is the red pigment? നേരത്തെ നമ്മൾ പറഞ്ഞു xanthophyll and fucoxanthin were the pigments there in brown algae. But here it is R phycoerythrin. നമുക്ക് റെഡ് കളറിൽ തന്നെ എഴുതി വെക്കാം. ഓക്കെ, R phycoerythrin. R phycoerythrin is the pigment, red color pigment. Now majority of red algae are marine. ഇവിടെയും മറൈൻ ആണ്, വിത്ത് ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ഫൗണ്ട് ഇൻ ദ വാമർ ഏരിയാസ്. വാമർ ഏരിയസിലാണ് കൂടുതലായിട്ട് ഇതിൻ്റെ കോൺസെൻട്രേഷൻ കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ലൈക്ക് ദ സെൽ ഫോംസ്, റൈറ്റ്? ഇറ്റ് ഈസ് ദേ ഒക്കർ ഇൻ ബോത്ത് വെൽ ലൈറ്റഡ് റീജിയൻസ് ക്ലോസ് ടു ദ സർഫേസ് ഓഫ് വാട്ടർ ആൻഡ് ഓൾസോ അറ്റ് ഗ്രേറ്റ് ഡെപ്സ് ഇൻ ഓഷ്യൻ വെർ റിലേറ്റീവ്ലി ലിറ്റിൽ ലൈറ്റ് പെനിട്രേറ്റ്സ്. ഇതൊരു ചെറിയൊരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് സപ്പോസ് ഇവിടെ പറഞ്ഞുതരാം, ഇവിടെ പറയാം, ഇതാണ് സി. ഓക്കെ, ദിസ് ഇസ് ദ സി. കുറച്ച് റിയലിസ്റ്റിക് ആവാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം വരച്ചു. നല്ല റിയലിസ്റ്റിക് ആയി തോന്നുന്നു. ഓക്കെ, ഓൾ റൈറ്റ്. സോ ഇവിടെ എന്ന് വെച്ചാൽ ഇതിൽ ഗ്രീൻ കളർ വർക്ക് ചെയ്യില്ല. ഓക്കെ, ഗ്രീൻ കളർ എന്തായാലും ക്രോപ്പായി പോകും. സോ സപ്പോസ് ടേക്ക് ഇറ്റ് ലൈക്ക് ബ്ലാക്ക്. ഗ്രീൻ ആൽഗെ മിക്കതും എവിടെ ഉണ്ടാവുക? ഓൺ ദ സർഫേസിലായിരിക്കും ഉണ്ടാവുക. ഗ്രീൻ ആൽഗെ മിക്ക ആൾക്കാരും സർഫേസിലായിരിക്കും ഉണ്ടാവുക. ബ്രൗൺ ആൽഗെ എന്നാൽ കുറച്ച് ഡെപ്തിലേക്കായിരിക്കും മോസ്റ്റ്ലി കാണാം. ബ്രൗൺ ആൽഗെ കാണുന്നുണ്ടോ? ബ്രൗൺ വരക്കുന്നത് കുറച്ച് വലുതാക്കി എടുക്കാം. ബ്രൗൺ ആൽഗെ. നെക്സ്റ്റ് റെഡ് ആൽഗെ. റെഡ് ആൽഗെ എന്താ വെച്ചാൽ ഓഷ്യൻ്റെ ബോട്ടമിലാണ് മെയിനായിട്ട് കാണുക. ഓക്കെ, ആൻഡ് ഓൾസോ സം ആർ ഫൗണ്ട് ഇൻ ദ സർഫേസ് ഓൾസോ. മനസ്സിലായോ? ഗ്രീൻ ആൽഗെ ഫൗണ്ട് ഇൻ ദ സർഫേസ്, ബ്രൗൺ ആൽഗെ ഒരു മിഡ്, റെഡ് ആൽഗെ വുഡ് ബി ദ ഡീപ്പസ്റ്റ് പാർട്ട്. ഓക്കെ, സോ റെഡ് ആൽഗെ ഓൾസോ ഫൗണ്ട് ഇൻ ദ സർഫേസ് ഓൾസോ. സോ ദിസ് ഇസ് ദ തിങ്. അതിലേക്ക് വരാം. സോ Rhodophyceae, they are found in the well-lighted regions close to surface of water and also at great depths in oceans where relatively less light penetrates. Okay, the red thalli of most of the red algae are multicellular. Some of them have complex body organization. The food is stored as
Floridian stars, which is similar to amylopectin and glycogen in structure. മനസ്സിലായോ? ഫ്ലോറീഡിയൻ സ്റ്റാർസ് നേരത്തെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് കേസിലും ബൈറനോട്സ് ആൻഡ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ് പറഞ്ഞു. സെക്കൻഡ് കേസ് നമ്മൾ മനിറ്റോൾ ആൻഡ് ലാമിനാറിൻ ആ രീതിയിലൊക്കെയാണ് എന്ന് പറഞ്ഞു. ഹിയർ ഇറ്റ് ഇസ് ഫ്ലോറീഡിയൻ സ്റ്റാർസ് which is similar to amylopectin and glycogen in nature. Amylopectin and glycogen, they are mainly found in what? In animal bodies. So it's morely close to the animal. അല്ലെങ്കിൽ ഒരു പ്രൊട്ടിസ്റ്റം ഫോമക്കിലേക്കാണ് most closely this red algae would be coming. Now, red algae usually reproduce like reproduction vegetatively by fragmentation. Same. Asexually by non-motile spores and sexually by non-motile gametes. മനസ്സിലായല്ലോ? അതായത് ബാക്കിയുള്ളിടത്തെല്ലാം ഇറ്റ് ബി മൊട്ടൈൽ സ്പോർസ് ആൻഡ് മൊട്ടൈൽ ഗാമറ്റ്സ്, ബട്ട് ഹിയർ ഇറ്റ് ഈസ് നോൺ മൊട്ടൈൽ സ്പോർസ് ആൻഡ് നോൺ മൊട്ടൈൽ ഗാമറ്റ്സ്. Sexual reproduction is oogamous and is accompanied by complex post-fertilization developments. Complex post-fertilization developments ഏറ്റവും അധികം ഉള്ളത് ആരിലാന്ന് ചോദിച്ചാൽ we should say it is in red algae. Red algae has the most complex post-fertilization development. അതായത് ഗാമറ്റ്സ് ഫോം ചെയ്ത് ഗാമറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്ത് ഒരു സൈഗോട്ട് ഉണ്ടായി. ഈ സൈഗോട്ടിന് പിന്നെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഒരുപാട് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ കോംപ്ലക്സ് ആയി വരുന്നത് ഏതിലാന്ന് ചോദിച്ചാൽ we should say it is in red algae. So the common members are Polysiphonia, Porphyra, Gracilaria and Gelidium and Gracilaria. നമ്മൾ നേരത്തെ പഠിച്ച സെയിം സാധനം Gelidium and Gracilaria എന്തുണ്ടാക്കിയിരുന്നു? അഗാർ ഉണ്ടാക്കിയിരുന്നു. സോ Polysiphonia, Porphyra, Gelidium and Gracilaria. These are the common members. So recap of the red algae. Members of Rhodophyceae are commonly called the red algae. And because of the predominance of our main pigment data, it is R-phycoerythrin. നമ്മുടെ എഴുതിയിട്ടുണ്ട് R-phycoerythrin. And they are mostly marine and mostly found in the warmer areas. Warmer areasലാണ് കൂടുതലായിട്ട് ഇതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂടുതലായി കാണുന്നത്. They occur both in well-lighted regions close to the surface of water and also at the great depths in oceans where relatively less light penetrates. മനസ്സിലായല്ലോ? അതായത് എന്താ ലൈക്ക് വാർമർ ഏരിയാസിലുണ്ട്, പിന്നെ ഈ മറൈൻ അല്ലെങ്കിൽ നമ്മൾ സീ വരച്ചു, സീയുടെ ഏറ്റവും മുകളിലായിരിക്കും എന്ത് സൺലൈറ്റ് കിട്ടുക. അവിടെ നല്ല ഒരു സീ ബ്ലൂ കളർ തന്നെ ഉണ്ടായിരിക്കും. ഏറ്റവും താഴേക്ക് വരുമ്പോൾ what happens, it is almost dark because no sunlight reaches there. അവിടെ പോലും എന്ത് സംഭവിക്കുന്നു? There are red algae growing in that areas too. അവർക്ക് സൺലൈറ്റിന് ആവശ്യമില്ല. That's why. So, and the red thalli of most red algae are multicellular. Most of them have complex body organization. The food is stored as Floridian stars, which is similar to amylopectin and glycogen in structure. The red algae usually reproduce vegetatively by fragmentation. They reproduce asexually by non-motile spores and sexually by non-motile gametes. മനസ്സിലായല്ലോ? ഗാമറ്റ്സും സ്പോർട്സും എല്ലാം ഉണ്ട്. ബാക്കിയുള്ള ഗ്രീൻ ആൽഗെ റെഡ് ആൽഗെ പോലെ തന്നെ സ്പോർട്സും ഗാമറ്റ്സും ഉണ്ട്. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ദേ ആർ non-motile in red algae. Next, they are accompanied by complex post-fertilization development. Common members are Arake, Polysiphonia, Porphyra, Gelidium and Gracilaria. Okay, all right. So that finishes our algae. In idu nokka, the divisions of algae box. This box is also very important. Chlorophyceae, Phaeophyceae, Rhodophyceae. കാണുന്നുണ്ടോ? I think you can see, right? ഇപ്പോൾ കാണാൻ പറ്റും. So, first one, chlorophyceae എന്താ? Common name, green algae, brown algae and red algae. So next one ഇതിൻ്റെ pigments. Pigments എന്താ? പറഞ്ഞോ. Pigments are chlorophyll A and B. Phaeophyceae ആകുമ്പോൾ chlorophyll A, C and fucosanthin. Rhodophyceae നോക്കൂ, chlorophyll A, D and phycoerythrin. A, B, A, C, A, D. ഓക്കെ, അതിൻ്റെ കൂടെ ഉണ്ട് ക്ലോറോഫിൽ എ ബി മാത്രമുള്ളൂ ഗ്രീൻ ആൽഗെ. ക്ലോറോഫിൽ എ സി പ്ലസ് സാന്തോഫിൽ ആൻഡ് കാരോട്ടിനോയിഡ്സ്, ഇത് നാലുമാണ് എന്ത് പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ബ്രൗൺ ആൽഗെ. നെക്സ്റ്റ് പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ റെഡ് ആൽഗെ. വാട്ട് ഇസ് ദാറ്റ് ഇസ് ക്ലോറോഫിൽ എ, chlorophyll D and phycoerythrin. Next, the stored food in the form of starch in Chlorophyceae, mannitol and laminarin in brown algae, Floridian stars in Rhodophyceae. Next, cell wall material എന്താ? ഇത് സെല്ലുലോസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ സെല്ലുലോസ് ആൻഡ് ആൽജിൻ, ഇവിടെ സെല്ലുലോസ് ഉണ്ട്, പെക്റ്റിൻ ഉണ്ട്, പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ്. ഇത് ആ പാരഗ്രാഫിനകത്ത് തന്നിട്ടില്ല, ബട്ട് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദിസ് ടാബുലാ കോളം. നെക്സ്റ്റ്, ഫ്ലജെല്ലാർ നമ്പർ ആൻഡ് പൊസിഷൻ 2 to 8 ഈക്വൽ എപ്പിക്കൽ. ഓക്കെ, സൂസ്പോർട്സിൻ്റെ എപ്പിക്കൽ പൊസിഷനിലായിരിക്കും 2 to 8 സൂസ്പോർട്സ് വരിക. ഓക്കെ, മോർ ലൈക്ക് ഒരു ബ്രഷ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. നെക്സ്റ്റ്, ഫയോഫേസ് പറയുമ്പോൾ 2 അൺഈക്വൽ ലാറ്ററൽ. നമ്മൾ പറഞ്ഞു
പിന്നെ ഇവിടെ റോഡോഫീസ് ആണെങ്കിൽ ആബ്സെൻറ്റ്. ഹാബിറ്റാറ്റ് ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ ആൻഡ് സോൾട്ട് വാട്ടർ. ബ്രാക്കിഷ് വാട്ടർ എന്ന് വെച്ചാൽ ലൈക്ക് ഇറ്റ് ഈസ് ജസ്റ്റ് ഫ്രഷ് വാട്ടർ എന്ന് അറിയാലോ, ലൈക്ക് നമ്മുടെ സാധാ പോൺസ് ഒക്കെ. സോൾട്ട് വാട്ടർ എന്ന് വെച്ചാൽ വാട്ട് ദ മറൈൻ വാട്ടർ. ഇനി സം റീജിയൻസ് ആർ ദർ വേർ ഫ്രഷ് വാട്ടർ ആൻഡ് ലൈക്ക് ദ റിവർ വാട്ടർ മീറ്റ് ഈച്ച് അതർ. നമ്മൾ പറയാറുണ്ട് ലൈക്ക് സപ്പോസ് എ റിവർ ലൈക്ക് പുഴകളെല്ലാം കടലിലേക്കാണ് എത്തുന്നത് അല്ലേ. സോ പുഴ വരുന്നു ഫ്രഷ് വാട്ടർ, മറൈൻ ആർ സോൾട്ട് വാട്ടർ. സോ ഇതിൻ്റെ ഇടയ്ക്കൊരു റീജിയൻ അല്ലേ ബ്രാക്കിഷ് വാട്ടർ, അതാണ് ബ്രാക്കിഷ് വാട്ടർ. ഓക്കെ, സോ ബ്രാക്കിഷ് വാട്ടറിലും എന്ത് വർക്ക് ചെയ്യുന്നത് ലൈക്ക് ദേ ആർ ഫൗണ്ട് ഇൻ ബ്രാക്കിഷ് വാട്ടർ ടു. സോ ഫ്രഷ് വാട്ടർ ഇൻ ഫയർഫൈസിയ ഫ്രഷ് വാട്ടർ ഇസ് റെയർ, മോസ്റ്റ്ലി മറൈൻ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സാൾട്ട് വാട്ടറാണ് മെയിൻ ആയിട്ടുണ്ടാവുക. പിന്നെ റോഡോഫൈസിയെ ഫ്രഷ് വാട്ടർ സം, സോൾട്ട് വാട്ടർ ദ മോസ്റ്റ്. ഈ ടാബിലൊക്കോളം അതുപോലെ തന്നെ പഠിക്കുക. ഓക്കെ, സോ ദാറ്റ് ഫിനിഷസ് ആർ ആൽഗെ സെക്ഷൻ ആൽഗെ. സോ നമ്മൾ കിങ്ഡം പ്ലാന്റിനെ കുറിച്ച് പറയുന്നു. കിങ്ഡം പ്ലാന്റയിൽ ഫസ്റ്റ് ക്ലാസ് ആയ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിവിഷനായ ആൽഗയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണ് എന്ത് ആര് ബ്രയോഫൈറ്റ്സ്. യോയിന് ഡൗട്ട്സ് ഉണ്ട് എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായെന്നല്ല, എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? Any doubts? Make it interactive, okay? Interactive ആയിക്കോളും. You make use of the chat box. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് ബോക്സ് നോക്കണ്ട ആരെന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ. ഓക്കെ, ഒന്നും സ്ഥിതിക്ക് നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ബ്രയോഫൈറ്റ്സ്. ഐ തിങ്ക് വി ഷുഡ് കുറച്ച് സ്പീഡപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടാവും. ഓക്കെ, നമുക്ക് കുറച്ചൊന്ന് സ്പീഡപ്പ് ചെയ്യാം എന്നാലേ തീരുള്ളൂ. ഓക്കെ, കാരണം ഇന്ന് ആനിമൽ കിങ്ഡം തുടങ്ങണം. സോ വി ക്യാൻ കണ്ടിന്യൂ. ഓൾറൈറ്റ്, സോ ബ്രയോഫൈറ്റ്സ് ഓക്കെ. ബ്രയോഫൈറ്റ്സ് എന്ന് വെച്ചാൽ ഇൻക്ലൂഡ്സ് വേരിയസ് മോസസ് ആൻഡ് ലിവർ വേർഡ്സ്. നമ്മൾ പറയും മോസസ് എന്ന് പറയാറുണ്ട്. മോസസ് എന്ന് വെച്ചാൽ ലൈക്ക് ലൈക്ക് വെരി പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ക്യാൻ ബി സീൻ ഇൻ അവർ സറൗണ്ടിങ്സ് ഓൾസോ. നമ്മുടെ സറൗണ്ടിങ്സിലെല്ലാം കാണാൻ പറ്റും മോസസ് എല്ലാം പറയുന്നത്. സോ ബ്രയോഫൈറ്റ്സ് ഇൻക്ലൂഡ് വേരിയസ് മോസസ് ആൻഡ് ലിവർ വേർഡ്സ് ദാറ്റ് ആർ ഫൗണ്ട് കോമൺലി ഗ്രോൺ ഇൻ മോയ്സ്റ്റ് ഷെയ്ഡി ഏരിയാസ് ഇൻ ദ ഹിൽസ്. സോ വേർ ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ദ മോയ്സ്റ്റ് ഷെയ്ഡി ഏരിയാസ് ഇൻ ദ ഹിൽസ്. എല്ലാം മാർക്ക് ചെയ്യുക, പഠിക്കുക. സോ ഈ ഫിഗർ നോക്കൂ. ഫസ്റ്റ് വൺ ബ്രയോമോട്സ്. Here, Markantia. Both of them are called Markantia. ഇതിനെപ്പറ്റി ഇപ്പോഴേ ഐഡിയ ഉണ്ടാക്കിയാൽ നമ്മൾ അടുത്ത് പറയുമ്പോൾ it would be much easy. Here it is Archegoniophore and Antheriophore. You should remember that Archegoniophore is the female part. Antheriophore is the male part. Male part. And gemma cups are seen in the where? In the Markantia. Both of them, gemma cups. And rhizoids. Roots alla, rhizoids. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഹോൾഡ് ഫാസ്റ്റ്. ഇവിടെ ഇറ്റ് ഇസ് rhizoid. That means root like structures. Something oid means like that structure. Okay. Thalloid, thallus like structure. Rhizoid, root like structure. Okay. So ഇതൊക്കെയാണ് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത കാര്യം എന്താ? ലൈക്ക് മോസസിൻ്റെ gametophyte and sporophyte ആണ്. Here gametophyte and sporophyte are found in the same plant. That too, gametophyte have the main axis rhizoid. Gametophyte is the predominant one and sporophyte is just the foot, seta and capsule. ഇവിടെ ഒരു ഫൂട്ട് ഉണ്ട് ഇതിൻ്റെ ബേസ് ആയിട്ട്. ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ ഇത് മാത്രമാണ് ഇത് സ്പോറോഫൈറ്റ് ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം ഗാമറ്റോഫൈറ്റ്. പേരിലുണ്ട് ഗാമറ്റോഫൈറ്റ് ഇറ്റ് പ്രൊഡ്യൂസസ് ഗാമേറ്റ്സ്. സ്പോറോഫൈറ്റ് ഇറ്റ് പ്രൊഡ്യൂസസ് സ്പോർ. ഓക്കെ, ദാറ്റ്സ് ദ തിങ്. ആൻഡ് ഹിയർ സ്ഫാഗ്നം മോസ്. സ്ഫാഗ്നത്തിൽ എന്തുണ്ട്? ദേ ഹാവ് ആർക്കിഗോണിയ ബ്രാഞ്ച്. ഹിയർ യു ക്യാൻ സീ റൈറ്റ്. ദിസ് ഇസ് ദ ആർക്കിഗോണിയ. ഞാൻ പറഞ്ഞുതരാം. This is the Archegonia branch and these are the antheridial branch. Hope you understand. Archegonial branch and antheridial branch. So ഇതൊക്കെയാണ് ഫിഗറിൽ എടുത്ത് കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത നമുക്ക് ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് പറയാം. Bryophytes are also called, very important thing, who are called the amphibians of plant kingdom.
amphibians or plankton are called bryophytes. കാരണം എന്താ, they can live in soil ജീവിക്കാം, but are dependent on water for sexual reproduction. ഓക്കെ, നമ്മൾ ആൽഗെ പറഞ്ഞു വെച്ചാൽ ആൽഗെ കംപ്ലീറ്റ്ലി വാട്ടറിലാണ് ഉണ്ടാവുക. ബട്ട് ഇൻ ബ്രയോഫൈറ്റ്സ് ദേ ക്യാൻ ലിവ് ഇൻ വാട്ടർ, ദേ ക്യാൻ ലിവ് ഇൻ സോയിൽ, ബട്ട് ദേ ഡിപ്പെൻഡ് ഓൺ വാട്ടർ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. That's why they usually occur in damp, humid and shaded localities. They play an important role in plant succession on bare rocks and soil. bare rocks എന്ന് വെച്ചാൽ ഒരു പാറക്കല്ലിൽ വെച്ചിട്ട് അതിന് കുറച്ച് ആദ്യം ഇറ്റ് വാസ് ജസ്റ്റ് എ ഡ്രൈ തിങ്. ആദ്യം കുറച്ച് മഴയൊക്കെ പെയ്ത് അതിനുശേഷം അതിൽ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ഏതായിരിക്കും? ഇറ്റ് വുഡ് ബി ബ്രയോഫൈറ്റ്സ് എന്നാണ് ഇവർ പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്ലാന്റ് സക്സഷൻ ഓൺ ബെയർ റോക്സ് ഓർ സോയിൽ. മനസ്സിലായല്ലോ? പ്ലാന്റ് സക്സഷൻ വരുന്നത് ഇതുകൊണ്ടാണ്. അതായത് ആദ്യമായി വരുന്ന പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ബ്രയോഫൈറ്റ്സ്. ദ പ്ലാന്റ് ബോഡി ഓഫ് ബ്രയോഫൈറ്റ്സ് ഇസ് മോർ ഡിഫറൻഷിയേറ്റഡ് ദാൻ ദാറ്റ് ഓഫ് ആൽഗെ, ഓബ്വിയസ്ലി. കാരണം ബ്രയോഫൈറ്റ്സ് ഇപ്പോൾ ഒരു ക്ലാസ് മുകളിലേക്ക് കയറി ആൽഗേക്കാൾ. ദ താലസ് is thallus like prostrate or erect and attached to the substratum by unicellular and multicellular rhizoid. Okay, and prostrate or erect എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫിഗർ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഓക്കെ, ഇവിടെ ഉണ്ടോ? പ്രോസ്ട്രേറ്റ് ക്ലോസ്ലി സപ്രസ് ടു ദ ഗ്രൗണ്ട്, ലൈക്ക് ഗ്രൗണ്ടിലോട്ട് ലൈക്ക് പറ്റി പിടിച്ച് തന്നെ ഏകദേശം ഉണ്ടാവുക. ഇറ്റ്സ് എ വെരി സ്മോൾ പ്ലാന്റ്, റൈറ്റ്? സോ വെരി സ്മോൾ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് വുഡ് ബി സച്ച് ലൈക്ക് സപ്രസ് ടു ദ ഗ്രൗണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ദ ബോഡി ഈസ് thallus like body ഉണ്ട്, prostrate and erect, and attached to substratum by unicellular or multicellular rhizoids. Rhizoids or root-like structure may be unicellular or multicellular, and they lack true roots, stem or leaves. True roots ഇല്ല, stem ഇല്ല, leaves ഇല്ല. അതുകൊണ്ടാണ് എല്ലാം root-like, leaf-like and stem structures ഉണ്ട്. So ഈ ഒരു sentence it is important. They lack true roots, stem or leaves. They may possess like root-like, leaf-like or stem-like structures. The main plant body of the bryophyte is haploid, അതായത് gametophyte ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞൊരു സംഭവം, അതായത് എന്താ എസ് ഡി ആൻഡ് ജി എസ്. എസ് ഡി എന്ന് വെച്ചാൽ സ്പോറോഫൈറ്റ് വുഡ് ബി ഡിപ്ലോയിഡ്, gametophyte would be haploid. Okay, CS and HG, haploid gametophyte, and DS, diploid sporophyte. ഇതാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കോഡാണ്. ഈ ഒരു കോഡ് ഒരിക്കലും തെറ്റാറില്ല. That means diploid sporophyte and haploid gametophyte. Alright, so here look at this. The main plant body of the bryophyte is haploid. നമ്മൾ കണ്ടു താഴെയുള്ള ഏതാ? gametophyte. gametophyte എപ്പോഴും haploid ആയിരിക്കും. HG, haploid gametophyte. It produces gametes, hence it is called a gametophyte. Sex organs in bryophytes are multicellular. Okay, sex organs are multicellular. Produces gametes and called gametophyte. Sex organs are multicellular. Male sex organ is called antheridium and they produce biflagellate antherozoid. Female sex organ is called archegonium, is flask shaped and produces a single egg. മനസ്സിലായല്ലോ? അതായത് here antheridium. ഓക്കെ, ആന്തറിഡിയത്തിനകത്ത് എന്തുണ്ടാവും? കുറച്ച് സ്പോർട്സ് ഉണ്ടാവും. ഈ സ്പോർട്സിൻ്റെ പേരാണിത് ആന്ത്രോസോയിഡ്സ്. നെക്സ്റ്റ് ആർക്കിഗോണിയം. ആർക്കിഗോണിയം ഫ്ലാസ്ക് ഷേപ്പ് ആയിരിക്കും, ഫ്ലാസ്ക് ഷേപ്പ്. ഇവിടെ ശരിക്കും ഇങ്ങനെ ആവില്ല, ലൈക്ക് ഇങ്ങനെ വന്നിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ആർക്കിഗോണിയം ഫ്ലാസ്ക് ഷേപ്ഡ്. ഇതിനകത്തൊരു സിംഗിൾ എഗ് ഉണ്ടാവും, സിംഗിൾ എഗ്. ആന്ത്രോസോയിഡ്സ് ആർ റിലീസ്ഡ് ഇൻ ടു വാട്ടർ. സോ ഇത് റിപ്രഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മഴയൊക്കെ പെയ്യുമ്പോൾ, ഓക്കെ, ഇത് നിൽക്കുന്നത് എവിടെയാണ്? ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ സോയിലാണ് ഇത് രണ്ടും ഉള്ളത്. മഴയൊക്കെ പെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? വാട്ടർ ഇങ്ങനെ കെട്ടി നിൽക്കുന്നു. ഓക്കെ, മതിലൊക്കെ ആയാലും എല്ലായിടത്തും വാട്ടർ ഇങ്ങനെ കെട്ടി നിൽക്കുന്നു. സോ വാട്ട് ഹാപ്പൻസ്? ദീസ് ആന്ത്രോസോയിഡ്സ് ആർ റിലീസ്ഡ്. ഓക്കെ, റിലീസ് ചെയ്യും. ഇതിന് ഫ്ലജല്ല ഉണ്ട്. ഓക്കെ, ഫ്ലജല്ലേറ്റഡ് ആണ്. ഫ്ലജല്ലേറ്റ് ഇത് ദേ വുഡ് സ്വിം ഇൻ ടു ദ ത്രൂ ദ വാട്ടറിൽ സ്വിം ചെയ്ത് ദേ റീച്ച് ടു ദ into the archegonia. ആർക്കിഗോണിയത്തിൽ സിംഗിൾ എഗ് ആയിട്ട് ഫ്യൂസ് ചെയ്ത് they would form what? They form a zygote ഉണ്ടായി. ഓക്കെ, ഈ സൈഗോട്ട് എന്ന് സംഭവിക്കുന്നു? സൈഗോട്ട് ഇറ്റ് ഡെവലപ്സ്. ഓക്കെ, ഒരു പ്ലാന്റായി ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് വാട്ട്? ഇതെല്ലാം ഹാപ്ലോയിഡ് ആയിരുന്നു. ദിസ് വാസ് ഹാപ്ലോയിഡ്. ഹാപ്ലോയിഡിനെ റെപ്രസെൻറ്റ് നമ്മൾ N എന്ന് പറയും. ആൻഡ് ദിസ് ഇസ് ഡിപ്ലോയിഡ് ടു N. ഓക്കെ, ആൻഡ് ഇതിങ്ങനെ വന്നിട്ട് എന്ത് പറ്റുന്നു? ഇതിന് പാർട്സ് ഉണ്ട്. ഫൂട്ട്, സീറ്റ, ഇവിടെ ഇങ്ങനെ ബൺ കാണുന്നുണ്ടോ? ഐ ഗെസ് യു ക്യാൻ സീ റൈറ്റ്. ഇങ്ങനെ സാധനം ഉണ്ടാവും. ദിസ് ഇസ് കോൾഡ് ദ ക്യാപ്സ്യൂൾ. ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. യെസ്, ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. സോ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഇവിടെ പറയുന്നുണ്ട് an anthrozoid fuses with the egg to produce the zygote ഉണ്ടായി. Zygote do not undergo reduction division immediately. They produce a multicellular body called sporophyte.
So this is what we call a sporophyte. Sporophyte and sporophyte. The sporophyte is not free living but attached to the photosynthetic gametophyte and derives nourishment from it. So ഈ sporophyte എന്ത് സംഭവിക്കുന്നു? It would not split off from the gametophyte. It would stay upon the gametophyte. But upon what cost? ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ they would photosynthetic gametophyte and derive nourishment from it. Gametophyte ആണ് ഇവിടെ റൂട്ട്സ് ഉള്ളത്. സ്പോറോഫൈറ്റിന് റൂട്ട്സ് ഒന്നുമില്ല. സോ എന്ത് പറ്റുന്നു? ഗാമെറ്റോഫൈറ്റ് അലിച്ചെടുക്കുന്ന ഫുഡ് അതുപോലെ മേലേക്കെടുത്താൽ മാത്രമേ സ്പോറോഫൈറ്റിന് എന്ത് കിട്ടുള്ളൂ? ഫുഡ് കിട്ടുന്നുള്ളൂ. സോ sporophyte depends on gametophyte for nourishment. So that's the concept being said there. Some cells of the sporophyte undergo reduction division to produce haploid spores. These spores germinate to produce gametophyte. ഈ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, ഈ ക്യാപ്സ്യൂളിനകത്ത് എന്ത് സംഭവിക്കുന്നു? സൈഗോട്ടിക് മിയോസിസ് സംഭവിക്കുന്നു. സൈഗോട്ടിക് മിയോസിസ് സംഭവിച്ചിട്ട് what happens? It produces haploid spores. Okay, meiosis സംഭവിച്ചിട്ട് it produces spores. These are haploid n. ഈ സ്പോർസ് എന്ത് ചെയ്യുന്നു? മറ്റ് സ്ഥലത്ത് ഇവിടെ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇതിൽ നിന്നും അടുത്തൊരു ഗാമെറ്റോഫൈറ്റ് വിച്ച് വുഡ് ബി ഹാപ്ലോയിഡ് ഇൻ സ്ട്രക്ചർ അടുത്ത ഒരു പ്ലാന്റ് ബോഡി ഉണ്ടാകുന്നു. സോ ദിസ് ഇസ് ഹൗ ദ ഗോസ്. ദിസ് ഇസ് ഹൗ ദ സൈക്കിൾ ഗോസ്. മനസ്സിലായല്ലോ? ഗാമെറ്റോഫൈറ്റ് ഉണ്ടായി, 2 ഗാമെറ്റോഫൈറ്റിൽ നിന്നും എന്ത് വെച്ചു? സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഗാമെറ്റ്സ് വരുന്നു. ഇതിൽ ആർക്കിഗോണത്തിലെത്തുന്നു, സിംഗിൾ എഗ്ഗായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ടിൽ നിന്നും എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ഗ്രോസ് അപ്പ് ആസ് എ മൾട്ടി സെല്ലുലാർ ബോഡി and it is diploid in structure. Okay, diploid in structure, it forms food, seta and capsule. Capsule അകത്ത് എന്തുണ്ട്? സ്പോർസ് ഉണ്ട്. ഓക്കെ, സ്പോർസ് പ്രൊഡ്യൂസ് ബൈ ഫോം ഓഫ് ഇൻ ദ ഫോം ഓഫ് മിയോസിസ് സംഭവിച്ചതിന് ശേഷമാണ് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവുക. ഈ ഹാപ്ലോയിഡ് സ്പോർസിൽ നിന്ന് ഈ സ്പോർസ് ഡെവലപ്പ് ചെയ്ത് പുറത്തോട്ട് വിടുന്നു. ഈ സ്പോർസ് വന്ന് ഏതെങ്കിലും വെറ്റ് ആൻഡ് ഡാം ഏരിയാസിൽ വന്ന് എത്തുന്നു. ആൻഡ് ഫ്രം ദെയർ വാട്ട് ഹാപ്പൻസ്? അവിടെ നിന്നും ഇറ്റ് പ്രൊഡ്യൂസസ് ദ ന്യൂ ഗാമെറ്റോഫൈറ്റ്. ഹിയർ ന്യൂ ഗാമെറ്റോഫൈറ്റ് യു ക്യാൻ സീ, റൈറ്റ്? എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ ലൈഫ് സൈക്കിൾ എന്ന് വെച്ചാൽ. സോ ദിസ് ഇസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ബ്രയോഫൈറ്റ്സ്. ഇനി എന്താണെന്ന് വെച്ചാൽ സംവാട്ട് ബ്രയോഫൈറ്റ്സ് ഇൻ ജനറൽ ആർ ഓഫ് ലിറ്റിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് ബട്ട് സം മോസസ് പ്രൊവൈഡ് ഫുഡ് ഫോർ ഹെർബേഷ്യസ് മാമൽസ്, ബേർഡ്സ് ആൻഡ് അതർ ആനിമൽസ്. സം മോസസ് റെയിൻഡിയേഴ്സ് ഒക്കെ അറിയാമല്ലേ? റെയിൻഡിയർ, നമ്മൾ ഈ ആർട്ടിക്കിളൊക്കെ ഉണ്ടാവുന്ന റെയിൻഡിയേഴ്സിനെല്ലാം ഫുഡ് കൊടുക്കുന്നത് ആരാ? the mosses are the primary food for them. Mosses provide food for herbaceous mammals, birds and other animals. Mosses. Now species of sphagnum, peat moss. നമ്മൾ നേരത്തെ ഒരു ഫിഗർ കണ്ടു സാധനം sphagnum. Is it black there? Black കാണുന്നത്. Okay, sphagnum. A moss provide peat that have been long used as a fuel and as a packing material for ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ലിവിങ് മെറ്റീരിയൽ. ലിവിങ് മെറ്റീരിയലിനെ നമ്മൾ ഷിപ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് വേറെ ഏതോ അന്യ നാട്ടിലേക്ക് കൊണ്ടു കൊടുക്കണം. സോ അതിനെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അതിനെ വാട്ടറിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടുപോകണം. വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഉള്ള ആളാരാ? ഇറ്റ് ഇസ് സ്ഫാഗ്നം. ഓക്കെ, സ്ഫാഗ്നം മോസസ് ഹാവ് ദ എബിലിറ്റി ടു ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ലിവിങ് മെറ്റീരിയൽ. അതുപോലെ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഉണങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ് ആസ് എ ഫ്യൂവൽ, കത്തിക്കാം. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഓൾസോ. ആൻഡ് പാക്കിംഗ് മെറ്റീരിയൽ ഫോർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ലിവിങ് മെറ്റീരിയൽ ബിക്കോസ് ഓഫ് ഹോൾഡിംഗ് കപ്പാസിറ്റി ഹോൾഡ് വാട്ടർ. Mosses along with lichens are the first organisms to colonize rocks and hence of great ecological importance. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് റോക്സ്, അതിൽ അവിടെ ഫസ്റ്റ് ഒരു വെജിറ്റേഷൻ വരികയാണെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും വരിക? ഇറ്റ് മൈ ബി ലൈക്കൻസ് ഓർ ഇറ്റ് മേ ബി മോസസ്. ഓക്കെ, ഓർ ബ്രയോഫൈറ്റ്സ് ആയിരിക്കും അവിടെ ഫേസ്റ്റ് വരുന്ന പ്ലാന്റ്സ് എന്ന് വെച്ചാൽ. And they decompose rocks, making the substrate suitable for the growth of higher plants. Since mosses form dense mats on the soil, they reduce the impact of falling rain and prevent soil erosion. Okay, mosses actually they form dense mat on the soil. നമുക്കറിയാം, it would spread a long way. നീളത്തിൽ it would be spreading. സ്പ്രെഡ് ചെയ്ത് കിടക്കുമ്പോൾ അതിൽ എന്ത് ചെയ്യുന്നു? വാട്ടർ വരുമ്പോൾ അതിൻ്റെ കൂടെ സോയിൽ ഇറങ്ങി വരുന്നു. ഇതാണ് സോയിൽ ഇറോഷൻ എന്ന് വെച്ചാൽ. ബട്ട് ഇത് ഇങ്ങനെ സ്ട്രോങ് പിടിച്ചു വെക്കുന്നു ബിക്കോസ് ഓഫ് ഇറ്റ്സ് റൂട്ട്സ് ആൻഡ് ഓൾസോ ഇറ്റ്സ് ടൈനി പ്ലാന്റ്സ്, റൈറ്റ്? ഈ ടൈനി പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇതിനെ പിടിച്ചു വെക്കുന്നു. സോ ദാറ്റ് ഇൻ ദാറ്റ് കേസ് ഇറ്റ് വുഡ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. അതാണ് ഇതിൻ്റെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് രണ്ടെണ്ണം പറയാം. ഒന്ന് റോക്കിന്മേൽ ഫസ്റ്റ്, upon a rock, these are the first vegetation along with lichens to colonize upon rocks and produce a vegetation there. രണ്ടാമത് it prevents soil erosion by forming dense mat over hilly areas. And they reduce the impact of falling rain and prevent soil erosion. Bryophytes are divided into liverworts and mosses. ഇത് നമ്മൾ ബ്രയോഫൈറ്റ്സിനെ പറ്റി പറഞ്ഞു. ഇതിലാണ് ലിവർവേർട്സ് ആൻഡ് മോസസിനെ പറ്റി പറഞ്ഞത്.
മോസസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ, അതും കുറച്ച് എക്സ്ട്രാ പറയുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ബ്രയോഫൈസിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ സൈക്കിൾ പറഞ്ഞല്ലോ. ദീസ് ആർ ദ സെയിം ഫോർ ബോത്ത് ലിവർ വേർഡ്സ് ആൻഡ് മോസസ്. ഓക്കെ, any doubts? Then we'll start with liver words. So liverworts. Liverworts grow usually in moist, shady habitats such as banks of streams, marshy ground, damp soils, bark of trees and deep in the woods. ഇത് മാക്സിമം ഇങ്ങനെ തന്നെ പഠിക്കാൻ നോക്കുക. ഓക്കെ, ബാങ്ക്സ് ഓഫ് സ്ട്രീംസ്, മാർഷി ഗ്രൗണ്ട്, ഡാംപ് സോയിൽ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ഡീപ്പ് ഇൻ ദ വുഡ്സ്. ദ പ്ലാന്റ് ബോഡി ഓഫ് ലിവർവേർഡ് ഇസ് താലോയിഡ്. ഹിയർ പ്ലാന്റ് ബോഡി ഈസ് താലോയിഡ്. എക്സാമ്പിൾ മർക്കാൻഷ്യ, നമ്മൾ നേരത്തെ പറഞ്ഞ മർക്കാൻഷ്യ ഉണ്ടല്ലോ, മർക്കാൻഷ്യ ഇസ് എ ലിവർവുഡ്. സോ അതിൻ്റെ സ്ട്രക്ചർ വെച്ച് നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് വി ക്യാൻ കമ്പയർ ബോത്ത് ഓഫ് ഈച്ച് അതർ. ദ താലസ് ഇസ് ഡോർസി വെൻട്രൽ ആൻഡ് ക്ലോസ്ലി അപ്രസ് ടു ദ സബ്സ്ട്രേറ്റ്. ഹിയർ ഡോർസി വെൻട്രൽ എന്ന് വെച്ചാൽ നമ്മുടെ കൈ, നമ്മുടെ പാം. ഓക്കെ, ഈ പാമിനൊരു ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഒന്നുകൂടി പറയാം. ഓക്കെ, ഓൾ റൈറ്റ്, യാ ഐ വിൽ സേ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് അധികമല്ല, എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഓക്കെ, ലൈക്ക് ഹിയർ economic importance അല്ല, ecological importance. Ecological importance we can say it as two of them. Ecological importance like okay, it is first one ecological importance. Then നമ്മൾ റോക്സ് ഉണ്ടല്ലോ, റോക്സ് എന്ന് വെച്ചാൽ ഇറ്റ് വുഡ് ബി എ ബെയർ ഏരിയ. ഒരു റോക്കുമേ ഒറ്റയടിക്ക് ഒരു പ്ലാന്റും സർവേ ചെയ്യില്ല, ഗ്രോ ചെയ്യില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റോക്ക്, ആ റോക്കിലേക്ക് വെള്ളം വീഴുന്നു, മഴക്കാലത്ത് വെള്ളം വീഴുന്നു. ഇതിലേക്ക് എന്ത് പറ്റുന്നു, നമ്മുടെ ഈ ആൽഗയുടെ അല്ലെങ്കിൽ ലൈക്കൻ അല്ലെങ്കിൽ ഈ ബ്രയോഫൈറ്റ്സിൻ്റെ സ്പോർ വല്ലതും എന്ത് ചെയ്യുന്നു, അറിയാതെ ലൈക്ക് സപ്പോസ് അതർ വേ എങ്ങനെയൊക്കെയോ ഈ റോക്കിന് മേൽ പതിഞ്ഞു വീഴുന്നു. ഓക്കെ, എത്തി. റോക്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്, സോയിലുണ്ട് അല്ലേ. റോക്ക് എന്ന് വെച്ചാൽ ബേസിക്കലി സോയിലുണ്ട്, അവിടെ വാട്ടർ ഉണ്ട്, അഡിക്വേറ്റ് സൺലൈറ്റ് ഉണ്ട്, എല്ലാ ഫേവറബിൾ കണ്ടീഷൻസും ഉണ്ട്. ബട്ട് ഇവിടെ അതുവരെ ഒരു സ്പോർ സാധനം ഒന്നും വന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത്. സോ എന്ത് പറ്റുന്നു, ഫസ്റ്റ് ബ്രയോഫൈറ്റ് വരുന്നു, സ്പോർ വരുന്നു. വെരി മൈൽഡ് കണ്ടീഷൻസ് ആർ ഇനഫ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ബ്രയോഫൈറ്റ്സ് വന്നില്ലേ, അവിടെ അതിന് വലിയ അത്യധികം ന്യൂട്രിയൻസ് ഒന്നും ആവശ്യമില്ല ബ്രയോഫൈറ്റ്സിന്. സോ അത് അവിടെ എന്ത് ചെയ്യുന്നു, വളരുന്നു. ഇറ്റ് പ്രൊഡ്യൂസസ് ഗാമെറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്പോറോഫൈറ്റിൽ നിന്നും വീണ്ടും എന്ത് ചെയ്യുന്നു, സ്പോർസ് റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഗാമേറ്റ്സ്, എന്നിട്ട് വീണ്ടും ഗാമെറ്റോഫൈറ്റ്സ് ഉണ്ടാകുന്നു. അങ്ങനെ ആ റോക്കിനെ മുഴുവൻ അത് കവർ ചെയ്യുന്നു വെജിറ്റേഷൻ വെച്ചിട്ട്. ഇനി ഇവിടേക്ക് സപ്പോസ് അഥവാ ഒരു ടെർഡോഫൈറ്റിൻ്റെ സ്പോർ വന്ന് വീണ് വെച്ചു, ടെർഡോഫൈറ്റിന് കുറച്ച് ന്യൂട്രീഷൻ ആവശ്യമുണ്ട്. ബട്ട് അവിടെ ഓൾറെഡി ആരുണ്ട്, അവിടെ ബ്രയോഫൈറ്റ്സ് ഉണ്ട്. ബ്രയോഫൈറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ദേ പ്രൊഡ്യൂസ് സം ന്യൂട്രിയൻസ് ദെയർ. സോ ടെർഡോഫൈറ്റ്സ് ക്യാൻ ഈസിലി ഗ്രോ അപ്പോൺ ദിസ് റോക്ക്. ടെർഡോഫൈറ്റ്സ് ഗ്രോ ചെയ്താൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ജിംനോസ്പെർമിനെ അല്ലെങ്കിൽ ആൻജിയോസ്പെർമിനെ ഏതിന് വേണമെങ്കിലും ഗ്രോ ചെയ്യിക്കാം. ബിക്കോസ് അതിൻ്റെ വല്ല സ്ട്രക്ചർ, അതിൻ്റെ വല്ല സീഡ് എന്തെങ്കിലും വന്നാൽ ഇറ്റ് ക്യാൻ സർവൈവ് ഇൻ ദാറ്റ് കണ്ടീഷൻ. ബിക്കോസ് ദർ ആർ ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെർഡോഫൈറ്റ്സ് ഓൾറെഡി ദർ. വെജിറ്റേഷൻസ് ഉണ്ട്. വെജിറ്റേഷൻസ് ഉള്ളൊരു ഏരിയയിലേക്ക് ഇങ്ങനത്തെ സീഡ്സ് എല്ലാം വന്നാൽ ദേ ക്യാൻ ഫ്ലറിഷ് മോർ പ്രൊഫ്യൂസ് മാനർ ഫ്ലറിഷ് ചെയ്യാം. അവിടേക്ക് ഫസ്റ്റ് ബ്രയോഫൈറ്റ്സ് വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു റോക്കാണ്, റോക്കിലേക്ക് ഒരു സീഡ് വന്ന് വീണിട്ട് ഒരു കാര്യമില്ല. ബട്ട് ആദ്യമായിട്ട് ബ്രയോഫൈറ്റ്സ് വന്ന് ആദ്യം ഒരു ബേസ് സെറ്റാക്കി. നമ്മളൊരു ഇപ്പോൾ ലൈക്ക് ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളല്ല സാധാരണ മേക്കപ്പ് ഇടാറില്ലേ, മേക്കപ്പ് ഇടുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഒരു ബേസ് ലെയർ വെക്കുന്നു, എന്നിട്ട് ലൈക്ക് ഫൗണ്ടേഷൻ, പിന്നെ പ്രൈമർ, അങ്ങനെ ഒരു ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടല്ലേ പോകാറുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ബ്രയോഫൈറ്റ്സ് വന്ന് അവിടെ റോക്കിൻ്റെ ഏരിയ മൊത്തം അടിപൊളിയാക്കി വെക്കുന്നു. നെക്സ്റ്റ് അവിടെ എന്ത് വരുന്നു, അവിടെ ടെർഡോഫൈറ്റ്സിൻ്റെ സ്പോർട്സ് വരുന്നു. അവിടെ കുറച്ചുകൂടി ലൈക്ക് ന്യൂട്രിയൻ റീസൈക്ലിംഗ് നടക്കുന്നു. അങ്ങനെ കുറച്ചുകൂടി ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം ഇത് രണ്ടും കൂടി വരുന്നു. ഓക്കെ, ഇത് രണ്ടും കൂടി വന്നിട്ട് അവിടെ നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ ഇറ്റ് ബിക്കംസ് അത് എന്നിട്ട് സ്പ്രെഡായി വരുന്നു. ഇറ്റ് വുഡ് ക്രിയേറ്റ് എ സ്മോൾ ഒരു ബുഷ് അല്ലെങ്കിൽ ഫോറസ്റ്റ് പോലെ ഫോം ചെയ്യുന്നു. ഓക്കെ, എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒരു കുഞ്ഞ് ബ്രയോഫൈറ്റിൽ നിന്നാണ്. സോ അതാണ് ഫസ്റ്റ് എക്കോളജിക്കൽ ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് വൺ ഇസ് ദാറ്റ് നമുക്കറിയാം ഒരു ഹില്ലി ഏരിയ. ഓക്കെ, സപ്പോസ് ഒരു 3 ഡിവിഷൻ ഇതൊരു ഹില്ലി ഏരിയ. ഇവിടെ മഴ പെയ്ത് എന്ത് സംഭവിക്കുന്നു, വെള്ളം താഴേക്ക് ഫ്ലോ ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ ആര് വരുന്നു, ടോപ്പ് സോയിൽ. നമുക്കറിയാം ടോപ്പ് സോയിൽ ഇസ് ദ മോസ്റ്റ് ഫെർട്ടൈൽ സോയിൽ. ടോപ്പ് സോയിൽ കൂടെ താഴേക്ക് അടിഞ്ഞിറങ്ങും. ദിസ് ഇസ് വാട്ട് വി കോൾ ദ സോയിൽ ഇറോഷൻ. ഓക്കെ, സോയിൽ ഇറോഷൻ, ടോപ്പ് ഫെർട്ടൈൽ സോയിൽ താഴേക്ക് അടിച്ചു വീശുന്നു. ഇതാണ് സോയിൽ ഇറോഷൻ. ബട്ട് സപ്പോസ് ഇവിടെ ഒരു മോസ് ഡെവലപ്പ് ചെയ്യും, മോസ് വളർന്നു. മോസ് ടോപ്പ് സോയിൽ ആയതുകൊണ്ട് നല്ല അടിപൊളി വളരും. ടോപ്പ് സോയിൽ വളർന്നുകൊണ്ട് മോസ് ഇവിടെ എല്ലാം വളർന്നു. പിന്നെ മഴ പെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, സോയിൽ ഇളകി വരുമോ, ഇല്ല. ദ സോയിൽ ഇസ് ജസ്റ്റ്
ഹോൾഡ് ഇറ്റ് ടൈറ്റ്ലി ബൈ ദ മോസസ്. മോസ അതിന് പിടിച്ചു വെക്കുന്നുണ്ട്, അത് പിന്നെ അനങ്ങില്ല. സോ ദാറ്റ്സ് ദ സെക്കൻഡ് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. സോ ദീസ് ആർ ദ ടു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. ഐ ഹോപ്പ് യു ക്ലിയർ. ജഹാൽ, വ്യൂവേഴ്സ് കൂടിയല്ലോ. ലൈക്ക് പുതിയ വരുന്ന ആൾക്കാർ ജസ്റ്റ് ഒരു നെയിം ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമോ? പുതിയ ആൾക്കാർ പോയി തന്നു. ഓക്കെ, ഓൾറൈറ്റ്. ദെൻ ലിവർ വേർഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലിവർ വേർഡ്സിനെ വെച്ചിട്ടാണ്. സോ ലിവർ വേർഡ്സ് മർക്കാൻഷിയെ പറ്റി പറഞ്ഞു. ദ ലിവർ വേർഡ്സിൻ്റെ സ്ട്രക്ചർ, ദ താലസിസ് ഡോർസി വെൻട്രൽ ആൻഡ് ക്ലോസ്ലി അപ്രസ് ടു ദ സബ്സ്ട്രേറ്റ്. ഈ ഫിഗർ നോക്കൂ. ഈ ഫിഗർ നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്കൊരു പാമ്പ് പോലെ എടുക്കാൻ പറ്റില്ലേ? ഒരു ഇത് ദിസ് ഇസ് ദ ഡോർസൽ സർഫേസ്, ഇസ് ദ വെൻട്രൽ സർഫേസ്. രണ്ട് സർഫേസേ നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് എ പേപ്പർ, ലൈക്ക് ദ ഹിയർ ഇസ് എസ് ഡി കാർഡ്. ഇവിടെ ഡോർസൽ സർഫേസ്, വെൻട്രൽ സർഫേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഇത് കണ്ടിട്ട്, ഈ ലിവർ വേർഡ് നമുക്ക് കണ്ടിട്ട് അതുപോലെ പറയാൻ പറ്റും, മർക്കേൻഷ്യ. സോ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലൈക്ക് ടോപ്പസ് ലെയർ ഇസ് ദ what? ടോപ്പസ് ലെയർ ഇസ് ദ ഡോർസൽ സർഫേസ്, താഴെയുള്ളത് വെൻട്രൽ സർഫേസ്. സോ ഡോർസി വെൻട്രൽ സർഫേസ് വി ക്യാൻ ഈസിലി മാർക്ക് ഔട്ട് ദ ഡോർസി വെൻട്രൽ സർഫേസ് ഓഫ് ദ മർക്കേൻഷ്യ. ഓക്കെ, ലിവർ വേർഡ്. Next one is that താലസിസ് ഡോർസി വെൻട്രൽ ആൻഡ് ക്ലോസ്ലി അപ്രസ് ടു ദ സബ്സ്ട്രേറ്റ്. നമുക്കറിയാം സബ്സ്ട്രേറ്റ് എന്ന് വെച്ചാൽ താഴെയുള്ള ഗ്രൗണ്ടിലേക്ക് നല്ല പതിഞ്ഞായിരിക്കും. ഇറ്റ് വുഡ് ബി സോ ഇൻകോൺസ്പീക്കസ്. നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ ചിലപ്പോൾ കാണില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് വാട്ട്, അതെന്താ ലൈക്ക് എന്തോ ചത്തയാലോ അങ്ങനെ എന്തോ തോന്നും. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് എ ഡെഡ് ലീഫ് ഓർ സംതിങ്. വി ക്യാൻ ജസ്റ്റ് ഫീൽ ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് സോ ക്ലോസ്ലി അപ്രസ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ഇറ്റ് ഹാസ് എ ഡോർസി വെൻട്രൽ സർഫേസ് ടു. സോ ദാറ്റ്സ് വാട്ട് വി കോൾ ദ liver moat. So, and the leafy members have tiny leafy like appendages with 2 rows on the stem like structures. Okay, tiny leaf like structures ഉണ്ട്. ഇതാ ഇവിടെ നോക്കൂ, here leaf like structures ഉണ്ട്, and there would be in like 2 rows of സാധനം ഉണ്ടാവും. 2 റോസിനകത്തും ലൈക്ക് സ്പൈറലി അറേഞ്ച് ചെയ്തിട്ട് ലീവ്സ് ഉണ്ടാവും, ടൈനി ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതിലേക്ക് ഇത് കൊടുത്തിട്ടില്ല, ആക്ച്വലി ഇങ്ങനെ സംഭവം ഉണ്ടാവും, ഇങ്ങനെ. Okay, ഫിഗറിന് കൊടുത്തിട്ടില്ല, ബട്ട് ദിസ് ഇസ് ദ മെയിൻ സ്ട്രക്ചർ. ടൈനി ലീഫ് ലൈക്ക് സ്ട്രക്ചർ വുഡ് ബി പ്രസൻറ്റ്, ബോഡി വുഡ് ബി പ്രസൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ റീപ്രൊഡക്ഷൻ പറ്റി പറയുകയാണ്. ഇവിടെ നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വല്ലാണ്ട് സ്ട്രെസ് ഔട്ട് ചെയ്യുന്നില്ല, ബട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ലിവർ വേർഡ്സ് ടേക്സ് പ്ലേസ് ബൈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ തന്നെ, ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് താലൈ ഓർ ദ ഫോർമേഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് കോൾഡ് ജെമ്മ. Gemma cups are the specialized asexual reproductive structures present in the liver words. Gemma are green, multicellular asexual buds which develop in small receptacles called gemma cups located on the thalli. So asexual reproduction ഒന്ന് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ, വെജിറ്റേറ്റീവ് തന്നെ ഫ്രാഗ്മെൻറ്റേഷൻ. നെക്സ്റ്റ് വൺ ബൈ ഫോർമേഷൻ ഓഫ് ജെമ്മ ഓർ ഗെമ്മ, ഏത് വേണമെങ്കിലും പറയാം. ഗെമ്മ എന്താ? ദേ ആർ ഗ്രീൻ മൾട്ടിസെല്ലുലാർ അസെക്ഷൽ ബഡ്സ്. ദേ ആർ അസെക്ഷൽ ബഡ്സ് ഫൗണ്ട് ഇൻ ഗെമ്മ കപ്സ്. Gemma or gemma cups. The gemma become detached from the parent body and germinate to new individuals. നമുക്കറിയാം, എന്താ ഇവിടെ ഫിഗർ നോക്കൂ. ഈ ഗെമ്മ ഉണ്ടല്ലോ, ഈ ഗെമ്മ ഇതുപോലെ ഫ്രാഗ്മെൻറ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്നു, എന്നിട്ട് അത് വീണ്ടും ഒരു അടുത്ത ഇൻഡിവിജ്വലായി ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് അസെക്ഷൽ ബഡ്ഡിംഗ്. അസെക്ഷൽ. And so during sexual reproduction, male and female sex organs are produced either on the same or different thalli. Male and female sex organ produced on this either on the same or different thalli. The sporophyte is differentiated into food, seta and capsule. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദാ ഇവിടെ ഹിയർ ഫുഡ്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ ഇതുപോലെ ഡിഫറൻഷിയേറ്റ് ഉണ്ടാവും സ്പോറോഫൈറ്റും. After meiosis, spores are produced within the capsule. These spores germinate to form free living gametophyte. Okay, do you understand? ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈക്ക് യു ക്യാൻ സി ടു ഡിഫറെൻറ്റ്, ദേ ആർ ലൈക്ക് ഡൈസോയിക്, അല്ലെങ്കിൽ ലൈക്ക് രണ്ടെണ്ണം ഉണ്ട്, അതായത് മെയിൽസിന് വേറെ ഫീമെയിൽസിന് വേറെ. മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആർ സംടൈംസ് ഫൗണ്ട് ഇൻ ദ സെയിം ബോഡി, ബട്ട് ഇൻ മെജോറിറ്റി ഓഫ് കേസസ് നോട്ട് ഫൗണ്ട് ഇൻ ദ സെയിം ബോഡി. സോ ഇവിടെ കാണാം ആർക്കിഗോണിയ ഫോർ ഫീമെയിൽ, ആന്ത്രഡി ഫോർ മെയിൽ, ജെമ്മ കപ്പ്, and this is the leafy structure. Spiraling leafy structure will be there, and these are the rhizoids. Okay, do you understand? So these are the Mercantia. ഇതാണ് liver words എന്ന് പറയുന്നത്. liver words ന്റെ example ആണ് what? Mercantia. Okay, Mercantia is the example of liver word. Now next one. അടുത്ത് പറഞ്ഞു വെച്ചാൽ the typical example mosses.
Mosses are the predominant stage of life cycle of moss is the gametophyte. ഞാൻ നേരത്തെ പറഞ്ഞു gametophyte ആണ് താഴെ ഉണ്ടാവുക. ഈ gametophyte is independent. Sporophyte is dependent on the gametophyte for nutrition and support. Okay, അത് ഞാൻ പറഞ്ഞു. ഈ gametophyte it consists of two stages. First stage is protonema stage and leafy stage. Protonema stage എന്ന് വെച്ചാൽ ഓക്കെ നമുക്ക് ഇവിടെ ഫിഗറായി പറയാം. രണ്ട് സ്റ്റേജ് ഉണ്ട് ലൈഫ് സൈക്കിൾ. പ്രോട്ടോണിമ ആൻഡ് what and leafy stage. Protonema leafy stage which develops from the secondary protonema, okay, which develops directly from the spore. It is a creeping green branched and frequently filamentous algae. Second stage is the leafy stage which develops from the secondary protonema as a lateral bud. Leafy stage. So എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ലൈക്ക് എന്താ സ്പോറോഫൈറ്റ്സ് റിലീസ് ചെയ്യുന്നു, സ്പോറോഫൈറ്റ്സിൽ നിന്നും സ്പോർ റിലീസ് ചെയ്യുന്നു. ഓക്കെ, സ്പോറോഫൈറ്റ്സിൽ നിന്നും സ്പോർസ് റിലീസ് ചെയ്തു. ഈ സ്പോർ ഇവിടെത്തി. സ്പോറിൽ നിന്ന് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സംഭവം എന്താ? ഇറ്റ് ഈസ് ദ പ്രോട്ടോണിമ സ്റ്റേജ്. ഇറ്റ് വിൽ ബി ലൈക്ക് ക്രീപ്പിംഗ് ഗ്രീൻ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റില്ല. ക്രീപ്പിംഗ് ഗ്രീൻ കണ്ടോ, അത് ഒരു ഡയറക്ഷൻ മാത്രമാവില്ല, ഇങ്ങനെ പല പല ഡയറക്ഷനിലേക്കും പോവും. ഇതാണെന്ത് ദ പ്രോട്ടോണിമ സ്റ്റേജ്. പ്രോട്ടോണിമ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? പ്രോട്ടോണിമയുടെ ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ച്ഡ് ആവാം. ഓക്കെ, ഇങ്ങനെയും വരാം. ബ്രാഞ്ച്ഡ് ആൻഡ് ഫ്രീക്വൻ്റ്ലി ഫിലമെൻറ്റസ് ആൽഗെ. ഫിലമെൻറ്റ്സ് തന്നെയാണ്, ഫ്രീക്വൻ്റ്ലി ഫിലമെൻറ്റസ് ആൽഗെ. ആൻഡ് സോ ദ സെക്കൻഡ് സ്റ്റേജ് ഇസ് ദ ലീഫി സ്റ്റേജ് വിച്ച് ഡെവലപ്പ് ഫ്രം ദ സെക്കൻഡറി പ്രോട്ടോണിമ ആസ് എ ലാറ്ററൽ ബഡ്. എന്നിട്ട് ഇവിടെ ഒരു ബഡ് ഉണ്ടാക്കി, ഒരു ലാറ്ററൽ ബഡ്. ലാറ്ററൽ ബഡിൽ നിന്നും എന്ത് സംഭവിക്കുന്നു? ഇവിടെ നിന്നും ഒരു ഗാമറ്റോഫൈറ്റ് റിലീസ് ചെയ്യുന്നു. ഗാമറ്റോഫൈറ്റ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എന്ത്? ലീഫി സ്റ്റേജ്. Okay, they consist of upright, slender axis bearing spirally arranged leaves. The leaves are spirally arranged and they are upright. Upright arrange ചെയ്തിട്ടുണ്ട്. Upright, slender axis bearing spirally arranged leaves. They are attached to the soil through multicellular and branched rhizoids. ഇവിടെ ഒരുപാട് റൂട്ട് ലൈക്ക് റൈസോയിഡ്സ് ഉണ്ട്. ഓക്കെ, റൈസോയിഡ്സ്. This stage bears the sex organs. ഇവിടെയാണ് പിന്നെ എന്തുണ്ടാവുക? സെക്സ് ഓർഗൻസ് ഉണ്ടാവുക. ഹിയർ ഒന്നുകിൽ ആർക്കിഗോണി ഉണ്ടാവാം, അല്ലെങ്കിൽ അതെന്താവാം? ആന്ത്രിഡിയം ആവാം. ആന്ത്രിഡിയം ആവാം, അല്ലെങ്കിൽ ആർക്കിഗോണി ആവാം. അത് കാണുന്നത് ഇവിടെ ലീഫി സ്റ്റേജിനകത്താണ്. ലീഫി സ്റ്റേജ് മുകളിലാണ് എന്ത് നമുക്ക് കാണാൻ പറ്റുക? ലൈക്ക് ദ ഇത് നമുക്ക് കാണാൻ പറ്റുക. ഇത് ലൈക്ക് ദ സെക്സ് ഓർഗൻസ്. ആന്ത്രിഡിയം ഓർ ആർക്കിഗോണിയം ഇസ് ഫൗണ്ട് ഇൻ ദ ലീഫി സ്റ്റേജ് ഓഫ് മോസസ്. നെക്സ്റ്റ്, വെജിറ്റേറ്റീവ് പ്രൊഡക്ഷൻ ഇൻ മോസസ് ബൈ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ബഡ്ഡിംഗ് ഇൻ ദ സെക്കൻഡറി പ്രോട്ടോണിമ. ഓക്കെ, വെജിറ്റേറ്റീവ് പ്രൊഡക്ഷൻ, ഫ്രാഗ്മെന്റേഷൻ and budding. Fragmentation budding, vegetative production. Next one, like budding in secondary protonema. In sexual reproduction, the sex organs antheridia and archegonium are produced at the apex of leafy shoots. നമ്മുടെ കാണിച്ചു അപ്പെക്സിലാണ് എന്തുണ്ടാവുക? ആന്ത്രിഡിയം and archegonium ഡെവലപ്പ് ആവുക. The zygote develops into sporophyte consisting of a food seta and capsule. The sporophyte in mosses is more elaborate than that in the liverwort. Capsule contains spores. Spores are formed after meiosis. Meiosis have an elaborate mechanism of spore dispersal. Common example, Funaria, Polytrichum and Sphagnum. These are important too. Funaria, Polytrichum and Sphagnum. Okay. So ഇവിടെ നേരത്തെ പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെ. Here, look at this. ഈ ഒരു ഫിഗർ ഉണ്ടല്ലേ? ഓക്കെ, ഈ ഒരു ഫിഗർ ദാ ഇവിടെ. ദിസ് വൺ. ഈ ഫിഗർ ഇവിടെതാ ഞാൻ നേരത്തെ പറഞ്ഞ കേസ്. സ്പോർട്സ് ഇങ്ങനെ വരുന്നു. ആദ്യം ലൈക്ക് സ്പോർട്സ് വരുന്നത് ഇവിടെ ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ലൈക്ക് ഗാമറ്റ്സ് നിന്ന് ഫ്യൂസ് ചെയ്യുന്നു. അതിൽ സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നു. സ്പോറോഫൈറ്റിൽ നിന്ന് സ്പോർട്സ് ഉണ്ടാകുന്നു ക്യാപ്സിനകത്ത്. ഈ സ്പോർട്സ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് ലൈക്ക് ഇത് സ്പ്രെഡ് ഔട്ട് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ആൻഡ് അത് എവിടെ വരുന്നു? ഒരു suitable കണ്ടീഷനിൽ എത്തുന്നു, suitable ഏരിയയിൽ എത്തിയാൽ ഇറ്റ് ദെൻ പ്രൊഡ്യൂസസ് വാട്ട്? ഇറ്റ് ദെൻ പ്രൊഡ്യൂസസ് എ ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് ദെയർ. ഓക്കെ, ക്യാപ്സിനകത്ത് ഇറ്റ് വുഡ് അണ്ടർഗോ മിയോസിസ് ടു ഫോം സ്പോർട്സ്. ഈ സ്പോർട്സിൽ നിന്നും ഗാമറ്റോഫൈറ്റ്സ് ആണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഹാപ്ലോയിഡ് ബോഡീസ് വുഡ് ബി പ്രൊഡ്യൂസ് ദെയർ. പിന്നെ അവിടെ എന്താ പറയുന്നത് കൂടുതലായിട്ട്? പിന്നെ ഉദ്ദേശമൊന്നുമില്ല. ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് ഡെവലപ്സ് ഇൻടു സ്പോറോഫൈറ്റ് and food seta capsule. Moss is more elaborate. The sporophyte in mosses is more elaborate than that in the what bryophytes. Bryophytes കാണുന്ന സ്പോറോഫൈറ്റിനേക്കാൾ കൂടുതൽ ഇലാബറേറ്റ് ആയിട്ട് ആർക്കുണ്ടാവുക? ഇൻ ദ മോസസിൽ അല്ല ലിവർവോർഡ്സിൽ കാണുന്ന സ്പോറോഫൈറ്റിനേക്കാൾ കൂടുതൽ അടിപൊളി ഇലാബറേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക മോസസിനകത്ത് ഉണ്ടാവുക.
and the mosses have elaborate mechanism of spore dispersal. Common examples of mosses are Funaria, Polytrichum, and Sphagnum. ഓക്കെ, എക്സാമ്പിൾസ് എന്തായാലും നിർബന്ധിച്ച് പഠിക്കുക. ഫ്യൂണേറിയ, പോളിട്രിക്കം ആൻഡ് സ്ഫാഗ്നം. മറ്റൊരു എക്സാമ്പിൾ എന്തായിരുന്നു? മർക്കാൻഷ്യ. ഇവിടെ ഫ്യൂണേറിയ, പോളിട്രിക്കം ആൻഡ് സ്ഫാഗ്നം. ഡോണ്ട് ഫോർഗെറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ വാട്ട് ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, ക്ലിയർ അബൌട്ട് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ബ്രയോഫൈറ്റ്സിനെ പറ്റിയിട്ട്? ബ്രയോഫൈറ്റ്സ്, ലിവർ വേർഡ്സ് എല്ലാം നമ്മൾ പറഞ്ഞു. ഒരു ബ്രീഫ് ഇത് പറയാം, ഒരു റിവ്യൂ പറഞ്ഞുതരാം. ബ്രയോഫൈറ്റ്സ് ഇൻക്ലൂഡ് വേരിയസ് മോസസ് ആൻഡ് ലിവർ വേർഡ്സ് എല്ലാം പറയുന്നുണ്ട്. നമ്മൾ ആദ്യം എന്തൊക്കെ പറഞ്ഞു? പിന്നെ ആദ്യം ഈ സ്ട്രക്ചർ എല്ലാം പറഞ്ഞു. ജെമ്മാക്കപ്പ്, ആന്ത്രഡിഫോർ, ആർക്കിഗോണിയഫോർ, അങ്ങനെ എല്ലാം പറഞ്ഞു. മർക്കേൻഷ്യ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നെക്സ്റ്റ് എന്ത് പറ്റുന്നു? നെക്സ്റ്റ് ഫുഡ് സീറ്റ ക്യാപ്സ്യൂൾ ഇതിൻ്റെ മെയിൻ സാധനം പറയുന്നു. മെയിൻ ആക്സിസ് റൈസോയിഡ്സ് പറയുന്നു. എന്നിട്ട് ഇറ്റ്സ് കോൾഡ് ദ ആംഫീബിയൻസ് ഓഫ് പ്ലാങ്ക് കിങ്ഡം. കാരണം എന്തുകൊണ്ടാണ്? സോയിൽ ലിവ് ചെയ്യാൻ പറ്റും, ബട്ട് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഡിപ്പെൻഡ്സ് slowly on the water depend ചെയ്യുന്നു. So it is called amphibians. They usually occur in damp, humid and shade localities and plant succession on bare rocks and soil. അത് നമ്മൾ നേരത്തെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ആയി പറഞ്ഞത്. എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ്, it is plant body thallus-like and prostrate or erect and attached to substratum by unicellular or multicellular rhizoids. They lack true roots, stem or leaves. They may possess root-like, leaf-like or stem-like structures. Bryophyte is haploid. It produces gametes. Sex organs in bryophytes are multicellular. The male sex organ is called antheridium. They produce biflagellate spores. Biflagellate spores ഉണ്ടാവും. അത് എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലൈക്ക് ദ ഫ്ലാഷ് ഷേപ്ഡ് ആർക്കിഗോണത്തിലേക്ക് എത്തുന്നു. അവിടെ സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ടിൽ നിന്നും ഒരു സ്പോറോഫൈറ്റ് ഫോം ചെയ്യുന്നു. സ്പോറോഫൈറ്റ്, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റിൽ ഫുഡ് സീറ്റ ക്യാപ്സ്യൂൾ ഉണ്ട്. ക്യാപ്സ്യൂളിനകത്ത് ആരുണ്ട്? സ്പോർട്സ് ഉണ്ട്. സ്പോർട്സ് ഫോം ചെയ്ത് എങ്ങനെ മിയോസ് സംഭവിച്ചാണ് സ്പോർട്സ് സംഭവിക്കുക. ഈ സ്പോർട്സ് എല്ലാം ഹാപ്ലോയിഡ് ആണ്. ഈ സ്പോർട്സ് പിന്നെ വീണ്ടും ഒരു നല്ല ഫേവറബിൾ കണ്ടീഷൻ എത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഗാമെറ്റോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദി സൈക്കിൾ കണ്ടിന്യൂസ് ആൻഡ് ഗോസ് ഓൺ. ദിസ് ഇസ് ദ തിങ്. And in general ആണെങ്കിൽ ലിറ്റിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബട്ട് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ സ്ഫാഗ്നം. ഹിയർ സ്പീഷീസ് ഓഫ് സ്ഫാഗ്നം മോസ്റ്റ് വൈഡ് പീറ്റ്. പീറ്റ് മോസ്റ്റ് എന്നറിയപ്പെടുന്ന സാധനമാണ് സ്ഫാഗ്നം. ഓക്കെ, ദിസ് ഹാവ് ബീൻ ലോങ് യൂസ്ഡ് ഫോർ ആസ് എ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പാക്കിംഗ് മെറ്റൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ലിവിംഗ് മെറ്റലായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ബൈ ഡ്യൂ ടു ദ കപ്പാസിറ്റി ഓഫ് ഹോൾഡിംഗ് വാട്ടർ. പിന്നെ അതിൻ്റെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. ലൈക്കൻ സൈഡിലും അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനാണെങ്കിലും. ലിവർ വേർഡ്സ് ആൻഡ് മോസസ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ്, ലിവർ വേർഡ്സ് എന്ന് വെച്ചാൽ എന്താ? ദേ ആർ ഫൗണ്ട് ഇൻ ബാങ്ക്സ് ഓഫ് സ്ട്രീംസ്, മാർഷി ഗ്രൗണ്ട്, ഡാം സോയിൽ. ഇവിടെയൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത്. ഓക്കെ, ആൻഡ് ദ പ്ലാന്റ് ബോഡി ഓഫ് ലിവർ വേർഡ് ഇസ് തൈറോയിഡ്. എക്സാമ്പിൾ മർക്കേൻഷ്യ. ദ താലസ് ഇസ് ഡോർസിവെൻട്രൽ ആൻഡ് ക്ലോസ്ലി അപ്രസ്ഡ് ടു ദ സബ്സ്ട്രേറ്റ്. ദ ലീഫി മെമ്പേഴ്സ് ഹാവ് ടൈനി ലീഫി-ലൈക്ക് അപ്പനേജസ് ഇൻ 2 rows on the stem-like structures. ഓക്കെ, മനസ്സിലായല്ലോ? സ്റ്റെം-ലൈക്ക് സ്ട്രക്ചർ ആ ഫിഗറിനകത്തില്ല, ബട്ട് ഞാൻ എക്സ്ട്രാ വരച്ച സാധനമാണ് എന്തെന്ന് പറഞ്ഞാൽ അപ്പനേജസ്, ലീഫ്-ലൈക്ക് അപ്പനേജസ്. Next, asexual reproduction in liver words take place by fragmentation or thalli or by formation of specialized structures called gemma. Gemma are green multicellular asexual buds. അതിന് ഫ്രാഗ്മെൻറ്റ് ചെയ്ത് ഒരു ഗെമ്മ പുറത്തോട്ട് വരുമ്പോൾ ഫ്രം ദാറ്റ് another new organism grows from the gemma cup there. During sexual reproduction, male and female sex organs are produced either on the same or different thalli. Produce ചെയ്യുക. In the case of what? In the case of liver words. But in the case of mosses, both are produced on the same. സെയിം എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഫുഡ് സീഡ് ക്യാപ്സ്യൂളിൻ്റെ സ്പോർട്സ് ഗാമറ്റോ ഫോം ഫ്രീ ലിവിംഗ് ഗാമറ്റോഫൈറ്റ്സ്. ഓക്കെ, മറ്റൊരു ഗാമറ്റോഫൈറ്റ്സ് ആർ നോട്ട് ഫ്രീ ലിവിംഗ്. they were independent on the gametophytes are free living, but sporophytes were independent, like dependent on the sporophyte gametophyte for what? For nutrition and attachment. Okay, housing. നെക്സ്റ്റ് മോസസിനെ പറ്റി പറഞ്ഞു. പ്രിഡോമിനൻറ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് സൈക്കിൾ എന്താ? 2 സ്റ്റേജ് ഉണ്ട്. പ്രോട്ടോണിമ സ്റ്റേജ് ഉണ്ട്, അതുപോലെ എന്താ ലീഫി സ്റ്റേജ് ഉണ്ട്. പ്രോട്ടോണിമ സ്റ്റേജ്, ലീഫി സ്റ്റേജ്. അത് നമ്മൾ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത ബഡ്സ് ഉണ്ടല്ലോ, ഈ ബഡ്സിൽ നിന്നാണ് എന്ത് ചെയ്യുക? ഇത് പ്രൊഡ്യൂസ് ചെയ്യാം. ബഡ്സിൽ നിന്നും പ്രോട്ടോണിമ സ്റ്റേജ് അറ്റ് ബി ഫിലമെൻറ്റസ് ആൻഡ് യൂണിസെല്ലുലാർ, അതുപോലെ ബ്രാഞ്ച്ഡ് ഉണ്ടാവും. ആൻഡ് ദിസ് ഇസ് ദ മെയിൻ സ്ട്രക്ചർ, ക്രീപ്പിംഗ്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജ് ഇസ് ദ ലീഫി സ്റ്റേജിനെ പറ്റി പറഞ്ഞു, വിച്ച് ഡെവലപ്സ് ഫ്രം ദ സെക്കൻഡറി പ്രോട്ടോണിമ ആസ് എ ലാറ്ററൽ ബഡ്. ഹിയർ ഇറ്റ് ഇസ് ദ ലീഫി സ്റ്റേജ്, മുകളിലോട്ട് പോകുന്നത് ലാറ്ററൽ ബഡ്. ഓക്കെ, and they consist of upright slender axis bearing spirally arranged leaves. They are attached to the soil through multicellular and branched rhizoids. This stage bears the sex organs. Here മേലെ സെക്സ് ഓർഗൻസ് ഉണ്ട്. ആൻഡ് വെജിറ്റൽ റീപ്രൊഡക്ഷൻ ബൈ എങ്ങനെ? ഫ്രാഗ്മെൻറ്റേഷൻ ആവാം, ബഡ്ഡിങ് ആവാം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞ ആ മറ്റു കേസ്, ആ ഫ്ലോയിൻ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഒക്കെയാണ് അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ആൻഡ് ദ എക്സാമ്പിൾസ് ആർ ഫ്യൂണേറിയ, പോളിട്രൈക്കം ആൻഡ് സ്ഫാഗ്നം. And that's it about the bryophytes. Any doubts? Any doubts undo? I guess not. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ടോപ്പിക്സാണ് പറഞ്ഞിട്ടുള്ളത്. ആൽഗയെ കുറിച്ച് പഠിച്ചു, നമ്മൾ ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് പഠിച്ചു. സോ
ഇനി അടുത്ത് പഠിക്കാനുള്ള ടെറിഡോഫൈറ്റ്, ജിംനോസ്പം ആൻഡ് ആൻജിയോസ്പം. ഇത് മൂന്ന് കൂടി പറഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ പ്ലാങ്കിനും ഇസ് ഓവർ. ഇറ്റ്സ് എ വെരി ബിഗ് ചാപ്റ്റർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ 2. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മോർ ദാൻ 2 ക്വസ്റ്റ്യൻസ് എല്ലാം ചില ഇയർ ചോദിച്ചിട്ടുണ്ട് ഒറ്റ സിംഗിൾ ഇയറിൽ തന്നെ. സോ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിന് നമുക്ക് റീകണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അധികം ടൈമില്ല, ജസ്റ്റ് ഒരു 5 minutes. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രെച്ചിങ് തന്നാൽ മതി. മറ്റൊരുപാട് നേരം ഒറ്റയ്ക്ക് ഇരുന്നാൽ ഒരു ചെറിയ മടുപ്പുണ്ടാവില്ലേ, ആ മടുപ്പ് നൽകാൻ വേണ്ടി ജസ്റ്റ് ഒരു 5 minutes ഒരു ചെറിയ ബ്രേക്ക് എടുത്തോളൂ. ഓൾ റൈറ്റ്, ഓക്കെ ദെൻ. ഞാൻ അപ്പോൾ ലെറ്റ് മീ ചാർജ് ദിസ് ഐപാഡ് ഫോർ ദാറ്റ് മിനിറ്റ്. ഓക്കെ ദെൻ, ചെറിയ ബ്രേക്ക് എടുത്തോളൂ.
ഓക്കെ, ഈസ് എവരി വൺ ബാക്ക്? ഞാൻ തിരിച്ചു വന്നോ? തിരിച്ചെത്തിയോ? ഹായ് ഗായ്സ്, തിരിച്ചെത്തിയോ? ജസ്റ്റ് സെൻഡ് എ ഹായ് ഓർ സംതിങ്. ഓക്കെ, ഹൂസ് ദെയർ? ആരൊരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാ? ഓക്കെ, ഓക്കെ ഗൈസ്, നമ്മൾ ആറ്റം റെഡി ഉണ്ട്.
ഓക്കെ, എനിവൺ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ? ഓക്കെ, someone joined. ഓക്കെ, റീജോയിൻ ചെയ്തില്ലേ? വിച്ച് ഇസ് റീജോയിൻ, ജസ്റ്റ് ഗിവ് എ ഹായ് ഓർ സംതിങ്. Yes, sir. Okay, all right. So let's restart session. So, നമ്മൾ ബ്രേക്ക് പറയുമ്പോൾ ഒരുപാട് നേരം എടുക്കല്ലോ കേട്ടോ. ഓക്കെ, നമുക്ക് തീർക്കണ്ടേ? യെസ്. ഇപ്പോൾ ഏകദേശം ഈ ക്രോമയുടെ സെറ്റപ്പ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്ലാക്ക് ടിഞ്ച് ഉണ്ടാവും ഈ ഭാഗത്തോട്ട്. യെസ്, അതൊരിക്കലും വേറെ സീനൊന്നുമില്ല, ബാക്കി സീനൊന്നുമില്ല, എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പതിയെ റെഡിയാക്കാം, ഈ ബ്ലാക്ക് സ്ക്രീനിലുള്ള സംഭവം. ഓൾ റൈറ്റ്, നൗ ലെറ്റ്സ് ഗോ ഓൺ ടു ടെർഡോഫൈറ്റ്സ്. ടെർഡോഫൈറ്റ്സിനെ കുറിച്ച് പറയാം. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞെന്തായിരുന്നു? ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോസസ്, ലൈക്ക് ലിവർ വേർഡ്സ്, അതിനെക്കുറിച്ച് പറഞ്ഞു, ബ്രയോഫൈറ്റ്സ്. ഇനി കുറച്ചുകൂടി കോംപ്ലക്സ് ആയ ഓർഗാനിസമാണ് എന്ത്? ടെർഡോഫൈറ്റ്സ്. ടെർഡോഫൈറ്റ്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഇനി എന്താ ടെർഡോഫൈറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് നോക്കാം. സോ ടെർഡോഫൈറ്റ്സ് ഇൻക്ലൂഡ് horsetails and ferns. Pteridophytes include horsetails and ferns. Next, pteridophytes are used for medicinal purpose and as soil binders. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. മെഡിസിനൽ പർപ്പസ് ആൻഡ് സോയിൽ ബൈൻഡേഴ്സ്. ദേ ആർ ഓൾസോ ഫ്രീക്വൻറ്റ്ലി ഗ്രോൺ ആസ് ഓർണമെന്റൽസ്. നല്ല ഭംഗി അലങ്കാര ചെടികളായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ടെറിഡോഫൈറ്റ്സിനെ. നെക്സ്റ്റ്, എവല്യൂഷണറിലി ദേ ആർ ദ ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ടു പോസസ് വാസ്കുലാർ ടിഷ്യൂസ്. സൈലം ആൻഡ് ഫ്ലോയം ഫസ്റ്റ് കാണുന്ന അറിയില്ല, ബ്രയോഫൈറ്റ്സിലല്ല. ദേ ആർ ഫസ്റ്റ് ഫൗണ്ട് ഇൻ ടെറിഡോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റ്സിലാണ് നമുക്ക് ആദ്യമായിട്ട് സൈലത്തെ കാണാൻ പറ്റും, സൈലം ആൻഡ് ഫ്ലോയത്തെ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ്, ടെറിഡോഫൈറ്റ്സ് ആർ ഫൗണ്ട് ഇൻ കൂൾ, ഡാം, ഷെയ്ഡി പ്ലേസസ്, ദോ സം മേ ഫ്ലോറിഷ് വെൽ ഇൻ സാൻഡി സോയിൽ കണ്ടീഷൻ. സാധാരണ കാണുന്നത് കൂൾ ഡാം ഏരിയസിലൊക്കെയാണ് കാണുന്നത്, ബട്ട് സം മേ ഫ്ലോറിഷ് വെൽ ഇൻ സാൻഡി സോയിൽ കണ്ടീഷൻസ് ഓൾസോ. സാൻഡി സോയിൽ കണ്ടീഷനിൽ നമുക്ക് സാധാരണ കാണാറുണ്ട്. ഓക്കെ, you may recall that bryophytes. Pteridophytes, the main plant body is a sporophyte. Bryophytes നമ്മൾ പറഞ്ഞു main plant body it's a gametophyte, but here it's a sporophyte. Sporophyte ആകുമ്പോൾ it would be DS, diploid sporophyte ആയിരിക്കും. So the main plant body is diploid in nature. Diploid sporophyte is the main plant body, which is differentiated into true root, stem and leaves. നേരത്തെ പറഞ്ഞ root like, stem like, leaf like structure ആയിരുന്നു. ഇവിടെ it's true root, true stem and true leaves. These organ possess well differentiated vascular tissues. അതാ പറഞ്ഞ സൈലം ആൻഡ് ഫ്ലോയം. അതൊരു പെക്യുലർ നേച്ചർ ഉണ്ട്. ഫസ്റ്റ് ഇവിടെ എഴുതാം, സൈലം ആൻഡ് ഫ്ലോയം. സൈലം ആൻഡ് ഫ്ലോയം ഫസ്റ്റ് ഫൗണ്ട് ഇൻ xylem and phloem first found in here, pteridophytes. ടെറിഡോഫൈറ്റ്സിലാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് സൈലം ആൻഡ് ഫ്ലോയം. എല്ലാവരും പോയോ? ഇത് ഒരു സ്ട്രീമിംഗ് ക്വാളിറ്റി കൂട്ടാൻ പറ്റും എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. സ്ട്രീമിംഗ് ക്വാളിറ്റി പ്രോപ്പർട്ടീസ്. ക്ലാരിറ്റി കൂടിയോ?
Okay. So, നമ്മളിവിടെത്തി. These organs possess well-differentiated vascular tissues. The leaves in pteridophytes are small microphils, as in Salaginella, and macrophils as ferns. So, ഇതെല്ലാം ഓരോ എൻട്രൻസ് ടിപ്സ് പോയിന്റ്സ് തന്നെയാണ്. ലൈക്ക് മൈക്രോഫിൽസ് കാണുന്നത് സെലാജിനല്ല. മാക്രോഫിൽസ്, ദാറ്റ് മീൻസ് വലിയ ലീവ്സ്. Macrophils are seen in ferns. Macrophils seen in ferns, microphils seen in Selaginella. And which is mentioned true root, and these organs possess well differentiated vascular tissue. Selaginella or large macrophils as in fern. Sporophytes bear sporangia that are subtended by leaf-like appendages called sporophyll. Spores situated in sporangia. ഇതിനകത്ത് കുറേ സ്പോർസ് ഉണ്ട്. സ്പൊറാഞ്ചിയ ഇതിരിക്കുന്നത് ചുറ്റും ഇങ്ങനെ ലീഫ്-ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. These are called sporophyls. Okay, and in some cases sporophylls may form distinct compact structures called strobili or cones. Selaginella and equisetum consist of cones. Okay, it's a very important thing. Cones are found in strobili or cones. Strobili or cones കാണുന്നത് ഇവിടെ in Selaginella and equisetum. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രോബിലൈ ആൻഡ് കോൺ ഉണ്ടല്ലോ, ഈ സ്ട്രോബിലൈ ആൻഡ് കോൺ ആർ ദ മെയിൻ പെർട്ടിക്കുലർ ടിപ്പിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ നെക്സ്റ്റ് ക്ലാസ്. ജിംനോസ്പെർമിൻ്റെ ലൈക്ക് ടിപ്പിക്കൽ ഫീച്ചേഴ്സ് ആണ് എന്ത്, സ്ട്രോബിലൈ ഓർ കോൺ. ആ കോൺ ഈ ഒരു ക്ലാസ്സിൽ മുതലേ കണ്ടു തുടങ്ങുന്നുണ്ട്. സോ ദാറ്റ്സ് ദ ഫൈലോജനറ്റിക് എവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് ഞാൻ പറയുന്നത്. ദാറ്റ് മീൻസ് ബ്രായോഫൈറ്റിൻ്റെ ചില ഫീച്ചേഴ്സ് എന്ത് ടെറിഡോഫൈറ്റിൽ കണ്ടു. ടെറിഡോഫൈറ്റിലെ ചില ഫീച്ചേഴ്സ് ദാറ്റ് സിമിലർ ടു ദോസ് ഓഫ് ദ ജിംനോസ്പെർം. സ്ട്രോബിലൈ ആൻഡ് കോൺ ഇതെല്ലാം ലൈക്ക് ദേ ആർ ലൈക്ക് സെക്ഷൽ സ്ട്രക്ചേഴ്സ്, ലൈക്ക് മോർ ലൈക്ക് ഫ്ലവേഴ്സ് ലൈക്ക് സ്ട്രക്ചേഴ്സ് പോലെയാണ് ഈ സ്ട്രോബിലൈ ആൻഡ് കോൺ വരുന്നത്. ദാറ്റ് ടു ആർ ഫൗണ്ട് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്, ദാറ്റ്സ് ദ ജിംനോസ്പെർമിൽ കാണുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്, നെക്സ്റ്റ് ഫൈലം or next division ആയ ജിംനോസ്പെർമിൽ കാണുന്ന കോൺസ് ആൻഡ് സ്ട്രോബിലൈ ആർ ഈവൻ ഫൗണ്ട് ഇൻ ദിസ് ക്ലാസ് ടു. നമ്മൾ എന്താ വാസ്കുലർ എന്ന് പറഞ്ഞാൽ ലൈക്ക് സെലാജിനല്ല ആൻഡ് ഇക്വിസിറ്റം, ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, സ്ട്രോബിലൈ ഓർ കോൺ കാണാൻ പറ്റും, which are the typical features of the gymnosperms. The sporangia produces spores by meiosis in spore mother cells. Spore mother cells എന്ത് കാണാൻ പറ്റും, the sporangia produced by spores കാണാൻ പറ്റും. The spores germinate to give rise to inconspicuous small but multicellular free living mostly photosynthetic thalloid gametophytes called prothallus. സോ ഈ പ്രോതാലസിനെ ഇത്രയധികം ഡെഫിനിഷനോട് കൂടി അവർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇറ്റ് ഇസ് ഇൻകോൺസ്പിക്വസ്, ഇറ്റ് ഇസ് വെരി സ്മോൾ. ഇത് നമുക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവുക കൂടിയില്ല, അത്രയും ചെറുതായിരിക്കും. നെക്സ്റ്റ് സ്മോൾ, ചെറുതാണ്. ഇൻകോൺസ്പിക്വസ് പറയുമ്പോൾ ആക്ച്വലി കോൺസ്പിക്വസ് ആൻഡ് ഇൻകോൺസ്പിക്വസ് ഈ രണ്ട് വേർഡ് ടേമിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇഫ് ഇറ്റ്സ് ഇൻകോൺസ്പിക്വസ് ആണെങ്കിൽ ഇൻകോൺസ്പിക്വസ് ഇറ്റ് വോണ്ട് ബി ലൈക്ക് നമ്മൾ ദൂരെ നോക്കുകയാണ്, ഇറ്റ്സ് നോട്ട് അത്ര വിസിബിൾ അല്ല, അതത്ര പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. ദാറ്റ്സ് വാട്ട് വി കോൾ ഇൻകോൺസ്പിക്വസ്. ഓക്കെ, ദാറ്റ് ടേം ഇസ് കോൾഡ് ഇൻകോൺസ്പിക്വസ്. ദിസ് ഇൻകോൺസ്പിക്വസ് സ്മോൾ ബട്ട് മൾട്ടി സെല്ലുലാർ. സ്മോളൊക്കെയാണ് ബട്ട് യൂണിസെല്ലാർ അല്ല, മൾട്ടി സെല്ലാർ തന്നെയാണ്. ആൻഡ് ഇറ്റ് ഇസ് ഫ്രീ ലിവിങ്, mostly photosynthetic thalloid gametophyte called prothallus. These prothallus are gametophyte. Okay, gametophyte called prothallus. These gametophytes require cool, damp, shady places to grow. Here they require cool, damp, shady places to grow because of this specific restrictor and requirement and the need for water for fertilization. The spread of living pteridophytes is limited and restricted to narrow geographical regions. The gametophytes bear male and female sex organs called antheridia and archegonia. Here നമ്മൾ gametophyte പറഞ്ഞു എന്ത്, പ്രോതാലസ്. ഇതല്ല ഒരു ഇതാണ് ഓൾമോസ്റ്റ് ഒരു പ്രോതാലസ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ. പ്രോതാലസ് നമുക്കറിയാം, ഇവിടെ ഇതാണ് പ്രോതാലസ്. ഓക്കെ, ഇത് ഈ ഭയങ്കര ഇൻകോൺസ്പിക്വസ് ആയിരിക്കും, സ്മോൾ ആയിരിക്കും, ഫ്രീ ലിവിങ് ആയിരിക്കും, ആൻഡ് ഇറ്റ് ഇസ് മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് thalloid gametophytes called prothallus. These gametophytes require cool, damp, shady places to grow.
ഈ ഒരു സ്പെസിഫിക് റെസ്ട്രിക്ഷനോട് കൂടി ഉണ്ടായത് കൊണ്ട് മാത്രം ഇതിന് എല്ലാ പ്ലേസസിലും പോയി ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, വളരാൻ പറ്റില്ല. ഓൺലി കൂൾ ഡാംപ് ഷെയ്ഡി പ്ലേസസ് ഓഫ് ഹില്ലി ഏരിയാസ് അങ്ങനത്തെ റീജൻസിൽ മാത്രമേ ഇത് വളരുള്ളൂ. ഓക്കെ, ടെറിഡോഫൈറ്റ്സിൻ്റെ പ്രോതാലസ് മാത്രം. ആൻഡ് നൗ അതിന് ഇറ്റ് ഓൾസോ റിക്വയർസ് വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. അതെന്തിനാണ് വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ? നമ്മൾ നേരത്തെ ബ്രയോഫൈറ്റ്സിൽ പറഞ്ഞു, മോസസിൽ പറഞ്ഞു, വാട്ടർ വരുമ്പോൾ അതിലൂടെ സ്പോർസ് ദേ വുഡ് സ്വിം അക്രോസ്, ദേ വുഡ് ഹാവ് ഫ്ലജല്ല ഇൻ ദ സ്പോർസ് ആൻഡ് ദീസ് സ്പോർസ് വുഡ് സ്വിം അക്രോസ് ദ വാട്ടർ ഇൻ ടു ദ ആർക്കിഗോണിയ വിച്ച് കൺസിസ്റ്റ് ദ എഗ് ആൻഡ് ദേ ഫെർട്ടിലൈസ് ദ എഗ് ആൻഡ് ഫോംസ് ദ സ്പോറോഫൈറ്റ് ഓർ ദ സൈഗോട്ട്. അവിടെ നിന്ന് പിന്നെ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ദാറ്റ് സൈക്കിൾ കണ്ടിന്യൂസ്. ഇതാണ് അതിൻ്റെ മെയിൻ മെത്തഡോളജി എന്ന് വെച്ചാൽ. സോ ഹിയർ ഇൻ ദിസ് കേസ് പ്രോതാലസ് ഉണ്ട്. ഇവിടെ ഇത് ചെറിയ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് എല്ലാം ഉണ്ട്. തൈറോയ്ഡ് ഗാമറ്റോഫൈറ്റ്സ് ആണല്ലോ. സോ ആൻഡ് ഇറ്റ് റിക്വയർസ് വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. സ്പ്രെഡ് ഓഫ് ലിവിംഗ് ടെറിഡോഫൈറ്റ്സ് ലിമിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് നാരോ ജിയോഗ്രഫിക്കൽ റീജിയൻസ്. അതായത് ഒരു ഭാഗത്ത് ഒരു ടെറിഡോഫൈറ്റ് പ്ലാന്റ് ഉണ്ടായി, ഇനി അതിന് തൊട്ടടുത്ത് തന്നെ അടുത്തതുണ്ടാകും. എങ്ങനെ ലൈക്ക് സ്പ്രെഡ് വളരെ കുറവായിരിക്കും, ബട്ട് ഇറ്റ് വുഡ് ബി കൺഫൈൻഡ് ഇൻ സെർട്ടൻ ജിയോഗ്രഫിക്കൽ ഏരിയാസ് ഓൺലി. That's what we call a prothallus or a pteridophyte. Okay, pteridophyte. The gametophytes bear male and female sex organs called antheridia and archegonia respectively. ഇവിടെ എന്തുണ്ട്? ആന്തരീഡിയ ഉണ്ട്. ആന്തരീഡിയ നമുക്ക് കണ്ടല്ലോ, ഒരു പൂ പോലെ ആയിരിക്കും ഉണ്ടാവുക. പൂ പോലെ ആന്തരീഡിയ. നെക്സ്റ്റ് വൺ ആർക്കിഗോണിയ, കപ്പ് പോലെ ആർക്കിഗോണിയ. Water is required for the transfer of antherozoids. The male gametes released from the antheridia. നേരത്തെ പറഞ്ഞ സെയിം സംഭവം ഹിയർ. ഇവിടെ നോക്കൂ, ഇവിടെ എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. ഓക്കെ, വാട്ടർ ഫ്ലോ ചെയ്യുന്നു ഇതിന് മുകളിലൂടെ. എന്ത് ചെയ്യുന്നു? ആന്ത്രീഡിയത്തിൽ നിന്ന് ആന്ത്രോസോയിഡ്സ്, ഫ്ലജലേറ്റഡ് ആന്ത്രോസോയിഡ്സ് വാട്ടർ റിലീസ്ഡ് ഇൻ ടു വാട്ടർ ആൻഡ് ദ റീച്ച്ഡ് ഇൻ ടു ദ ആന്ത്രോ ലൈക്ക് ആർക്കിഗോണത്തിലേക്ക് എത്തുന്നു. ആർക്കിഗോണത്തിലെത്തിയതിനു ശേഷം അതിന് സംഭവിക്കുന്നു, അവിടെ ദേ അണ്ടർഗോ ഫെർട്ടിലൈസേഷൻ സംഭവിച്ചിട്ട് ദെൻ ദേ ഫോം സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് ഇസ് എ ഇലാബറേറ്റ് വൺ. ഓക്കെ, ഒരു വലിയൊരു സ്ട്രക്ചർ തന്നെ ഉണ്ടാവും സ്പോറോഫൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ സ്പോറോഫൈറ്റ്. Zygote thereafter produces a multicellular, well-differentiated sporophyte, which is dominant phase of the pteridophytes. ഇത് dominant phase ആണ്. ഓക്കെ, ഇത് ഞാൻ കുറച്ച് താഴേക്ക് വെച്ചുതരാം. ഓക്കെ, ഇവിടെ. And from here it will develop as what? ഇനി ഗ്രീൻ ലൈൻ വരക്കാറോ, കുഴപ്പമില്ല. So this is the pteridophyte we have been talking about. പ്രോതാലസിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടാണ് എന്തുണ്ടാവുക? ലൈക്ക് ദ ടെറിഡോഫൈറ്റ് വളർന്നു വരിക. പ്രോതാലസിൽ നിന്നും വളർന്നു വന്നിട്ട് ആർക്കും വേണ്ടി ക്ലാസ് എടുക്കുക. Majority of pteridophytes, all the spores are of the similar kind. Such plants are called homospores. എല്ലാം ഒരേ ടൈപ്പ് സ്പോർസ് ആണ്, എല്ലാം ഒരേ വലിപ്പത്തിലുള്ള സ്പോർസ് ആണ്. ഇറ്റ് ഇസ് homospores. General like Salaginella and Salvinia, which produce two kinds of spores, macrospores or microspores, are known as heterospores. Okay, heterospores. Salaginella and Salvinia are രണ്ട് ടൈപ്പ് സ്പോർസ് ഉണ്ടാക്കുന്നു, മാക്രോ ആൻഡ് മൈക്രോ, നോൺ ആസ് ഹെട്രോസ്പോർസ്. ബാക്കി എല്ലാ പ്ലാന്റ്സും എന്തായിരിക്കും? ഹോമോസ്പോർസ് ആയിരിക്കും. ഏകദേശം എല്ലാ ടെറിഡോഫൈറ്റ്സും ദേ പ്രൊഡ്യൂസ് സെയിം സ്പൈസ് ഓഫ് സ്പോർസ്, ദാറ്റ് ഈസ് കോൾഡ് എന്ത്? ഹോമോസ്പോർസ്. ജനറൽ ലൈക്ക് Salaginella and Salvinia, which produce two kinds of spores, are called microspores and large spores, are known as heterospores. The megaspores and microspores germinate and give rise to female and male gametophytes respectively. That means നമുക്ക് എന്ത് പറയാൻ പറ്റും? Here, look at this. മെഗാസ്പോർസിൽ നിന്നും മാക്രോസ്പോർസ്, മെഗാസ്പോർസിൽ നിന്നും ഫീമെയിൽ ഗാമേറ്റ്, മാക്രോസ്പോർസിൽ നിന്നും മെഗാസ്പോർസ് ആൻഡ് മൈക്രോസ്പോർസ് ഇതൊന്നും മെയിൽ ഗാമേറ്റ്. മെഗാസ്പോർസ് ഓർ മാക്രോസ്പോർസിൽ നിന്നും ഫീമെയിൽ ഗാമേറ്റ്, മൈക്രോസ്പോർസിൽ നിന്നും മെയിൽ ഗാമേറ്റ് ഉണ്ടാക്കുന്നു. The female gametophyte in its plants are retained on the plant sporophyte for variable period. ഈ ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദിസ് ഇസ് എ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ട് ദ നെക്സ്റ്റ് ക്ലാസ്, അതായത് നെക്സ്റ്റ് ഓർഡർ, അതായത് ജിംനോസ്പോമിലും ആൻജിയോസ്പോമിലും വി ക്യാൻ സീ ദിസ് സെയിം തിങ്. ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആർ റീറ്റെയിൻ ഓൺ ദ പാരന്റ് സ്പോറോഫൈറ്റ്. മനസ്സിലായല്ലോ? ഡെവലപ്മെൻറ്റ് ഓഫ് ദ സൈഗോട്ട് ഇസ് young embryos take place within the female gametophyte.
This event is a precursor to seed habit, considered an important step in evolution. Seed habit. Okay, like the event is like young embryos take place within the female gametophyte. ഇതാണല്ലോ ഗാമറ്റോഫൈറ്റ്. സ്പോറോഫൈറ്റ് ഉണ്ടായി. സ്പോറോഫൈറ്റിന് ഇവിടെ ഒരു ഗാമറ്റോഫൈറ്റ് ഉണ്ടായി. ഓക്കെ, ഗാമറ്റോഫൈറ്റ്. ഗാമറ്റോഫൈറ്റിനകത്ത് എന്തുണ്ട്? ഒരു എന്തുണ്ട്, നമുക്കെന്ത് പറയാൻ പറ്റും? യങ് എംബ്രിയോ. യങ് എംബ്രിയോ ഉണ്ടായത് എന്താ? ഗാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിലാണ്. സോ ഗാമറ്റോഫൈറ്റിനകത്ത് എന്തുണ്ടാകുന്നു? സോ ദിസ് സ്ട്രക്ചർ ഇസ് ദ പ്രിക്കസർ ടു സീഡ് ഹാബിറ്റ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ സ്ഥിരമായി ചോദിക്കാറുണ്ട്. സീഡ് ഹാബിറ്റ് ഇസീനി, ഇതാണ് സീഡ് ഹാബിറ്റ്. നമ്മൾ +2 ബോർഡ് എക്സാമിന് വരും ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സീഡ് ഹാബിറ്റ് എന്താണ്? ഇത്ര പറയാൻ മാത്രം, ഇത്ര എംഫസിസ് കൊടുക്കാനുള്ള സാധനം എന്താണ്? സീഡ് ഹാബിറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദ വാട്ട്? ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ എവല്യൂഷൻ. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ദ റീപ്രൊഡക്ഷൻ ഇൻ വാട്ട്? ഇൻ ടെറഡോഫൈറ്റ്സ്. ടെറഡോഫൈറ്റ്സ് നമുക്ക് കാണുന്ന മെയിൻ സാധനം ഇതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ടെറഡോഫൈറ്റ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻടു 4 ക്ലാസ്സസ്. 4 ക്ലാസ്സസ് ഉണ്ട് ടെറഡോഫൈറ്റ്സിൻ്റെ. സോ ക്ലാസ്സസ് ഏതൊക്കെയാ? സിലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്ഫീനോപ്സിഡ ആൻഡ് ടീറോപ്സിഡ. അതിൻ്റെ എക്സാമ്പിൾസ്, അതിൻ്റെ ക്ലാസ്സസിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കേണ്ടതാണ്. ഏതൊക്കെ? സിലോപ്സിഡ പറയുമ്പോൾ സിലോട്ടം, ലൈക്കോപ്സിഡ പറയുമ്പോൾ സെലാജിനെല്ല, ലൈക്കോപോഡിയം, സ്ഫീനോപ്സിഡ എന്ന് വെച്ചാൽ ഇക്വിസിറ്റം, ആൻഡ് ടീറോപ്സിഡ ഡ്രയോപ്ടെറിസ്, ടെറിസ് ആൻഡ് അഡിയാൻഡം. ഇത് മൂന്നാണ് ഉള്ളത്, സ്ഫീനോപ്സിഡ, ടീറോപ്സിഡ. സോ ദാറ്റ്സ് അബൌട്ട് ദ വാട്ട്? ടെറഡോഫൈറ്റ്സ്. ഐ ഹോപ്പ് യു ക്ലിയർ അബൌട്ട് ഇറ്റ്, റൈറ്റ്? നമുക്ക് ഇത് കൂടി നോക്കാം, ഈ ഫിഗർ കൂടി. സോ സെലാജിനൽ നോക്കൂ, ലീവ്സ്, സ്റ്റെം, റൂട്ട്സ് ഉണ്ട്. ഇതൊക്കെയാണ് റൂട്ട്സ്. ഇതെല്ലാം ഇതെല്ലാം റൂട്ട്സിൻ്റെ മറ്റ് ലൈക്ക് മെച്ചൂർ റൂട്ട്സ് പോലെ നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് ഇത് കണ്ടോ, സ്ട്രോബിലസ് ആൻഡ് കോൺ ആർ സീൻ ഇൻ വിച്ച് പ്ലാന്റ്സ്? ആർ സീൻ ഇൻ സെലാജിനെല്ല ആൻഡ് ഇക്വിസിറ്റം. സെലാജിനെല്ല, ഇക്വിസിറ്റം നമ്മൾ മെയിനായിട്ട് കാണുന്നത്. ഓക്കെ, സ്ട്രോബിലസ് ആൻഡ് കോൺ. Then these are the node, internode, branches. Branches are developed from the node. So there are nodal branches. And rhizomes are seen in what? Rhizome നമ്മൾ പറയുന്ന സാധനം എന്താ? ലൈക്ക് ഇഞ്ചി, ജിഞ്ചർ, അതിനൊക്കെ നമ്മൾ റൈസോം എന്ന് പറയാം. സ്റ്റെമ്മിൻ്റെ പ്രോലിഫറേഷൻ സംഭവിച്ചിട്ടാണ് നമ്മൾ ജിഞ്ചർ, ഇഞ്ചൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ റൈസോം. ആൻഡ് ഫേൺ, സാൽവീനിയ, ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇതാണ് സാൽവീനിയ. കണ്ടോ, ഹ്യൂജ് റൂട്ട്സ് ആർ ദ root like structures are being produced there. നെക്സ്റ്റ് ലൈക്ക് ദ ഫേൺസ് നമ്മൾ പറയും, നോക്കൂ. Okay, so any doubts? I hope there are no doubts in it, right? ഓക്കെ, സോ അതാണ് നമ്മൾ ടെറഡോഫൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞാണല്ലേ. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്ത ജിംനോസ്പോമിനെ കുറിച്ച് പറയാം. ഓക്കെ, ജിംനോസ്പോംസ്. So gymnosperms.
Gymnosperm എന്ന് വെച്ചാൽ the gymnosperms are plants in which the ovules are not enclosed by any ovary wall and remain exposed. Okay, പേരിൽ തന്നെ ഉണ്ട്. The gymnosperms are plants in which ovules are not enclosed by any ovary wall, okay, and remain exposed both before and after fertilization. Okay, both before and after fertilization, the ovaries are not involved. The seed that develop post fertilization are not covered, that is are naked. സീഡ്സ് ഉണ്ടാകുന്നു. ഓക്കെ, നമുക്കറിയാം ഒരു ആപ്പിളൊക്കെ കഴിക്കുമ്പോൾ എന്തായിരിക്കും, ആപ്പിൾ ഒരു ഫ്രൂട്ട് ഉണ്ട്. ആപ്പിൾ പറയുമ്പോൾ ഒരു ഫ്രൂട്ട് ഉണ്ട്, ഫ്രൂട്ടിനകത്ത് സീഡ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നോർമൽ കേസിൽ ഉണ്ടാവുക. ബട്ട് ഹിയർ എന്താണെന്ന് വെച്ചാൽ ഇൻ ജിംനോസ്പേംസ് സീഡ് ഉണ്ടാവും ഇൻ ദ ഫോം ഓഫ് കോൺ ഓർ സ്ട്രോബിലെ എല്ലാം ഉണ്ടാവും. ബട്ട് ദർ ആർ നോട്ട് ഫ്രൂട്ട്, നോ ഫ്രൂട്ട്സ് ആർ ദർ. ഓക്കെ, നോ ഫ്രൂട്ട്സ്. No fruits would be there. That's the thing. Gymnosperm include medium-sized trees or tall trees and shrubs. One of the gymnosperm, the giant redwood tree sequoia. This is very important. Okay, this സ്ഥിരമായി ചോദിക്കുന്ന സംഭവമാണ്. Giant redwood tree sequoia. റെഡിൽ മാർക്ക് ചെയ്യുക. The giant redwood tree sequoia is one of the tallest tree species. സോ ടോളസ്റ്റ് ട്രീ സ്പീഷീസ് എന്ന് വെച്ചാൽ നമ്മളറിയാം ഡൈക്കോട്ട് അല്ല, ആൻജിയോസ്പെർമിൽ ഏറ്റവും വലുത് ഇറ്റ്സ് യൂക്കാലിപ്റ്റസ്. ബട്ട് ഹിയർ ദ റെഡ്വുഡ് ട്രീ സെക്വയ ഇറ്റ് ഇസ് മച്ച് ഹയർ, മച്ച് ടോളർ ദാൻ ദ റെസ്റ്റ് ഓഫ് ദ യൂക്കാലിപ്റ്റസ്. സോ giant redwood tree sequoia is the largest or the tallest tree species alive. The roots are generally tap roots. Tap roots ആണ് ജനറലി ഉണ്ടാക്കുക. ടാപ്പ് റൂട്ട്സ് അറിയാലോ അല്ലേ? ടാപ്പ് റൂട്ട്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് റൂട്ട്സ് സോയിൽ ലെവൽ, ടാപ്പ് റൂട്ട് would be like this and roots would be like this. Okay, tap roots. Now, the roots in some genera have fungal association in the form of mycorrhiza. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫംഗസ് പഠിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് വാട്ട്, മൈക്കോറൈസ. ഇവിടെ എന്തുണ്ടാവും? ഫംഗൽ അസോസിയേഷൻ, ഫംഗസ്. So it's called mycorrhiza. Mycorrhiza. While others, cycasilaണെങ്കിൽ, there are small special called coralloid roots. This is also very important. Okay, coralloid roots association with nitrogen fixing cyanobacteria. Nitrogen fixing cyanobacteria ഏതാ? It is nostoc and anabina, right? Yes, it is nostoc and anabina. So nostoc anabina എവിടെ കാണുന്നുണ്ട്? നമ്മൾ ഈ സൈക്കാസിൻ്റെ റൂട്ട്സിനകത്ത് കോറലോയിഡ് റൂട്ട്സ് പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് റൂട്ട്സ് ഉണ്ട്. ഈ സ്പെഷ്യലൈസ്ഡ് റൂട്ട്സിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ത്? നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ സൈക്കാസിനകത്ത്. ഓക്കെ, മൈക്രോറൈസ അതെല്ലാം പറയുന്നുണ്ട്. The stems are unbranched in cycas and branched in here. Stems are unbranched in cycas and branched in pinus or cedrus. The leaves, cedrus എന്ന് വെച്ചാൽ ലൈക്ക് ദേവദാർ എന്ന് പറയാനുണ്ട്. അല്ല, ദേവദാർ വേറെ ചെടിയുണ്ട്. ബട്ട് ദേവദാർ ഇസ് ഓൾസോ ടൈപ്പ് ഓഫ് വാട്ട്? ടൈപ്പ് ഓഫ് ജിംനോസ്പെർം. Another example of gymnosperm is ദേവദാർ. The leaves may be simple or compound. What do you mean by simple and compound leaves? Simple leaves എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇത് നമ്മൾ നോർമലായിട്ട് ഒരു ലീവ്സ് വെച്ചു. ഓക്കെ, ദിസ് ഇസ് കോൾഡ് എ സിമ്പിൾ ലീഫ്. നൗ വാട്ട് ഇസ് കോമ്പൗണ്ട് ലീഫ്? കണ്ടോ, ഒരു സിംഗിൾ ലീഫ് തന്നെ ഒരുപാട് ലീഫ്ലെറ്റായി മാറി. ഓക്കെ, ദിസ് ഇസ് എ കോമ്പൗണ്ട് ലീഫ്. സിമ്പിൾ ലീഫ് ആൻഡ് കോമ്പൗണ്ട് ലീഫ്. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ലീവ്സ്. In cycas, the pinnate leaves persist for a few years. Cycasന്റെ pinnate leaves, ഇതുപോലെ compound leaves, they would persist for a few years. The leaves in gymnosperm are well adapted to withstand extremes of temperature. Leaves in gymnosperm are well adapted to withstand extremes of temperature, humidity and wind. അതാണ് പറഞ്ഞ leaves of cycas would persist for years. എത്ര വർഷങ്ങളോളം പോലും അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. In conifers, here look at, in conifers, the needle-like leaves reduce the surface area. Their thick cuticle and fungal stomach also reduce water loss. This is also very important. Conifers എന്താ? needle-like leaves ആയിരിക്കും ഉണ്ടാക്കുക. അതിൽ സർഫസ് ഏരിയ ഭയങ്കര റെഡ്യൂസ്ഡ് ആയിരിക്കും. Cuticle is thick and fungal stomata also help to reduce water loss. Okay, cuticle is thick and fungal stomata also help to reduce water loss. These are also very important. Okay, നമുക്കൊന്ന് മാറ്റി എഴുതിയേക്കാം. ലീവ്സിന് പ്രത്യേകത ഇൻ കോണിഫേഴ്സ്. കോണിഫേഴ്സിൽ ലീവ്സിൽ എങ്ങനെ കാണാൻ പറ്റും? ലീവ്സ് ആർ needle-like leaves. Needle-like leaves reduce surface area. ഇതെല്ലാം ഇങ്ങനെ പോയിന്റ് ആക്കി എഴുതാൻ എഴുതണം. അവിടെയാണ് നമ്മുടെ വിഷയം ഉണ്ടായിരിക്കുക.
So reduce surface area. Next, thick cuticle. Sunken stomata. And help to reduce water loss. Reduce water loss. അതുപോലെ. സോ ഇതാണ് ലീഫിൻ്റെ പ്രത്യേകത. ദീസ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. Leaves of conifers. Leaves of conifers. Conifers ഞാൻ മറന്നുപോയി. ഓക്കെ, കോണിഫേഴ്സ്. ലീവ്സ് ഓഫ് കോണിഫേഴ്സ്. അതിൻ്റെ പെക്യുലാരിറ്റീസാണ് ഞാൻ പറഞ്ഞത്. നീഡിൽ ലൈക്ക് ലീവ്സ് ഉണ്ടോ? ആരും കാണാനില്ലേ? സോ ഓക്കെ, നെക്സ്റ്റ് ജിംനോസ്പേംസ്. ഇനി അതിൻ്റെ ലൈക്ക് ഓക്കെ, ഇപ്പോൾ സംടൈം അല്ല തിരക്കെന്തെങ്കിലും ഉണ്ടാകും. സോ ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് ഓൺ ദി അൺലിസ്റ്റഡ് വീഡിയോസ് ആക്കി ഇട്ടോളാം ഇതിനകത്ത്. ഓക്കെ, ലൈവ്സിൽ സെക്ഷനിലുണ്ടാവും അൺലിസ്റ്റഡ് വീഡിയോ. സോ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അതിരുന്ന് കണ്ടോളൂ. ഓക്കെ, സോ സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ തിരക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അൺലിസ്റ്റഡ് ഫോമിൽ ഇട്ടോളാം. എന്നിട്ട് അത് നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, ഓൾറൈറ്റ്. ഐ തിങ്ക് ദാറ്റ് വുഡ് ബി ദി ബെറ്റർ. മറ്റേത് ഇവിടെ ആരും ഇല്ല. 6 പേര് ഓൾറെഡി 6 പേരാണ് ഉള്ളത്. പക്ഷെ 6 പേരിൽ ആരും ഇല്ല ഇവിടെ. നെറ്റ് ഇഷ്യൂ കാരണം കട്ടാവുന്നുണ്ട്. ഓ, എൻ്റെതാണോ? സാറിൻ്റെ രണ്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലേ, അത് അൺലിസ്റ്റഡ് വീഡിയോ ഒക്കെ ഇട്ടോളാം യൂട്യൂബിനകത്ത്, ലൈവിനകത്ത്. അൺലിസ്റ്റഡ് ആകുമ്പോൾ ലിങ്ക് ഉള്ള ആൾക്കാർക്ക്, അതായത് ഈ ലിങ്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ. സോ ഈ ലിങ്ക് ഉള്ള എല്ലാവർക്കും അയച്ചു തരാം. സോ അങ്ങനെ അൺലിസ്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് സൗകര്യപൂർവ്വം നിങ്ങൾക്ക് പറ്റുന്ന ടൈമിൽ എടുത്ത് കണ്ടാൽ മതി. ഓക്കെ, ബട്ട് ആ ഇൻട്രാക്ഷൻ അപ്പോൾ കിട്ടില്ല. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിച്ചോളൂ. ഓക്കെ, ഇപ്പോൾ തന്നെ ചോദിച്ചു വെച്ചോളൂ, നെറ്റുള്ള ടൈമിലല്ല. ഓക്കെ, ഓൾറൈറ്റ്. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് ജിംനോസ്പേമിനെ പറ്റി പറഞ്ഞാണ്. ജിംനോസ്പേമിൻ്റെ പറഞ്ഞു, ഇത്രയും നേരം പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു, ലീവ്സ് ഓഫ് കോണിഫേഴ്സ് എല്ലാം പറഞ്ഞു. നെക്സ്റ്റ്, ജിംനോസ്പേംസ് ആർ ഹെട്രോസ്പോർസ്. ഇനി പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു സ്പോർട്സിനെ പറ്റി പറഞ്ഞു. ഇത്രയും നേരം അമീബ സ്പോർട്സ് പറഞ്ഞു, ബ്രയോഫൈറ്റ് സ്പോർട്സ് പറഞ്ഞു, ടെറോഫൈറ്റ് സ്പോർട്സ് പറഞ്ഞു. ഇനി എന്താ വെച്ചാൽ ജിംനോസ്പേമിൽ ദ ജിംനോസ്പേം സ്പോർട്സ് ആർ ഹെട്രോസ്പോർസ്. ദേ പ്രൊഡ്യൂസസ് 2 types of spores here. Look at this. Gymnosperms are heterospores. They produce haploid microspores and megaspores. ഇവിടെ നമുക്ക് സൈഡിൽ എഴുതുന്ന സ്ഥലമല്ല. സോ വിൽ ജസ്റ്റ് ഗോ ഓൺ വിത്ത് ഇറ്റ്. Haploid microspores and megaspores. 2 kinds of spores are produced within sporangia that are borne on sporophylls that are arranged spirally along an axis to form lax or compact strobili or cones. The strobili bearing microsporophylls and microsporangia are called male strobili. The microspore develop into a male gametophytic generation which is highly reduced and is confined to only a limited number of cells. This reduced gametophyte is called a pollen grain. Very important thing. Very, very, very much important thing. Reduced gametophyte is called a pollen grain. Okay. The development of pollen grain may take place in the microsporangia. The cones bearing megasporophylls with ovules or megasporangia are called megasporangiate or female strobili. So ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ദ ജിംനോസ്പേം ആർ ഹെട്രോസ്പോർസ്. 2 ടൈപ്പ് സ്പോർസ് ഉണ്ടാക്കുന്നുണ്ട്. മൈക്രോസ്പോർസ് ഉണ്ടാക്കുന്നു, മെഗാസ്പോർസ് ഉണ്ടാക്കുന്നു. ഈ മൈക്രോസ്പോർസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ദേ ആർ സിറ്റുവേറ്റഡ് ഇൻ മൈക്രോസ്പോറാഞ്ചിയം.
Alright, you can just see my chair, right? ഒന്നുമില്ല, സോറി, ക്യാമറ ഓഫ് ആയി പോയതാ. അപ്പോൾ ക്യാമറ ഓൺ ആക്കാൻ പോയതാ. ഓക്കെ, ക്യാൻ സീ മീ റൈറ്റ് നൗ? ഇപ്പോൾ കാണുന്നുണ്ടോ? I guess you can see me right now, right? Yes, okay. കാണാൻ പറ്റുന്നുണ്ട്. Alright. സോ നമ്മൾ എവിടെ നിർത്തിയത്? ലൈക്ക് മെഗാ സ്പോർട്സ് ഉണ്ട്, മൈക്രോ സ്പോർട്സ് ഉണ്ട്. ഓക്കെ, മൈക്രോ സ്പോർട്സ് ആർ there and മെഗാ സ്പോർട്സ് ആർ there. And so the microspores develop into male gametophytic generation, which is highly reduced. നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോസ്പോർസ് എങ്ങനെയായിരുന്നു? മൈക്രോസ്പോർസ് would be produced in ആന്തറീഡിയം. ആന്തറീഡിയത്തിൽ ഒരുപാട് മൈക്രോ ഗാമറ്റ്സ് ഉണ്ട്, മെയിൽ ഗാമറ്റ്സ് ഉണ്ട്, ആന്തറോസോയിഡ്സ് എന്ന് നമ്മൾ പേരെടുത്ത് വിളിച്ചു. ആന്തറോസോയിഡ്സ് ആർ പ്രസന്റ് ഇൻ ലാർജ് നമ്പർ. ഓക്കെ, ഇനി എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഹിയർ ദ മെയിൽ ഗാമറ്റോഫൈറ്റ് ഇസ് റെഡ്യൂസ്ഡ് സോ മച്ച്, ഭയങ്കര ചെറുതാക്കി വെക്കുന്നു. നേരത്തെ പറഞ്ഞ ഗാമറ്റോഫൈറ്റ് എന്തായിരുന്നു? ബ്രയോഫൈറ്റിൽ ഗാമറ്റോഫൈറ്റ് വാസ് ദ predominant form. Okay, ടെർഡോഫൈറ്റിലെത്തിയപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് പ്രിഡോമിനൻറ്റ്, ബട്ട് ഇറ്റ് വാസ് റെഡ്യൂസ്ഡ് ആസ് എ പ്രോതാലസൈഡ് മാറ്റുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഹിയർ ഇൻ ജിംനോസ്പം ഇറ്റ് ഈസ് മച്ച് റെഡ്യൂസ്ഡ് ഇൻ ടു ജസ്റ്റ് എ സിംഗിൾ പോളൻ ഗ്രെയിൻ. സിംഗിൾ സെല്ലല്ല, മൾട്ടി സെല്ലാറാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ വെരി സ്മോൾ പോളൻ ഗ്രെയിൻ ആയിട്ട് റെഡ്യൂസ് ചെയ്തു. സോ പോളൻ ഗ്രെയിൻ ഈസ് ദ മെയിൽ ഗാമറ്റോഫൈറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, മെയിൽ ഗാമറ്റോഫൈറ്റ് ഇസ് വിച്ച് ഇസ് ദ മെയിൽ ഗാമറ്റോഫൈറ്റ്? സ്ഥിരമായി ചോദിക്കുന്നതാണ്. മെയിൽ ഗാമറ്റോഫൈറ്റ് ഇസ് ദ സ്പോർ ലൈക്ക് ദ പോളൻ ഗ്രെയിൻ ഈസ് ദ മെയിൽ ഗാമറ്റോഫൈറ്റ്. ഇതെല്ലാം ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് ആണ്. യു ഹാവ് ടു യെറ്റ് ഫീഡ് ഇറ്റ് ഇൻ ദ മൈൻഡ് ജസ്റ്റ് റൈറ്റ് നൗ. സോ മെയിൽ ഗാമറ്റോഫൈറ്റ് ഇസ് ദ പോളൻ ഗ്രെയിൻ. ഡെവലപ്മെൻറ്റ് ഓഫ് പോളൻ ഗ്രെയിൻ ടേക്സ് പ്ലേസ് വിത്തിൻ ദ മൈക്രോസ്പൊറാഞ്ചിയക്കകത്താണ് എന്തുണ്ടാവുക? ലൈക്ക് ഡെവലപ്മെൻറ്റ് ഓഫ് പോളൻ ഗ്രെയിൻ ടേക്ക് പ്ലേസ് ചെയ്യുക. The cones bearing megasporophylls with ovules or megasporangium are called macrosporangiate or female strobili. The male or female cones or strobili may be born on the same tree, Pinus. Okay? സോ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മൈക്രോസ്പോറഞ്ചിയം പോളൻ ഗ്രെയിൻ വരുന്നു. ഇനി ആ ഒരു പിക്ചറിൽ റെപ്രസെൻറ്റേഷൻ പറഞ്ഞുതരാം. നോക്കൂ, ഇത് ഒരു സ്റ്റെമ്മ്, ഇതിൻ്റെ ആക്സിസ് കാണുന്നില്ലേ? ഉണ്ട്, എൻ്റെ തൊട്ട് തല മേലെ. ഓക്കെ, ഇനിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഇതാണെന്ത്? മൈക്രോസ്പോറോഫിൽ. ഓക്കെ, മൈക്രോസ്പോറോഫിൽ. ഇത് നമ്മൾ പേരെടുത്ത് വിളിച്ചു വാട്ട്? മൈക്രോസ്പോറോഫിൽ. മൈക്രോസ്പോറോഫിൽ. ഇതിൽ എല്ലാ ലീഫിനും താഴെ എന്തുണ്ട്? ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. ദീസ് ആർ കോൾഡ് വാട്ട്? ദീസ് ആർ കോൾഡ് ദ മൈക്രോസ്പൊറാഞ്ചിയം. മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് ആരുണ്ട്? മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് ആരുണ്ട് മക്കളെ? ഇതിനകത്ത് ആരുണ്ട്? ദീസ് ആർ ദ മെയിൽ ഗാമേറ്റ്സ് ഓർ ദ മൈക്രോസ്പോർസ്. സോ മൈക്രോസ്പോർസ് ആർ പ്രസൻറ്റ് ഇൻസൈഡ്. ആക്ച്വലി ഇൻസൈഡ് ആണ്. ഓക്കെ, I guess you can see what I'm drawing here. Okay, microspores. Now it's perfect. Okay, microspores present in the microsporangium. ഇനി എന്താ പറയുന്നത്? Now this is അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ കോൺ. സോ ദിസ് ഇസ് വാട്ട് വി കോൾ എ കോൺ. കോൺ കൺസിസ്റ്റ് ഓഫ് മൈക്രോസ്പോറോഫിൽ, മൈക്രോസ്പോറാഞ്ചിയം ആൻഡ് മൈക്രോസ്പോർ. മൊത്തത്തിൽ പറയുന്ന പേരാണ് വാട്ട്? കോൺ ഓർ സ്ട്രോബിലൈ. അത് കാണുന്നുണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ കാണാം. കോൺ ഓർ സ്ട്രോബിലൈ. ഓക്കെ, യെസ്. സോ ഇതാണ് എന്ത്? ലൈക്ക് കോൺ, മെയിൽ കോൺ. നൗ വാട്ട്? The microspores develop into male gametophytic generation, which is highly reduced and is confined to a limited number of cells. അതാണ് നമ്മൾ microcytic what? Microcyte is called gametophyte. Microcyte gametophyte is called what? Pollen grain. The development of pollen grain takes place within the microsporangia. നമ്മൾ പറഞ്ഞ microsporangia താഴത്താണ് pollen grain ഡെവലപ്പ് ചെയ്യുക.
So the cones bearing megasporophylls with ovules or megasporangia are called macrosporangiate or female strobili. This is the male cone or male strobili. ഇനി ഫീമെയിൽ കോൺ ഓർ ഫീമെയിൽ സ്ട്രോബിലി എങ്ങനെയാണ് ഉണ്ടാവുക വെച്ചാൽ ഇവിടെ വരച്ചുതരാം. സെയിം കളേഴ്സ് തന്നെ യൂസ് ചെയ്യാം. ആദ്യം ആക്സിസ് വരച്ചു. ഓക്കെ, ഓക്കെ. ഇനി വരക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മെഗാസ്പൊറാഞ്ചിയം. ഒരു പെർട്ടിക്കുലർ ഡിഫറൻസ് നിങ്ങൾ കണ്ടോ രണ്ട് തമ്മിൽ? ഇവിടെ കാണുന്നത് സ്പോറോഫിൽ വരച്ചു, അതിന് താഴെയാണ് മൈക്രോസ്പൊറാഞ്ചി ഉണ്ടായിരുന്നത്, ഇവിടെ മുകളിലാണ് ഉണ്ടാവുക. ഓക്കെ, അതെന്തിനായിരിക്കും? എന്തിനാ ഇവിടെ മുകളിൽ വെച്ചത്? എനി ഐഡിയ? എന്തുകൊണ്ടായിരിക്കും? ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ വെച്ചിട്ടുണ്ടാവുക? മെഗാസ്പൊറാഞ്ചിയം ലീഫിൻ്റെ മുകളിൽ. എനി ഗസ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പറഞ്ഞോ ലഹൽ പറയൂ. Any idea? ഓക്കെ, അതെന്തിനാന്ന് വെച്ചാൽ ലൈക്ക് ലീഫ് ഇങ്ങനെ വെച്ചു, ലീഫിൻ്റെ താഴെ എന്തുണ്ട്? മെഗാസ്പൊറാഞ്ചി അല്ല മൈക്രോസ്പൊറാഞ്ചി ഉണ്ട്. മൈക്രോസ്പൊറാഞ്ചിയത്തുണ്ട്. ഓക്കെ, അതിൽ നിന്നും റിലീസ് താഴേക്കാണ് റിലീസ് ചെയ്യുക. ഓക്കെ, ഇത് മുകളിലാണെങ്കിൽ, ഓക്കെ, ഇത് ലീഫ് മുകളിലാണ് മൈക്രോസ്പൊറാഞ്ചി എങ്കിൽ ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സംഭവം എന്ത് പറ്റുന്നു? ഇറ്റ് വുഡ് ഡെപ്പോസിറ്റ് ഓൺ ദിസ് ലീഫ് ഇറ്റ് സെൽഫ്, അല്ലേ? അത് ഫുൾ സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. സോ സപ്പോസ് ലീഫിൻ്റെ താഴെയാണ് മൈക്രോസ്പൊറാഞ്ചി ഉള്ളത്, അപ്പോൾ എന്ത് പറ്റുന്നു? ഇവിടെ നിന്ന് റിലീസ് ചെയ്താൽ ഇറ്റ് വുഡ് ഈസിലി ഗോ ഔട്ട് ടു ദ എയർ കറണ്ടിലൂടെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വൈ മൈക്രോസ്പൊറാഞ്ചി സിറ്റുവേറ്റഡ് ബിലോ ദ മൈക്രോസ്പൊറോഫിൽ. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരച്ചുണ്ടോ മെഗാസ്പൊറാഞ്ചിയം, ഇത് ഫീമെയിൽ സ്ട്രോബിലായി. ഫീമെയിൽ സ്ട്രോബിലായി ഓർ ഫീമെയിൽ കൂൺ, ഫീമെയിൽ സ്ട്രോബില ഫീമെയിൽ കൂൺ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ദ ലീഫിന് മുകളിലാണ് എന്തുള്ളത്? ഈ ഫീമെയിൽ മെഗാസ്പൊറാഞ്ചി ഉള്ളത്. മെഗാസ്പൊറാഞ്ചിയത്തിന് എന്ത് കിട്ടും? ലൈക്ക് ഓൾ ദീസ് പോളൻ ഗ്രെയിൻസ് ഗെറ്റ്സ് ഡെപ്പോസിറ്റ് ഓൺ ഇറ്റ്. അത് താഴെ വെച്ചിട്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. സോ മുകളിലാണുള്ളത്. സോ ഇറ്റ്സ് ആർ ജസ്റ്റ് നാച്ചുറൽ വേ how microsporophylls and megasporophylls are arranged, and microsporangium are arranged on microsporophyll, and megasporangium or megasporangiate are arranged in megasporophylls. Okay, so this is the thing, female strobili. അപ്പോൾ ഇതും വരച്ചു. ഐ ഹോപ്പ് യു ക്ലിയർ അബൌട്ട് ഇറ്റ്. ഓക്കെ, നൗ നെക്സ്റ്റ് മെയിൽ. ഇനി പറയുന്നത് വെച്ചാൽ ലൈക്ക് ഇഫ് ഇറ്റ്സ് ഇൻ ദ സെയിം പ്ലാനിലാണോ രണ്ടുണ്ടാവുക? ഇഫ് ഇറ്റ്സ് എന്താ പറയുക, ലൈക്ക് മൊണീഷ്യസ് ഓർ ഡയേഷ്യസ്, എങ്ങനെ ഉണ്ടാവുക നമുക്ക് നോക്കാം. ഇൻ പൈനസ് നോക്ക്, പൈൻ മരങ്ങൾ, പൈൻ മരത്തിൽ മെയിൽ ആൻഡ് ഫീമെയിൽ കോൺസ് സ്ട്രോബെറി മേ ബോൺ ഓൺ ദ സെയിം ട്രീ ആണെങ്കിൽ ഇസ് പൈനസ്. സൈക്കാസ് മെയിൽ കോൺസ് ആൻഡ് മെഗാസ്പോറോഫിൽസ് ആർ ബോൺ ഓൺ ഡിഫറെൻറ്റ് ട്രീസ്. ഓക്കെ, മനസ്സിലായില്ലേ? മെയിൽ കോൺസിൽ ഹിയർ, പൈൻ ആണെങ്കിൽ പൈൻ
Okay, can you see me right now? ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? സോ അത് അത് ഞാൻ പറഞ്ഞില്ലേ, ക്യാമറ ഇടയ്ക്കൊന്ന് ഓഫായി പോകുന്നുണ്ട്. ദാറ്റ്സ് വൈ ദ ബ്ലാക്ക് സ്ക്രീൻ വരുന്നത്. ഓക്കെ, ഐ എം സോറി. Camera is suddenly turning off. Okay, all right. സോ അപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു? സോ വാട്ട് ഇസ് ന്യൂസെല്ലസ്? ന്യൂസെല്ലസ് എന്ന് വെച്ചാൽ ലൈക്ക് ഓവറിക്കകത്ത് ഒവ്യൂൾ അല്ലാതെ വേറെ ഒരുപാട് സെൽസ് ഉണ്ട്. ദേ ആർ കോൾഡ് ന്യൂസെല്ലസ്. ന്യൂസെല്ലസ്. ആൻഡ് നൗ ആൻഡ് ഹിയർ the nucellus is protected by an envelope and the composite structure is called an ovule. Okay, ovarikathu nucellus is protected by envelopes and the composite structure is called an ovule. Ovules are borne on megasporophylls which may be clustered to form the female cones. Okay, megaspore is differentiated from one of the cells of nucellus. ഞാൻ കാണിച്ചു തരാം, ഒരു പിക്ചറിലായിട്ട് തന്നെ കാണിച്ചു തരാം. Okay, be with me. Okay, I'll be teaching you. ഇതാണ് നമ്മുടെ ആര്, മെഗാസ്പൊറാഞ്ചിയത്തിനകത്തെ സെൽസ്. ഓക്കെ, ഇതാണ് മെഗാസ്പൊറാഞ്ചിയം. ഇതിനകത്ത് ഒരുപാട് സെൽസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് സെൽസ് ഉണ്ട് ഇതിനകത്ത്. സെൽസിന് ന്യൂക്ലിയസ് ഉണ്ട്. സോ ദീസ് ടൈപ്പ് ഓഫ് സെൽസ് ആർ കോൾഡ് ന്യൂസെല്ലസ്. മനസ്സിലായല്ലോ? മനസ്സിലാവും. കേൾക്കുന്നവർ ശരിക്കും കേൾക്കും. ഇതാ ന്യൂസെല്ലസ്. ഓക്കെ, ഈ ന്യൂസെല്ലസിന് പ്രത്യേകത എന്താ? ഈ ന്യൂസെല്ലസിനകത്ത് ന്യൂസെല്ലസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ എന്ത്? മെഗാസ് ഡിഫറൻഷിയേറ്റ് വൺ ഓഫ് ദ. ഇതിൽ നിന്നും ഒരു സെൽ, ഏതെങ്കിലും ഒരു സെൽ, ലൈക്ക് ടോപ്പിലുള്ള ഈ ഒരു സെല്ലിനെ എടുത്തോളൂ. ഈ ഒരു സെല്ല് എന്ത് പറ്റുന്നു? ഇറ്റ് അണ്ടർഗോസ് ഡിഫറൻസിയേഷൻ ടു ഫോം മെഗാസ്പോർ മദർ സെൽ. ഓക്കെ, അണ്ടർഗോസ് ഡിഫറൻസിയേഷൻ ടു ഫോം മെഗാസ്പോർ മദർ സെൽ ആവും. മെഗാസ്പോർ മദർ സെൽ. ഓക്കെ, കാണില്ല ഇപ്പോൾ ശരിക്കും? ഉണ്ട്, കാണുന്നുണ്ട്. മെഗാസ്പോർ മദർ സെൽ ഹിയർ. ഇനി എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, നൗ ദ ന്യൂസെല്ലസ് ഇസ് പ്രൊട്ടക്റ്റഡ് ബൈ എൻവലപ്സ് വരുന്നു, സം എൻവലപ്സ്. ഓക്കെ, ആൻഡ് കോമ്പോസിറ്റ് സ്ട്രക്ചർ നൗ ഇറ്റ് ഈസ് കോൾഡ്, ഒരു എൻവലപ്പോടെ ഇത് പൊതിഞ്ഞ് വെക്കുന്നു. ഓക്കെ, I'm very bad at drawing, but the concept is the main thing. Okay, so എൻവലപ്പ് കൊണ്ട് ഡ്രോ ചെയ്യുന്നു, അല്ല എൻവലപ്പ് വരുന്നു. നൗ എൻവലപ്പ് കൂടി വന്നു, ന്യൂസെല്ലസ് വന്നു. ന്യൂസെല്ലസിൻ്റെ സെല്ല് ഉണ്ട്. അതിൽ നിന്നും ഒരു സെൽ എന്തായി? മെഗാസ്പോർ മദർ സെല്ലായി. എന്നിട്ട് ആ സ്ട്രക്ചർ മൈക്രോസ്പോറാഞ്ചിന് ചുറ്റും ഒരു എന്ത് വന്നു? എൻവലപ്പ് കൂടി വന്നു. നൗ ഇറ്റ് ഈസ് കോൾഡ് ആൻ ഒവ്യൂൾ. എൻവലപ്പ് കൂടി വന്നതിന് ശേഷമാണ് ഇറ്റ് ഈസ് കോൾഡ് ആൻ ഒവ്യൂൾ. ഓക്കെ, ഒവ്യൂൾ. നൗ വാട്ട് ഹാപ്പൻസ്? ഒവ്യൂൾസ് ആൻഡ് ബോൺ ഓൺ മെഗാസ്പോറോഫിൽസ്. ഇത് എവിടെ ഇരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെഗാസ്പോറോഫിൽസ് ഇതാ ഇവിടെ കണ്ടോ? ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതിനെ വലുതാക്കി വരച്ചാണ് ഞാൻ അതിനെ. മെഗാസ്പോറോഫിൽസിലാണ് എന്തിരിക്കുക? ഇതുപോലത്തെ ഒവ്യൂൾസ് ഇരിക്കുന്നത്. നൗ ദ മെഗാസ്പോർ മദർ സെൽ ഡിവൈഡ്സ് മിയോട്ടിക്കലി. മിയോസിസ്, മൈറ്റോസിസ് എന്നിങ്ങനെ കേട്ടിട്ടില്ലേ? മൈറ്റോസിസ് എന്ന് വെച്ചാൽ 1 2 ആവും. ഓക്കെ, ഇത് 2n ആണെങ്കിൽ ഇതും 2n ആയിരിക്കും. ഇതാണ് മൈറ്റോസിസ്. ഇനി മിയോസിസ് എന്ന് വെച്ചാൽ, മിയോസിസ് ഇറ്റ്സ് റിഡക്ഷൻ ഡിവിഷൻ. 2n ഉള്ളത് എന്ത് പറ്റും? ആദ്യം ഇങ്ങനെ സെയിം സ്റ്റെപ്പ് മൈറ്റോസിസ് 2n.
പിന്നെ ഇതെന്ത് പറ്റുന്നു, എൻ 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 എൻ, ഒന്നിൽ നിന്ന് 4 ഉണ്ടാകുന്നു. ഓക്കെ, ഇതാണ് എന്ത്, മിയോസിസ്. ഓക്കെ, മനസ്സിലായില്ലേ? ഒന്നിൽ നിന്ന് 4 ഉണ്ടാക്കുന്നു. സോ ഇവിടെ എന്ത് പറ്റുന്നു, മെഗാസ്പോർ മദർ സെൽ ഡിവൈഡ്സ് മിയോട്ടിക്കലി ടു ഫോം 4 മെഗാസ്പോർസ്. ഇവിടെ ഉണ്ടായ പച്ച മെഗാസ്പോർ മദർ സെല്ലില്ലേ, ഈ മെഗാസ്പോർ മദർ സെൽസ് അണ്ടർഗോസ് മിയോസിസ് ടു ഫോം 4 മെഗാസ്പോർ മദർ സെല്ലിനെയാണ് ഇതും. ബട്ട് ദീസ് 4 ആർ കോൾഡ് മെഗാസ്പോർസായി. ഓക്കെ, അപ്പം ഞാൻ ഈ ഫിഗറിൽ കുറച്ച് ഇത് വരുത്തുകയാണ്. നമുക്ക് ഈ ന്യൂസെലസിന് ആവശ്യമില്ല. നമ്മൾ മെഗാസ്പോർ ഡിവൈഡ് ചെയ്ത് എന്ത് സംഭവിച്ചു, 4 മെഗാസ്പോർസ് ഉണ്ടായി. ഓക്കെ, മനസ്സിലാവുന്നില്ലേ പറയുന്നത്? 1 2 3 4 മെഗാസ്പോർസായി മാറി. മെഗാസ്പോർ മദർ സെൽ ഡിവൈഡ്സ് ആൻഡ് ഫോം 4 മെഗാസ്പോർസ്. ഹിയർ കാണുന്നുണ്ട് അല്ലേ? യെസ്, കാണുന്നുണ്ട്. 4 മെഗാസ്പോർസായി മാറി. ഇനി എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ, വൺ ഓഫ് ദ മെഗാസ്പോർസ് enclosed within the megasporangium develops into multicellular female gametophyte and bears 2 or more archegonia or female sex organs. ഈ 4 എണ്ണത്തിൽ one of them undergoes differentiation to form female gametophyte and enclosed within female gametophyte bears 2 or more archegonia. 4 എണ്ണം വരച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ? 4 എണ്ണം. ഇതിൽ ഒന്ന് യൂഷ്വലി ഏറ്റവും ടോപ്പിലുള്ളത് it confirms and it differentiates into what? Differentiates into a female gametophyte. ഇനി ഇത് സാധാ ഒരു മെഗാസ്പോർ അല്ലടാ, ഇനി ഇത് ഒരു ഫീമെയിൽ ഗാമെറ്റോഫൈറ്റാ കേട്ടോ. ഇറ്റ്സ് എ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ്. Now it's a female gametophyte. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, ഇവിടെയുള്ള കഥ ഞാൻ പറഞ്ഞുതരാം. ആദ്യം എന്ത് സംഭവിച്ചു, ആദ്യം ഒരു മെഗാസ്പോറാഞ്ച് ഉണ്ട്. മെഗാസ്പോറാഞ്ചിനകത്ത് ഒരുപാട് സെൽസിന് ന്യൂ സെൽസിൽ നിന്നും ഒരു സെൽ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെഗാസ്പോർ മദർ സെല്ലായി മാറി. മെഗാസ്പോർ മദർ സെല്ലായി ന്യൂ സെല്ലസായി, അതിന് ചുറ്റും എൻവലപ്പ് കൂടി വന്നപ്പോൾ നൗ ഇറ്റ്സ് കോൾഡ് ആൻ ഓവ്യൂൾ. ദിസ് ഓവ്യൂൾ സിറ്റുവേറ്റഡ് ഓൺ എ മെഗാസ്പോറോഫിൽ. ഓക്കെ, അത്രയും വരെയായി. എന്നിട്ട് എന്ത് സംഭവിച്ചു, മെഗാസ്പോർ മദർ സെല്ലായല്ലോ. ഈ മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോസ് മിയോട്ടിക് ഡിവിഷൻ സംഭവിച്ചു. 4 മെഗാസ്പോർസ് ഉണ്ടായി. 4 മെഗാസ്പോർസ് അറേഞ്ച്ഡ് ഇൻ എ കോഡ് പോലെ. അതിൽ 3 എണ്ണം പോയിട്ട് 1 മാത്രം മെഗാസ്പോർ മദർ സെൽ ഇൻ വൺ ഓഫ് ദ മെഗാസ്പോർ അണ്ടർഗോസ് ഡിഫറൻസിയേഷൻ ടു ഫോം ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ആയി മാറി. ഈ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിനകത്ത് എന്തുണ്ട്, ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിനകത്ത് ആരുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കൺസിസ്റ്റ് ഓഫ് 2 or more ആർക്കിഗോണിയ ഓർ ഫീമെയിൽ സെക്സ് ഓർഗൻസ്. മനസ്സിലായില്ലേ? അതായത് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ്. ഇത് ഞാൻ ഒന്നുകൂടി ഇവിടെ താഴേക്ക് വരച്ചെഴുതാം. ഹിയോ നമുക്കിപ്പോൾ സാധനമുള്ള കയ്യിൽ എന്താ, ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ആണുള്ളത്. അതായത് എന്ത്, ഡിഫറൻഷിയേറ്റ് ചെയ്ത മെഗാസ്പോർ ഹിയർ, ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് മെഗാസ്പോർ. ഇതിന് എന്ത് സംഭവിക്കുന്നു, ഇതിനകത്ത് 2 മുട്ട ഇരിക്കുന്നു പറയാൻ പറ്റുമോ? ഓക്കെ, മുട്ടയല്ല, ആർക്കിഗോണിയ. 2+ ആർക്കിഗോണിയ ഉണ്ടാവും. ആർക്കിഗോണിയ 2+ ആർക്കിഗോണിയ ആർ പ്രസൻറ്റ് there. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് റൈറ്റ്? സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സാധനം. അതായത് മൾട്ടിസെല്ലുലാർ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഈസ് ഓൾസോ റീറ്റെയിൻ വിത്തിൻ ദ മെഗാസ്പോറാഞ്ച്. നമ്മൾ നേരത്തെ ടെർഡോഫൈറ്റ് പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെ. ഈ ഗാമെറ്റോഫൈറ്റ് എന്ത് ചെയ്യുന്നു, ഈ വലിയൊരു സ്പോറോഫൈറ്റ്, ട്രീ സ്പോറോഫൈറ്റ് അല്ലേ, ഈ ട്രീക്കകത്ത് തന്നെ പെർസിസ്റ്റ് ചെയ്യുന്നു, റീറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾസോ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. സോ മനസ്സിലായോ എങ്ങനെയാണ് മെഗാസ്പോറാഞ്ച് ഉണ്ടായതെന്ന്? ഓക്കെ, സോ ദിസ് ഇസ് ദ തിങ്. അതായത് ഐ ഹോപ്പ് യു ആർ ക്ലിയർ അബൌട്ട് ഇറ്റ്. അതായത് എങ്ങനെയാണ് നമ്മൾ ഒവ്യൂളാക്കി തീരുമാനിച്ചത് എങ്ങനെയാണ്. ആദ്യം മെഗാസ്പോർ ഉണ്ടായിരുന്നു, മെഗാസ്പോറത്തിന് ന്യൂസെല്ലസ് ഉണ്ടായിരുന്നു. ന്യൂസെല്ലസിന് ചുറ്റും ഒരു എൻവലപ്പ് പോലെ വന്നപ്പോൾ നമ്മൾ ഓവം എന്ന് അതിനെ പേരിട്ട് വിളിച്ചു. ഈ ഓവത്തിനകത്ത് ഒരു ന്യൂസെല്ലസ് സെൽ ഗെറ്റ്സ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു മെഗാസ്പോർ മദർ സെൽ. മെഗാസ്പോർ മദർ സെൽ വുഡ് ബി ഡിപ്ലോയിഡ് ആക്കി 2 ആയിരിക്കും. അതിനും എന്ത് സംഭവിക്കുന്നു, ഡിഫറൻസിയേഷൻ സംഭവിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, ദെയർ ഫോംസ് 4 മെഗാസ്പോർസ് വിച്ച് ആർ ഹാപ്ലോയിഡ് ഇൻ നേച്ചർ. ഹാപ്ലോയിഡ് ആയിരിക്കും. മിയോസിസ് സംഭവിച്ചതിന് ശേഷം ഹാപ്ലോയിഡ് ഡിവിഷനാണ് നടക്കുക, ഹാപ്ലോയിഡായി മാറും. 4 മെഗാസ്പോർസ് ഹാപ്ലോയിഡ് സംഭവിച്ചു. ഇതിൽ 3 എണ്ണം പോയി 1 മാത്രം എന്ത് സംഭവിക്കുന്നു, കൺവേർട്സ് ഇൻ ടു ഫീമെയിൽ ഗാമെറ്റോഫൈറ്റായി മാറുന്നു. ആൻഡ് ദാറ്റ് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് കൺസിസ്റ്റ് ഓഫ് 2 or more ആർക്കിഗോണിയ ഓർ എഗ്സ്. ആർക്കിഗോണിയ പ്രസൻറ്റ് ഇൻ പോസ്റ്റ്. സോ ഇതാണ് ലൈക്ക് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിൻ്റെ സ്ട്രക്ചർ ഓർ ഫംഗ്ഷൻ. എല്ലാ ഫോർമേഷൻ എല്ലാം ഇതൊക്കെയാണ്. ഓക്കെ, ഇഫ് യു ആർ സോ മച്ച് തറോ ഓഫ് ഇറ്റ്, ഇതൊരു കഥ പോലെ പഠിച്ചാൽ ഇത് വളരെ സുഖമാണ്. ഓക്കെ, ഐ ഹോപ്പ് യു ക്ലിയർ അബൌട്ട് ഇറ്റ്. നൗ ഇനി എങ്ങനെയാണിത് ലൈക്ക് റീപ്രൊഡക്ഷൻ നടത്തുക എങ്ങനെയാണ്?
ഓക്കെ, നമുക്ക് മെയിൽ ഗാമറ്റോഫൈറ്റിനെ പറ്റി പഠിച്ചു. അതായത് പോളൻ ഗ്രെയിൻ ആണ് ഉണ്ടാകുന്നത്, മെയിൽ ഗാമേറ്റ്. ഞാൻ ഫീമെയിൽ ഗാമേറ്റിനെ കുറിച്ച് പഠിച്ചു, അതായത് ആർക്കിഗോണിയ ഹിയർ എങ്ങനെ ഫോർമേഷൻ എല്ലാം നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് അൺലൈക്ക് ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെർഡോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെർഡോഫൈറ്റ്സ് എങ്ങനെയായിരുന്നു? അവിടെ വാട്ടർ ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെർഡോഫൈറ്റ്സ്. ജിംനോസ്പേം ലൈക്ക് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഡു നോട്ട് ഹാവ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഫ്രീ എക്സിസ്റ്റൻസ്. മറ്റടുത്ത് ഒരു ഫ്രീ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പ്രോതാലസ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ആരിൽ കണ്ടു? നമ്മൾ ജിംനോസ്പേമിൽ കണ്ടു, അതിൻ്റെ ഗാമറ്റോഫൈറ്റ്. സ്പോറോഫൈറ്റ് ആയിട്ട് നമ്മുടെ പ്ലാൻ ബോഡി കണ്ടു. ഇനി അടുത്ത ബ്രയോഫൈറ്റിൽ പറയുകയാണെങ്കിൽ, മോസസിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയാൻ പറ്റും? നമ്മളതിൽ ലൈക്ക് ദ ഇനീഷ്യൽ ബോഡി ഗാമറ്റോഫൈറ്റ് ബോഡി എന്ന് പറഞ്ഞു. അതിന് മുകളിലായിട്ട് ഫുഡ് സീറ്റ ക്യാപ്സുൾ എന്ന മറ്റൊരു ഗാമറ്റോഫൈറ്റിക് സ്ട്രക്ചർ കൂടി പറഞ്ഞു. ബട്ട് ഇൻ കേസ് ഓഫ് ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. Okay, why? Because they do not have in gymnosperm the gametophyte do not have a free living existence. ഇതിൽ ഗാമറ്റോഫൈറ്റ് ആരാ? മെയിൽസ് ഗാമറ്റോഫൈറ്റ് ജസ്റ്റ് ഒരു സിംഗിൾ പോളൻ ഗ്രെയിൻ, വെരി സ്മോൾ അല്ലേ, ഭയങ്കര കുഞ്ഞായ ഒരു പോളൻ ഗ്രെയിൻ ആണ് ഇതിൻ്റെ ഗാമറ്റോഫൈറ്റ്. അതിന് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടോ? നോ, ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. നോ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഏതാ? മെഗാസ്പോർ കഴിഞ്ഞ് മെഗാസ്പോറിൽ നിന്ന് ഒന്ന് മാത്രം ഒരു ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയി. ദാറ്റ് ടു എ സിംഗിൾ സെൽഡ് ഗാമറ്റോഫൈറ്റ് ആണ് ഉണ്ടായിരുന്നത്. സോ ഇതും എന്ത് പറ്റില്ല, ഇറ്റ്സ് നോട്ട് ഇറ്റ് കനോട്ട് ബി ഇൻഡിപെൻഡൻ്റ്ലി ഗ്രോൺ ഇൻ ദ നേച്ചർ. സോ ഇതിൻ്റെ പ്രശ്നം അതാണ്. സോ ദേ റിമെയിൻ വിതിൻ ദ സ്പൊറാഞ്ചം റീറ്റെയിൻ ഇൻ ദ സ്പോറോഫൈറ്റ്. ഓക്കെ, ഇത് നമ്മൾ വീണ്ടും പറയുകയാണ്, റിമെയിൻ വിതിൻ ദ സ്പൊറാഞ്ചം റീറ്റെയിൻ ഓൺ ദ സ്പോറോഫൈറ്റ്. പോളൻ ഗ്രെയിൻ റിലീസ് ഫ്രോം ദ മൈക്രോസ്പൊറാഞ്ചിയം. നമ്മൾ പറഞ്ഞു ഇങ്ങനെ താഴെ നിൽക്കുന്ന ലീഫിൻ്റെ താഴെ നിൽക്കുന്ന മൈക്രോസ്പൊറാഞ്ചത്തിൽ നിന്നും പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുന്നു. പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്തിട്ട് ദേ ആർ ക്യാരിഡ് ഇൻ എയർ കറൻസ്. നമുക്കിപ്പോൾ വാട്ടർ ആവശ്യമില്ല, വി ജസ്റ്റ് നീഡ് എയർ കറൻസ്. ഓക്കെ, വി ജസ്റ്റ് റിയലൈസ്ഡ് ഇൻ എയർ കറൻസ് in come in contact with the opening of the ovules born on megasporophylls. Then pollen tube carrying the male gametes grow towards archegonia in the ovules and discharge a content near the mouth of the archegonia. Okay, ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അതായത് ഇത്ര നേരം നമ്മൾ പറഞ്ഞു ഒരു ഓവറി ഒന്നുകൂടി വർക്കാണ്, അല്ല ഓവ്യൂൾ. ഇതിന് ഓവറി ഉണ്ടാവില്ല. ഓക്കെ, ഓവറി മീൻസ് ഫ്രൂട്ട്, ഒവ്യൂൾ മീൻസ് സീഡ്. ജസ്റ്റ് ദാറ്റ് ദ ബേസിക് കൺസെപ്റ്റ്. ഓവറി മീൻസ് ഫ്രൂട്ട്, ഒവ്യൂൾ മീൻസ് സീഡ്. ജിംനോസ്പേമിൽ എന്ത് ഫ്രൂട്ട് ഉണ്ടാവില്ല. സോ ദർ ഇസ് നോ ഓവറി, ഇറ്റ്സ് ജസ്റ്റ് ഒവ്യൂൾ. ഒരു ഫ്രീ സിമ്പിൾ ഒവ്യൂൾ ഇവിടെ ഉണ്ട്. ആൻഡ് ഇതിന് കവറിംഗ് ആയിട്ട് 2 എൻവലപ്സ് ഉണ്ട്. ഇവിടെ പിന്നെ ഒരുപാട് സെൽസ് ഉണ്ട്. ഓക്കെ, ഇനി എന്താ പറ്റുകയെന്ന് വെച്ചാൽ മെയിൽ ഗാമേറ്റ് ഡെപ്പോസിറ്റായി. ഇനി എന്ത് സംഭവിക്കുന്നു? ഒരു പോളൻ ട്യൂബ് ഫോർമേഷൻ ഒക്കേഴ്സ് ഹിയർ. പോളൻ ട്യൂബ് വന്ന് ഈ സെൽസിൻ്റെ ഇടയിലൂടെ എല്ലാം പോയി കറക്റ്റ് അവസാനം എവിടെ എത്തുന്നു? നമ്മൾ ആർക്കിഗോണിയ ഉണ്ടല്ലോ, ആർക്കിഗോണിയൻ്റെ അവിടെ എത്തുന്നു. ആർക്കിഗോണിയ, മെയിൽ ഗാമേറ്റ്, പോളൻ ട്യൂബ്. ഓക്കെ, ഇങ്ങനെയാണ് ലൈക്ക് ദ റിലീസ് ഓഫ് മെയിൽ ഗാമറ്റ് നടക്കുക. ഓക്കെ, മെയിൽ ഗാമറ്റ് ഇസ് റിലീസ്ഡ് ഹിയർ. മെയിൽ ഗാമറ്റ് ആർക്കിഗോണിയയുടെ അടുത്ത് ദേ ഡിസ്ചാർജ് ദ കണ്ടന്റ് നിയർ ദ മൗത്ത് ഓഫ് ദ ആർക്കിഗോണിയയിൽ ഡിസ്ചാർജ് ചെയ്യുന്നു. ഫോളോയിങ് ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു ആൻ എംബ്രിയോ ആൻഡ് ഓവ്യൂൾസ് ഇൻ ടു സീഡ്. ഇത് മാത്രമേ ഉള്ളൂ. സോ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ത് സംഭവിക്കുന്നു? സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു എംബ്രിയോ ആൻഡ് ഓവ്യൂൾസ് ഇൻ ടു സീഡ്സ്. സീഡ്സിന് കവറിങ് ഇല്ല, ദർ ഇസ് നോ ഫ്രൂട്ട് ഫോർ ഇറ്റ്, ജസ്റ്റ് സീഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സ്ട്രോബെറി ലൈക്ക് കോൺസ് പോലെ. സോ ദിസ് ഇസ് അബൌട്ട് ദ ജിംനോസ്പേം. സോ ജിംനോസ്പേം നിങ്ങൾക്ക് ഐ ഹോപ്പ് യു ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് ഇറ്റ്. ഓക്കെ, ഞാനിതൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് ക്വിക്കായിട്ട് റീക്യാപ്പ് ചെയ്ത് തരാം. കുറച്ച് നേരം നിങ്ങൾ എന്നെ കാണും. ഓക്കെ, ഇതിന് ചാർജ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ജിംനോസ്പേമിനെ പറ്റി പറയുകയാണെങ്കിൽ ജിംനോസ്പേമിനെ കുറിച്ച് ആദ്യം നമ്മൾ പറഞ്ഞെന്താ? ആക്ച്വലി ചാർജ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ മറ്റേ സ്ക്രീൻ ഒഴിവാക്കിയത്. സ്ക്രീൻ ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്ത് തരാം. സോ ജിംനോസ്പേം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിലില്ല, ടെക്സ്റ്റ് ബുക്ക് ആ രീതിയിൽ അങ്ങനെ വായിച്ച് നോക്കിക്കോളൂ. ഓക്കെ, ഞാൻ പറയുന്നത് അതുപോലെ അങ്ങനെ നോക്കി പോയിക്കോളൂ. ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ ജിംനോസ്പേം നേക്കഡ് സീഡ്സ് ആണ്, ഓവ്യൂൾസ് ആണ്. ദേ ആർ നോട്ട് എൻക്ലോസ്ഡ് ബൈ ഓവറി വാൾ. ജസ്റ്റ് സീഡ്സ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, അതിന് ഫ്രൂട്ട് ഉണ്ടാവുന്നില്ല. സോ ഇറ്റ്സ് ജസ്റ്റ് ഓവ്യൂൾസ് ആൻഡ് നോ ഓവറി. ഓക്കെ, ഫ്രൂട്ട് ഉണ്ടാവുന്നില്ല. ആൻഡ് ദേ റിമെയിൻ എക്സ്പോസ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ശരിക്കും എന്താ വെച്ചാൽ ബിഫോർ ഫെർട്ടിലൈസേഷൻ എക്സ്പോസ്ഡ് ആണെങ്കിലും ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ നമുക്കറിയാം, നമുക്ക് ആപ്പിളിനകത്താണ് കുരുള്ളത്.
അല്ലേ? ആപ്പിളിനകത്താണ് അതിന് ചുറ്റും ആപ്പിൾ ഉണ്ടാകുന്നു. ലൈക്ക് എനി അതർ സീഡ് ഏതെടുത്താലും ലൈക്ക് മാംഗോ എനിത്തിങ് സീഡിന് പുറത്ത് ഒരു ഫ്ലഷി ഫ്രൂട്ട് ഉണ്ട്. ഓക്കെ, ഈവൻ കോക്കനട്ടിന് പുറമെ ഒരു എന്തുണ്ട്, ഒരു ഫ്രൂട്ട് പോലെ സംഭവമുണ്ട്. സോ ഇൻ ഓൾ ദോസ് കേസസ് അവിടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയെല്ലാം ദ സീഡ്സ് ആർ നേക്കഡ്. ഓക്കെ, ബിഫോർ ഫെർട്ടിലൈസേഷൻ. ബട്ട് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സീഡ്സ് ആർ നോട്ട് നേക്കഡ്. ഒരു ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ഓവറി റൈപ്പൻ ചെയ്തു ഒരു ഫ്രൂട്ടായി മാറുന്നു. ബട്ട് ഹിയർ ദർ ആർ നോ ഓവറി. സോ ഓവർ ഇല്ലാത്തതുകൊണ്ട് വെറും സീഡായി മാത്രം തന്നെ അവിടെ നിൽക്കുന്നു. ഓക്കെ, സോ നൗ what happens? Gymnosperm include medium sized trees. ടോൾ ട്രീസ് ഉണ്ട്, ഷോർട്ട് ട്രീസ് ഉണ്ട്. ടോൾ ട്രീസ് എന്ന് പറയുമ്പോൾ ദ ലാർജസ്റ്റ് ട്രീ, അത് വൺ വേർഡേ ചോദിക്കാറുണ്ട്. ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് ട്രീ ഓൺ എർത്ത്. ഇറ്റ് ഇസ് ദ giant like redwood tree sequoia. Giant redwood tree sequoia is the largest tree on earth. Other type of gymnosperm ആണ്. Now the roots are generally taproots. ടാപ്രൂട്ട് ആയിട്ട് ഉണ്ടാവുക. റൂട്ട്സ് ഇൻ സം ജനറേ ഹാവ് ഫംഗൽ അസോസിയേഷൻ. നമ്മൾ പറഞ്ഞു, ഇന്നലെ പറഞ്ഞു മൈക്കോറൈസ എന്ന് പറഞ്ഞു, അതായത് ഫംഗൽ അസോസിയേഷൻ വിത്ത് റൂട്ട്സ്. ആൻഡ് സൈക്കാസിലൊക്കെ എന്താണെന്ന് വെച്ചാൽ സ്മോൾ സ്പെഷ്യലൈസ്ഡ് റൂട്ട്സ് കോൾ കോറലോയിഡ് റൂട്ട്സ്. കോറലോയിഡ് റൂട്ട്സ് ആർ ലൈക്ക് നമ്മൾ പറഞ്ഞു പൈനസിലുണ്ട് സൈക്കാസ് ഉണ്ട്. പൈനസിനകത്ത് റൂട്ട്സിന് അവിടെ എന്ത് പറ്റുന്നു? പൈനസ് റൂട്ട്സ് ആർ ടാപ്പ് റൂട്ട്സ് ആൻഡ് സ്ട്രക്ചർ. ടാപ്പ് റൂട്ടിനകത്ത് ഫംഗസിൻ്റെ അസോസിയേഷൻ വരുന്നു. ഫംഗൽ അസോസിയേഷൻ വിത്ത് ദ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. വി ജസ്റ്റ് ലേൺ യെസ്റ്റർഡേ ഇറ്റ് ആസ് മൈക്കോറൈസ. ആൻഡ് ടുഡേ വി ആർ ലേണിംഗ് അബൌട്ട് സൈക്കാസിലെന്ന് വെച്ചാൽ ഫംഗൽ അസോസിയേഷൻ അല്ല. There like nitrogen fixing cyanobacteria. We learned about yesterday. Nostoc and Anabina are the nitrogen fixing cyanobacteria. Okay, ഇത് എവിടെ വളരുന്നു? ഇൻ സൈക്കാസിൻ്റെ സ്പെഷ്യലൈസ്ഡ് റൂട്ട്സ്. ഏത് റൂട്ട്സ്? കോറലോയിഡ് റൂട്ട്സിൽ ഇത് വളരുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ദ നൈട്രജൻ ഫിക്സിങ് ലൈക്ക് കേപ്പബിലിറ്റി. സൈക്കാസിൻ്റെ റൂട്ടിൻ്റെ പ്രത്യേകതയാണ് കോറലോയിഡ് റൂട്ട്സ്. നൗ നെക്സ്റ്റ് വൺ, ദ സ്റ്റെംസ് ആർ അൺബ്രാഞ്ച്. സൈക്കാസിലാകുമ്പോൾ അൺബ്രാഞ്ച് ആയിരിക്കും. ഒരു സിംഗിൾ ഒറ്റത്തടിയായിട്ടായിരിക്കും സൈക്കാസിനകത്ത് ഉണ്ടാവുക, അൺബ്രാഞ്ച്ഡ് ആയിട്ട്. എന്നാൽ പൈനസിനകത്ത് അല്ലെങ്കിൽ പൈനസ് ആൻഡ് സെഡ്രസ് ഇത് രണ്ടിലും ഇറ്റ് വുഡ് ബി ബ്രാഞ്ച്ഡ്. ഒരു സാധാ മരം പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് വുഡ് ബി ലൈക്ക് പൈൻ മരങ്ങളല്ലേ, പൈൻ മരങ്ങളിൽ ലൈക്ക് ഒരുപാട് ബ്രാഞ്ചസ് വി ജസ്റ്റ് സീ. നമ്മൾ ഇവിടെ കൊടൈക്കനാൽ അല്ലെങ്കിൽ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് പൈൻ മരം കാണാം. കൊടൈക്കനാൽ ഇഷ്ടം പോലെ ഉണ്ട് പൈൻ മരങ്ങളൊക്കെ. സോ അവിടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പൈൻ മരങ്ങൾ, അതുപോലെ കോൺസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ ആൻഡ് നെക്സ്റ്റ് ഇൻ സൈക്കാസ് അതിൻ്റെ ലീവ്സ് എങ്ങനെയാ വെച്ചാൽ നമ്മൾ തെങ്ങിൻ്റെ ലൈക്ക് ഈത്തപ്പഴത്തിൻ്റെ മരം കണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. ഓൾമോസ്റ്റ് ലൈക്ക് ദ സെയിം ഈത്തപ്പഴത്തിന് അതുപോലെ തന്നെ ലൈക്ക് ദ ഷാർപ്പ് ലീവ്സ് ആൻഡ് ഇറ്റ് വുഡ് ബി കോമ്പൗണ്ട് ലീവ്സ്. സിമ്പിൾ ലീവ്സ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഒരു നമ്മുടെ മാവിൻ്റെ ഇല കണ്ടിട്ടില്ലേ, അതിൽ വലിയ വേരിജിനേഷൻ ഒന്നുമില്ല, അത് സിമ്പിൾ ലീഫാണ്. എന്നാൽ പുളി അതുപോലെ നെല്ലിമരം അതിലൊക്കെ ലൈക്ക് ഇല കണ്ടാൽ മനസ്സിലാക്കും കോമ്പൗണ്ട് ലീവ്സ് ആണ്. അതായത് ഒരു സിംഗിൾ ലീഫിനെ ഒരുപാട് സ്മോൾ ലീഫ്ലെറ്റ് ആക്കി മാറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ദാറ്റ്സ് വാട്ട് യു കോൾ എ കോമ്പൗണ്ട് ലീഫ്. സോ നമുക്കറിയാം സൈക്കാസിൽ അതെന്താ ഒരു കോമ്പൗണ്ട് ലീഫാണ്. എന്നാൽ മറ്റേത് ഒരു സിമ്പിൾ ലീഫ്. നൗ ഇനി കോണിഫേഴ്സ് നിൽക്കുന്നത് എവിടെ ആയിരിക്കും? ലൈക്ക് ഇൻ ഒരു നല്ല കാറ്റടിക്കുന്ന സ്ഥലം. കൊടൈക്കനാൽ കാറ്റടിക്കുന്ന സ്ഥലമാണ്, നല്ല തണുപ്പാണ്, അങ്ങനത്തെ കേസൊക്കെയാണ്. നല്ല കാറ്റടിക്കുന്ന സ്ഥലമാണ്. സോ കാറ്റിന് പ്രതിരോധിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഡിഫെൻസ് എന്താണോളം, വാട്ട് ആർ ദ ഡിഫെൻസീവ് മെക്കാനിസം പ്രസൻറ്റ് ഇൻ ദ ലീവ്സ് ഓഫ് കോണിഫേഴ്സ്? അങ്ങനെ ചോദിക്കാൻ വി ക്യാൻ സീ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ദ ലീവ്സ് ആർ നീഡിൽ ലൈക്ക് സൂചി പോലത്തെ ആയിരിക്കും, നല്ല ഷാർപ്പ് ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റുന്നു? ഫ്ലാറ്റ് ലീവ്സ് ആണെങ്കിൽ ഈസി ആയിട്ട് ലൈക്ക് സ്റ്റൊമാറ്റോ വഴി വാട്ടർ പുറത്ത് വരും അല്ലേ. സ്റ്റൊമാറ്റോ ഹോൾസ് പ്രസൻറ്റ് ഇൻ ദ ലീവ്സ്. ബട്ട് എന്താ എയർ നല്ല ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, നല്ല കാറ്റടിക്കുന്ന ദിവസമാണെങ്കിൽ വെള്ളം എല്ലാം വലിച്ചു പോകും. ഓക്കെ, ഓൾറെഡി പൈമരം നിൽക്കുന്ന വല്ല ഹില്ലി ഏരിയാസിലായിരിക്കും. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കുറച്ച് വെള്ളം വലിച്ചെടുത്താൽ അതിന് വെറുതെ കാറ്റിലൂടെ കളയാൻ വല്ല താല്പര്യം ഉണ്ടാവും പൈൻമരങ്ങൾക്ക്? നോ. സോ അപ്പോൾ എന്ത് ചെയ്യുന്നു? ദേ ഹാവ് നീഡിൽ ലൈക്ക് ലീവ്സ്. ദേ ജസ്റ്റ് റിഡ്യൂസ് ദ സർഫസ് ഏരിയ ഓഫ് ദ ലീഫ് in order to reduce the number of surface area of a stomata. Okay, so first adaptation adana, reduce the surface area of leaf. So needle like leaves vരും. Next, thick cuticle. ഭയങ്കര തിക്ക് ക്യൂട്ടിക്കൽ ആയിരിക്കും. ക്യൂട്ടിക്കൽ തിക്കാണെങ്കിൽ അതിലൂടെ പിന്നെ എന്ത് പോയില്ല, വാട്ടർ ലോസ് സംഭവിക്കില്ല. റെഡ്യൂസ് വാട്ടർ ലോസ് ആൻഡ് സങ്കൻ സ്റ്റൊമാറ്റോ കുറച്ച് എക്സ്പോസ് ആയി കിടക്കുമ്പോഴില്ല നമുക്ക് ലൈക്ക് വാട്ടർ ലോസ് സംഭവിക്കുക. സോ സ്റ്റൊമാറ്റോ കുറച്ച് സങ്കനാക്കി വെക്കും, കുറച്ച് അകത്തോട്ടാക്കി വെക്കും. സോ എന്ത് പറ്റുന്നു? വാട്ടർ ലോസ് സംഭവിക്കുന്നില്ല. സോ ദീസ് ആർ ദ ലീഫി അഡാപ്റ്റേഷൻസ് ഫോർ ദ ലീഫ്. Now next one, ഇനി എന്താ പറഞ്ഞു വെച്ചാൽ ഇനിയാണ് നമ്മൾ സ്പോറിലേക്ക് കടന്നത്. സ്പോറിലേക്ക് ഇതിൻ്റെ റീപ്രൊഡക്ഷൻ ഏരിയയിലേക്ക് എല്ലാം കടന്നതാണ്. ദ ജിംനോസ്പേംസ് ആർ ഹെട്രോസ്പോർസ്. ദേ പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ആൻഡ് മെഗാസ്പോർസ്. The two kinds of spores are produced within the sporangia. So ഈ രണ്ട് ടൈപ്പ് സ്പോർസ് കിടക്കുന്നത് എവിടെയാണ്? സ്പൊറാഞ്ചിയ. ഒരു സിംഗിൾ സ്പൊറാഞ്ചിയയിലാണോ? അല്ല, ഇൻ ടു ഡിഫറെൻറ്റ് സ്പൊറാഞ്ചിയ. The microspores are present in microsporangium, megaspores are present in megasporangium. Okay.
and they are born on sporophylls which are arranged spirally along an axis. They arrange spirally along an axis to form lax or compact strobili അല്ലെങ്കിൽ കോൺ. മൂന്നും സെയിം സാധനത്തിനാണ് നമ്മൾ മൂന്നും വിളിക്കുന്നത്. ലാക്സ്, കോമ്പാക്ട് സ്ട്രോബിലായി അല്ലെങ്കിൽ കോൺ. ഈ മൂന്നും ഈ സെയിം സാധനത്തിന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ ഇനി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് അതിനുശേഷം നമ്മൾ പറഞ്ഞു ദ സ്ട്രോബിലായി ബിയറിംഗ് മൈക്രോസ്പോറോഫിൽ, ഓക്കെ, ആൻഡ് മൈക്രോസ്പൊറാഞ്ചിയ ആർ കോൾഡ് മൈക്രോസ്പൊറാഞ്ചിയേറ്റ് ഓർ മെയിൽ സ്ട്രോബിലായി. സോ നമുക്കറിയാം മൈക്രോസ്പോറോഫിൽ, ആ ഇല പോലത്തെ സ്ട്രക്ചർ മൈക്രോസ്പോറോഫിലിനകത്ത് എന്തുണ്ട്, അതിന് താഴെയായിട്ട് മൈക്രോസ്പൊറാഞ്ചിയമുണ്ട്. മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് മൈക്രോസ്പോർ ഉണ്ട്. സോ ഇതെല്ലാം കാണുന്ന ഒരു കോമ്പാക്ട് സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരുപാട് മൈക്രോസ്പോറോഫിൽസും മൈക്രോസ്പൊറാഞ്ചിയും സ്പൈറലി അറേഞ്ച്, ഒരു ആക്സിസിന് ചുറ്റും സ്പൈറലി അറേഞ്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചർ. ആ സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ട്, മൈക്രോസ്പൊറാഞ്ചിയേറ്റ് ഓർ ദ മെയിൽ കോൺ. മെയിൽ കോൺ അല്ല, ദ മെയിൽ സ്ട്രോബിലായി എന്ന് വിളിക്കും. അതാണ് മൈക്രോസ്പൊറാഞ്ചിയേറ്റ്. Now the microspores develop into a male gametophytic structure. So male gametophyte ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വൺ വേർഡ് ചോദിക്കാണ്, ഇഷ്ടംപോലെ ചോദിക്കാണ്. വൺ വേർഡ്, ദ മെയിൽ വിച്ച് ഇസ് ദ മെയിൽ ഗാമെറ്റോഫൈറ്റ് ഇൻ ജിംനോസ്പോം? പോളൻ ഗ്രീൻ. ഓക്കെ, പോളൻ ഗ്രീൻ ആണ്. ആൻജിയോസ്പോമിൽ ഇതാ, അതിലും പോളൻ ഗ്രീൻ. ഓക്കെ, സോ പോളൻ ഗ്രീൻ ഇസ് ദ മെയിൽ ഗാമെറ്റോഫൈറ്റ്. മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ അവർക്ക് കിട്ടണം. ഓക്കെ, മെയിൽ ഗാമെറ്റോഫൈറ്റ് ഏതാ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയണം പോളൻ ഗ്രീൻ എന്ന് പറയാൻ പറ്റണം. ഓക്കെ, സോ നൗ വാട്ട്, ഇനി അടുത്തത് ദ കോൺസ് ബെയറിംഗ് മെഗാസ്പോറോഫിൽസ് വിത്ത് ഓവ്യൂൾസ് ഓർ മെഗാസ്പൊറാഞ്ചിയ. ഇനി അടുത്ത കേസ് പറഞ്ഞുതരാം. കണ്ടീഷൻ, മെഗാസ്പോറോഫിൽസ് ഒരുപാട് ഇല പോലെ, അതിൻ്റെ മുകളിൽ എന്തുണ്ട്, മെഗാസ്പൊറാഞ്ചിയമുണ്ട്. മെഗാസ്പോറത്തിനകത്ത് ഒവ്യൂൾസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒവ്യൂൾസ് ഉണ്ട്, അതിനകത്ത് മെഗാസ്പോർ മദർ സെല്ലുണ്ട്, മെഗാസ്പോർസ് ഉണ്ട്. ഇതെല്ലാം ഉള്ള ഒരുപാട് മെഗാസ്പോറോഫിൽസ് അറേഞ്ച് സ്പൈറലി അറൗണ്ട് ആൻ ആക്സിസ്. ദിസ് ഇസ് വാട്ട് വി കോൾ എ ഫീമെയിൽ സ്ട്രോബിലായി ഓർ മെഗാസ്പൊറാഞ്ചിയേറ്റ് ഓർ ഫീമെയിൽ സ്ട്രോബിലായി. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് കണ്ടീഷൻ, ഫീമെയിൽ കോൺ. സോ ഇനി എന്താ വെച്ചാൽ ഇനി ലൈക്ക് പൈൻ മരങ്ങളിലൊക്കെ ആണെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ കോൺസ് ആർ ഫൗണ്ട് ഇൻ ദ സെയിം ട്രീ, വൈൽ ഇൻ സൈക്കാസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫൗണ്ട് ഇൻ ദ ഡിഫറെൻറ്റ് ട്രീസ്. ഓക്കെ, ഈസി കൺസെപ്റ്റ്. നോ, ഇനി എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് മെഗാസ്പോർ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ ആർക്കിഗോണി ഉണ്ടാകുന്നത്? അതായത് മെഗാസ്പോർ ഞാൻ പറഞ്ഞു, മെഗാസ്പോർ മദർ സെൽസ് ലൈക്ക് മെഗാസ്പൊറാഞ്ചിയത്തിനകത്ത് ഒരുപാട് സെൽസ് ഉണ്ട്. അതിൽ സെൽസിൻ്റെ പേരാണ് ന്യൂസെല്ലസിന് ചുറ്റും ഒരു എൻവലപ്പ് പോലെ ഉണ്ടാകും. ഈ എൻവലപ്പും ന്യൂസെല്ലസും എല്ലാം കടങ്ങിയ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ഒവ്യൂൾ. ഓക്കെ, ഒവ്യൂൾ. ഈ ഒവ്യൂളിനകത്ത് പിന്നെ എന്ത് പറ്റുന്നു, ദ ന്യൂസെൽ ഇസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ദ എൻവലപ്സ് ആൻഡ് ദ കോമ്പോസിറ്റ് സ്ട്രക്ചർ ഇസ് കോൾഡ് ആൻ ഒവ്യൂൾ. Ovules are born on megasporophylls which may be clustered to form female cones. The megaspore mother cell divides meiotically to form 4 megaspores. Megaspore mother cell ഉണ്ടായി, ഇത് ഒരു സെൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മെഗാസ്പോറായി. എൻ്റെ കൂടെ വരണ്ടോ, എൻ്റെ കൂടെ എന്നാലും ഇത് കറക്റ്റായിട്ട് നമുക്ക് ആ ഫ്ലോയിൽ ആ കഥ പോലെ പറഞ്ഞാൽ നല്ല സുഖമായിട്ട് നമുക്ക് വരാം. ഞാൻ ഇതെല്ലാം ഒരു കഥ പോലെയാണ് പഠിച്ചത്, ഞാൻ ഇപ്പോൾ പഠിച്ചത് അതുപോലെയാണ്, ഈ കഥ പോലെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ഇതെനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദ മെയിൻ തിങ്. ഇങ്ങനെ തന്നെ ഒരു കഥ പോലെ പഠിച്ചാൽ നമുക്ക് ഈ സൈഡ് നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ വാക്കിൽ. ബട്ട് ട്രൈ ടു യൂസ് ദ NCERT സെയിം ലൈൻസ്, ബട്ട് നമുക്ക് അറിയുന്ന ഒരു മനസ്സിലാവുന്നൊരു ഭാഷ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ നമ്മളിവിടെ പറഞ്ഞത് ലൈക്ക് മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് സംഭവിക്കുന്നു. സംഭവിച്ച മെഗാസ്പോർ മദർ സെൽ എന്ത് പറ്റുന്നു, 4 സെൽസായി മാറുന്നു. 4 മെഗാസ്പോർസ് പ്രൊഡ്യൂസ്. ഈ 4 മെഗാസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്ത 4 മെഗാസ്പോർസിൽ നിന്നും 3 എണ്ണം എന്ത് പറ്റുന്നു, ഒഴിവായി പോകുന്നു. അട്രോഫേസ് സംഭവിക്കുന്നു. ഒരു മെഗാസ്പോർ മാത്രം നിൽക്കുന്നു. ദാറ്റ് മെഗാസ്പോർ ഇസ് കോൾഡ് നൗ വാട്ട്, ദാറ്റ് മെഗാസ്പോർ ഇസ് നൗ ദ ഗാമറ്റോഫൈറ്റ്, ഫീമെയിൽ ഗാമറ്റോഫൈറ്റായി മാറുന്നു. ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൽ എന്തുണ്ട്, ദേ പ്രൊഡ്യൂസ് 2 or 3 ആർക്കിഗോണിയ ഓർ ദ എഗ്സ്. ഓക്കെ, നമുക്ക് എഗ്സും കിട്ടി. ഇനി ഇതിൻ്റെ ഫെർട്ടിലൈസേഷൻ പറ്റി നമ്മൾ പറയുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ ബ്രയോഫേസിലും ജിംനോസ്പോമിലും പ്രത്യേകത പറഞ്ഞാൽ എന്താ, അവിടെ ദേ ഹാവ് എ ഇൻഡിപെൻഡൻറ്റ് ലൈക്ക് ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ വാസ് ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ ടെറിഡോഫൈറ്റ് പറഞ്ഞപ്പോൾ വി ലേൺ അബൌട്ട് എ പ്രോതാലസ് വിച്ച് ഇസ് എ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ. അത് ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, ഇൻകോൺസ്പെസിക് ആയിരുന്നു. സ്പോറോഫൈറ്റിൻ്റെ അത്ര ഡെവലപ്ഡ് അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എൻ ഇൻഡിപെൻഡൻറ്റ് സ്ട്രക്ചർ, പ്രോതാലസ്. നൗ ബ്രയോഫൈറ്റ്സ് പറഞ്ഞപ്പോൾ ദ ഗാമറ്റോഫൈറ്റ് വാസ് ദ പ്രിഡോമിനൻറ്റ് വൺ. ഗാമറ്റോഫൈറ്റ് ആണ് താഴെ, അതിന് മുകളിലായിരുന്നു സ്പോറോഫൈറ്റ് ഉണ്ടായിരുന്നത്. സ്പോറോഫൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഗാമറ്റോഫൈറ്റ് ഫോർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് നറിഷ്മെൻറ്റ്. ഇങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഹിയർ ഇൻ ദിസ് കേസ് ഗാമറ്റോഫൈറ്റ് ഈസ് സോ മച്ച് റെഡ്യൂസ്ഡ്. മെയിൽസ് ഗാമറ്റോഫൈറ്റ് ജസ്റ്റ് പോളൻ ഗ്രേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പോളൻ ഗ്രേ മാത്രം. എന്നാൽ ഫീമെയിൽസ് ആകുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് മെഗാസ്പോർ, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഒരു സ്മോൾ സാധനം തന്നെയാണ്. സോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ
gametophytes are retained on the സ്പോറോഫൈറ്റ്സ്. സ്പോറോഫൈറ്റ് ആയ വലിയ ആ ഹ്യൂജ് ട്രീ ഉണ്ടല്ലോ, നമുക്കറിയാം പൈൻ മരങ്ങൾ, ഞാൻ പറഞ്ഞു റെഡ്വുഡ് ട്രീ സെക്വയ എത്രയോ ഹൺഡ്രഡ്സ് ഓഫ് മീറ്റേഴ്സ് ഉണ്ട് അതിന് പോലും അതിനെന്ത് സംഭവിക്കുന്നു, അതിൽ ദ ഹോൾ ട്രീ ഈസ് ഡിപ്ലോയിഡ്. അതിൽ ഓരോ സെൽ എടുത്താലും എല്ലാം ഡിപ്ലോയിഡ് ആയിരിക്കും. അതിലാകെ ഹാപ്ലോയിഡ് കാണുന്ന സെൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് ദ മൈക്രോസ്പോർ. അതിൻ്റെ കോണിനകത്ത് മൈക്രോസ്പോർ ആയിട്ടുള്ള ഒരു കോൺ ഉണ്ടല്ലോ, കോണിനകത്തുള്ള മൈക്രോസ്പോർ അത് മാത്രമാണ് ബോഡിയിൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ളത്. ബാക്കി ദ ഹോൾ ട്രീ, ഹോൾ പ്ലാന്റ്, അതിൻ്റെ റൂട്ട് മുതൽ ലീഫ് മുതൽ എല്ലാം ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ മേജർ ഡിഫറൻസ് എന്ന് വെച്ചാൽ. ദ ഗാമറ്റോഫൈറ്റ്, ബ്രയോഫൈറ്റ് അത് ഡോമിനൻ്റ് ആയിരുന്നു. ഓക്കെ, ബട്ട് ഇവിടെ ഇറ്റ്സ് ജസ്റ്റ് എ സിംഗിൾ സെൽ, റെഡ്യൂസ് ടു എ സിംഗിൾ സെൽ. ആൻഡ് ദെൻ ഇനി എങ്ങനെയാണ് ഇത് റിലീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സോ ബാക്കി രണ്ടും നമ്മളിങ്ങനെ പറഞ്ഞു വാട്ടർ കാരനാണ് റിലീസ് ചെയ്യുന്നത്, ബട്ട് ഹിയർ എയർ കാരനാണ്. മൈക്രോസ്പോറോഫിലിൽ താഴെ മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്, അതിനകത്ത് പോളൻ ഗ്രെയിൻ ഉണ്ട്. പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുന്നു, അത് മെഗാസ്പൊറാഞ്ചിയ ഉണ്ടാവും. മെഗാസ്പൊറാഞ്ചിൻ്റെ മുകളിലാണ് മെഗാസ്പൊറാഞ്ചിയ ഉണ്ടാവുക. മെഗാസ്പോറോഫിലിന് മുകളിൽ മെഗാസ്പൊറാഞ്ചിയം, ഇതിലേക്ക് പോളൻ ഗ്രെയിൻ എത്തുന്നു. പോളൻ ഗ്രെയിൻ എത്തിയതിന് ശേഷം ഒവ്യൂളിൻ്റെ ഏറ്റവും ടോപ്പ് പാർട്ടിലെത്തുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോളൻ ഗ്രെയിൻ പോലെ പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നു. പോളൻ ട്യൂബ് ഗ്രോ ചെയ്ത് അതിനകത്തുള്ള എന്തിലേക്ക് എത്തുന്നു, ആ ഫീമെയിൽ ആർക്കിഗോണത്തിലേക്ക് എത്തുന്നു, ഫെർട്ടിലൈസ് ചെയ്യുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. പിന്നെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസ് ഏതൊക്കെയാ ജിംനോസ്പേമിൽ? ഇവിടെ സൈഗോട്ട് ഡെവലപ്സ് ഇൻറ്റു എംബ്രിയോ, ഒവ്യൂൾ ഡെവലപ്സ് ഇൻറ്റു സീഡ്. ഓവർ ഡെവലപ്സ് ഇൻറ്റു ഫ്രൂട്ട് എന്ന് പറയാൻ പറ്റുമോ? നോ, ബിക്കോസ് ദർ ഇസ് നോ ഓവറി ഫൗണ്ട് in gymnosperm. There is no ovary in gymnosperm. So that's why we call gymnosperm naked seeded plants. So that's about the gymnosperm. So any doubts ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നേരെ ആൻജിയോസ്പേമിലേക്ക് പോവാം. മനസ്സിലായോ ഞാൻ പറഞ്ഞ കേസുകൾ? ഇപ്പം ഞാൻ പറഞ്ഞ മെഗാസ്പോർ മദർസെൽ ആ കേസ് ഉണ്ടല്ലോ, ഇനി അതുപോലത്തെ ഒരു സിമിലർ കേസ് തന്നെ ആൻജിയോസ്പേമിന് വരുന്നുണ്ട്. അത് ക്ലിയറായി മനസ്സിലായ ആൻജിയോസ്പേമിന് സുഖമായിട്ട് തന്നെ നമുക്ക് കിട്ടും. സോ എന്തെങ്കിലും ഡൗട്ടിന് ചോദിച്ചോളൂ. ക്ലിയർ ആണോ? ഞാൻ പറയുന്ന കുറച്ച് സ്പീഡ് കൂടുതലുണ്ടോ? ലൈക്ക് എൻ്റെ ആക്സെൻറ്റ്, എൻ്റെ ടോൺ, ചിലപ്പോൾ ചിലരങ്ങനെ പറയാറുണ്ട് ലൈക്ക് എൻ്റെ സംസാരിക്കുന്ന സ്പീഡ് ഭയങ്കര കുറച്ച് കൂടുതലാണെന്ന്. അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇഫ് നോട്ട് ദെൻ ഇറ്റ്സ് ഓക്കെ. No response. All right then. Then let's go on with the next topic. Angiosperm. Angiosperm and the last topic of this chapter. Gymnosperm കഴിഞ്ഞു, ഇനി angiosperm. Angiosperm everything we can just compare and learn. നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും കൂടുതലുണ്ടായിരിക്കുക. ഓക്കെ, ഓക്കെ. സോ ആൻജിയോസ്പേം. ഗ്രീൻ സ്ക്രീൻ വീണ്ടും വന്നല്ലോ. Okay, all right, ready. തുടങ്ങാം. So now angiosperms. Unlike gymnosperm where the ovules are naked, നമ്മൾ പറഞ്ഞു ovules are naked in it കാരണം അവിടെ fruits ഇല്ല. But here angiosperms or flowering plants. In angiosperms or flowering plants, the pollen grains and ovules are developed in specialized structure called flowers. നേരത്തെ പറഞ്ഞു വെറും ഒരു ഒവ്യൂള്. ആ ഒവ്യൂൾ എവിടെ ഉണ്ടായിരുന്നു? ആ ഒവ്യൂൾ ഒരു മെഗാസ്പൊറാഞ്ചത്തിനകത്തുണ്ടായിരുന്നു. മെഗാസ്പൊറാഞ്ചത്തിനകത്തുനിന്നല്ല, മെഗാസ്പോറോഫിലിന് മുകളിലായിരുന്നു ഒവ്യൂൾസ് ഉണ്ടായിരുന്നത്. അതുപോലെ മൈക്രോസ്പോറോഫിലിന് താഴെയായിട്ടായിരുന്നു ആരുണ്ടായിരുന്നത്? മൈക്രോസ്പൊറാഞ്ചിയം. ആൻഡ് അതിനകത്ത് പോളൻ ഗ്രെയിൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ദീസ് ആർ ഓൾ ലൈക്ക് നേക്കഡ് സ്ട്രക്ചേഴ്സ്. ഇതിനൊരു
കവറിങ് ആയിട്ട് സാധനങ്ങളൊന്നുമില്ല. ബട്ട് ഹിയർ ഇൻ ആൻജിയോസ്പേം ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. ഇറ്റ്സ് എ മോസ്റ്റ് അഡ്വാൻസ് ഫോം, റൈറ്റ്? അഡ്വാൻസ് ഫോം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പെക്യുലാരിറ്റി, അതിൻ്റെ ആ സ്പെഷ്യാലിറ്റി, അതിൻ്റെ സൂപ്പറിറ്റി, സുപ്പീരിയോറിറ്റി അത് എന്തായാലും അതിൽ കാണിച്ചിരിക്കും. ഓക്കെ, സോ pollen grains and ovules are developed in specialized structures called flowers. In angiosperm, the seeds, look at this, the seeds are enclosed in fruits. Okay, ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. Angiosperms, seeds are developed in the enclosed in fruits. Angiosperms are an exceptionally large group of plant occurring in wide range of habitats. ഇനി ഇതിൻ്റെ സൈസ് വേരിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞെന്താ, ലൈക്ക് ദ ലാർജസ്റ്റ് ട്രീ ഏതായിരുന്നു? ദ ജയൻറ്റ് റെഡ്വുഡ് ട്രീ സെക്വയ, which was over like 100 meters. നമുക്ക് like values തന്നിട്ടില്ല, but definitely it is the largest or the tallest tree ever on earth. Okay, the giant redwood tree sequoia. And here in angiosperm, an exceptionally large group and of plants occurring in a wide range. So smallest flower നമുക്കറിയാം wolfia, and the largest angiosperm are the eucalyptus. യൂക്കാലിപ്റ്റസ് മരങ്ങൾ കൂടുതൽ കാണാൻ നമ്മൾ ഊട്ടി ഭാഗത്ത് പോകുമ്പോൾ നമുക്ക് ഒരുപാട് യൂക്കാലിപ്റ്റസ് മരങ്ങൾ കാണാൻ പറ്റും. ദേ ഓവർ ലൈക്ക് 100 meters. അവിടെയുള്ള 100 meters ഒന്നും അറിയില്ല, ബട്ട് എനിവേ eucalyptus normally grows up to 100 meters. So they provide us with food, fodder, fuel, medicine and several other commercial important products. They are divided into two classes, dicotyledons and monocots. Dicotyledons and monocotyledons. നമ്മൾ ഫസ്റ്റ് ഡേ, അതായത് ഇന്നലെ ലിവിങ് വേൾഡ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ദ ഓൺലി ടു ക്ലാസ്സസ് ഫൗണ്ട് ഇൻ ആൻജിയോസ്പെർമ ഡിവിഷനിൽ ഏത് രണ്ട് ക്ലാസ്സസ് ആണ്? ഇറ്റ് ഇസ് ഡൈകോട്ടിൽഡനെ ആൻഡ് മോണോകോട്ടിൽഡനെ, commonly referred to as dicots and monocots. Okay, dicots and monocots. അതാണ് ഡൈക്കോട്സ് ഒരു നോർമൽ ഫ്ലവർ, മോണോക്കോട്സ് ഒരു ഗ്രാസ് ഫാമിലി. അതാണ് ലൈക്ക് സിമ്പിൾ, ദ മോസ്റ്റ് സിമ്പിൾ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ മോണോക്കോട്സ് ആർ മെയിൻലി ലൈക്ക് ഗ്രാസ്. Okay, what I'm saying is that you guys are so lucky. കാരണം ആൻജിയോസ്പെർമിൻ്റെ ഇത് പഠിക്കാനില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ മേജർ ബൂൺ ആക്ച്വലി. ശരിക്കും ഇൻഡീഡ്, കാരണം അതിൽ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. ഞാനൊക്കെ പഠിച്ചിറങ്ങിയ സംഭവമായിരുന്നു അത്. അതായത് അതെന്താ വെച്ചാൽ ലൈക്ക് നമ്മൾ നോർമൽ ഫ്ലവറിംഗ് പ്ലാന്റിനെ പറ്റി പറയുന്നു. സോ അതിൽ നമുക്ക് എന്ത് പറയാണ്ട്, മേ ബി ഇറ്റ്സ് കമ്മിങ് ഇൻ അതർ ചാപ്റ്റേഴ്സ്. നോക്കട്ടെ, മോർഫോളജി, ആനിമൽ ടിഷ്യൂ, അതിലൊന്നും പറയുന്നില്ല. No, not at all. So you guys are so lucky. Okay, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അത്? ആരും ഇൻട്രാക്ട് ചെയ്ത് പറയൂ, ആരും പറഞ്ഞു ചാറ്റ് ബോക്സിൽ പറയും. അതായത് സ്കൂളിൽ നിങ്ങൾ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് സ്കൂളിൽ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ദ സ്ട്രക്ചർ, അതായത് ഫ്ലവറിങ് പ്ലാന്റ്സിൽ ദ ഓൾ ദോസ്
ഓവറി ഉണ്ടാകുന്നു, ഓവ്യൂൾസ് ഉണ്ടാകുന്നു, ഓവ്യൂൾസ് ഉണ്ടാകുന്നു, എന്നിട്ട് മറ്റേ പോളൻ ഗ്രെയിൻ ഇങ്ങനെ വരുന്നു, എന്നിട്ട് ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് ലൈക്ക് 8 സെൽ സ്റ്റേജിൽ നിന്നും എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 സ്റ്റെല്ലായി മാറുന്നു. അത് മോണോക്കോട്സും ഡൈക്കോട്സും സെപ്പറേറ്റ് ആയി പഠിക്കുന്നു. അത് മോർഫോളജിക്കകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മോർഫോളജിക്കകത്ത് ഉണ്ടാവും അത്. ഓക്കെ, സാറിന് എന്തെങ്കിലും പറയൂ. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അത്? പറയൂ. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു? No response. So anyway, so this is the thing. Angiosperm ഇല്ലാത്തത് ആക്ച്വലി ഇറ്റ്സ് എ വെരി ബിഗ് ബൂൺ ടു യു. മറ്റേത് ഈ ചാപ്റ്റർ ഇറ്റ്സ് എ വെരി ഹ്യൂജ് ചാപ്റ്റർ പ്ലാങ്ക് കിങ്ഡം എന്ന് പറയുമ്പോൾ. ബിക്കോസ് നമ്മൾ ആൽഗെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ആൻഡ് ബ്രയോഫൈറ്റ്സ് ഓൾസോ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്. ടെറോഫൈറ്റ്സ് ഓൾസോ അത്യാവശ്യം നല്ല രീതിക്ക് പറയുന്നുണ്ട്. പിന്നെ ജിംനോസ്പേം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ആൻജിയോസ്പേം വാസ് ദ മോസ്റ്റ് ഡീറ്റെയിൽഡ് വൺ ദർ. ആ ആൻജിയോസ്പേം നിങ്ങൾ വെട്ടിച്ചുരുക്കി ഒന്നുമില്ലാതാക്കി മാറ്റിയിരിക്കുന്നു. Good going NTA NCRT. So thing. So the major thing is that ആ സംഭവം നിങ്ങൾക്ക് പഠിക്കാനില്ല ചാപ്റ്ററിനകത്ത്. So then that's it. This is the chapter Plant Kingdom in chapter. So we have completed the chapter Plant Kingdom here. So ഒരു ക്വിക്ക് റീക്യാപ്പ് പോലെ ഐ ഹോപ്പ് നിങ്ങൾക്ക് NCRT മാർക്കിംഗ് എല്ലാം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാം. ലൈക്ക് യു ആൻഡ് മീ, ഓക്കെ, യു ഗൈസ് ആൻഡ് മീ. അങ്ങനെ ആകുമ്പോൾ ലൈക്ക് ഡയറക്റ്റ് ചോദിക്കാമല്ലോ. ലൈക്ക് ഇൻഡയറക്റ്റാക്കി ശ്രുതി മാമിന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു സജഷൻ കൊടുക്കാം. ഓക്കെ, ഇഫ് ഇറ്റ്സ് ആപ്ലിക്കബിൾ ദേ വിൽ ബി ഗിവിങ് മീ. അങ്ങനെ ആകുമ്പോൾ ലൈക്ക് ഈസി ആയിട്ട് എനിക്ക് ലൈക്ക് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് NCRT മാർക്കിംഗ് തന്നെ എനിക്ക് അയച്ചു തരാൻ പറ്റും. ലൈക്ക് സ്ക്രീൻഷോട്ട്സ് ഓഫ് ദീസ് തിങ്. ഓക്കെ, സോ എനി ഡൗട്ട്സ് ഇൻ ഇറ്റ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സ് ഒന്നുമില്ലെങ്കിൽ വിൽ ടേക്ക് എ ഹാഫ് ആൻ അവർ ബ്രേക്ക് ദെൻ. എന്നിട്ട് നമുക്ക് ആനിമൽ കിങ്ഡം മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ നല്ല കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഇനി ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും പ്ലാൻ കിങ്ഡം. ആൻഡ് ഡു വർക്ക് ഓൺ ഇറ്റ് ആൻഡ് ഡു കൺസിഡർ ദാറ്റ് തിങ്. ആൻജിയോസ്പേം എന്ന ചാപ്റ്റർ ഇതിനില്ല. ഓക്കെ, ആൻജിയോസ്പേം ചാപ്റ്റർ ഇല്ലാത്തത് കൊണ്ട് ദർ വിൽ ബി സർട്ടൻ ചേഞ്ചസ് ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം സൂക്ഷിച്ച് കണ്ടും ആൻസർ ചെയ്യാം. ഓക്കെ, റെക്കോർഡിങ്സ് കിട്ടുമോ? റെക്കോർഡിങ്സ് I'll upload this in as unlisted ആയി ഞാൻ യൂട്യൂബിൽ ഇട്ടോളാം, ഈ ചാനലിൽ തന്നെ. സോ ഇഫ് യു ഹാവ് ദ ലിങ്ക് വേണം അതും അയച്ചു തരാം. സോ ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അൺലിസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ കാണാം. ഓക്കെ, നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ലിങ്ക് ഉള്ളവർക്ക് മാത്രം. ആൻഡ് ട്രൈ നോട്ട് ടു ഷെയർ ദിസ് ലിങ്ക്. ഇത് വല്ലാണ്ട് സ്പ്രെഡ് ആക്കാൻ ആവശ്യമില്ല. ഓക്കെ, അൺലിസ്റ്റഡ് ആയി ഗ്രൂപ്പിൽ ഇട്ടോളാം. ഗ്രൂപ്പിലല്ല, ഈ ചാനൽ തന്നെ ഇട്ടോളാം. ഓക്കെ, അൺലിസ്റ്റഡ് ആയിട്ട് തന്നെ ഉണ്ടാവും, നോട്ട് പബ്ലിക്, അൺലിസ്റ്റഡ്. കുഴപ്പമില്ല, കാരണം നമുക്കറിയാം ലൈക്ക് ടൈമിംഗ് ഫ്ലെക്സിബിൾ ആണെങ്കിലും ലൈക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ടാവുമല്ലോ. പിന്നെ ഫാത്തിമ എനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻക്വയർ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ കട്ടായി പോകുന്ന ചെറിയൊരു ടെക്നിക്കൽ ഡിഫോൾട്ട് എനിക്ക് വന്നിട്ടുണ്ട്. സോ ഐ എം സോറി ഫോർ ദാറ്റ്. ആൻഡ് അങ്ങനത്തെ കേസ് ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഈ ക്രോമാക്കി ഈ ബാക്കിൽ ബ്ലാക്ക് ഉണ്ടാവുമല്ലോ, ഇവിടെ സൈഡിൽ ഇപ്പോഴേ കാണാം കുറച്ച് ബ്ലാക്ക്. ഈ ബ്ലാക്ക് ഇടയ്ക്ക് വരും പോകും, അങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കുറച്ച് ഇടയ്ക്ക് നിന്നുണ്ട്. ഇത് ലൈവ് ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്ര അധികം കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ളത്. അതുകൊണ്ട് കുറച്ച് സോറി ഫോർ ദാറ്റ്. ആൻഡ് എനി അതർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിൽ ജസ്റ്റ് ഹാവ് എ ഷോർട്ട് ഒരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, ഓക്കെ ദെൻ വിൽ ടേക്ക് എ ബ്രേക്ക് ദെൻ. ഓൾ റൈറ്റ് ദെൻ. ഒരു ഇപ്പോൾ എത്ര സമയം? 12:26 അല്ലേ? ഒരു 1 ആകുമ്പോൾ തിരിച്ചെത്താൻ നോക്കാം. ഓക്കെ, ഒരു 1 o'clock ആകുമ്പോൾ. ഓക്കെ,
All right then. Thank you.